സജ്ജനങ്ങൾക്ക് നമസ്കാരം. എല്ലാവരുടെയും ശ്രദ്ധ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഏകാഗ്രത ഈ പ്രഭാഷണത്തിലേക്ക് വരട്ടെ. അതിന് ആശ്വാസയായ കെട്ടി ഭഗവതി പഞ്ചതന്മാത്ര സഹായികയാണ് അമ്മ. നമ്മളുടെ ഇന്ദ്രിയങ്ങളാകുന്ന അമ്പുകൾ അമ്മയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അമ്മ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉണർത്തട്ടെ. നമ്മ രാജരാജേശ്വരിയായിട്ടുള്ള എൻ്റെ കെട്ടി ഭഗവതി വാക്യം ചൊല്ലി തന്ന് മനോഹരമായിട്ട് പ്രവഹിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ കഴിഞ്ഞ പ്രാവശ്യം കേട്ടത് ഭരതൻ്റെ അതിമനോഹരമായിട്ടുള്ള ഭരതചരിതമാണ്, ആഖ്യാനമാണ് രാവിലെ കേട്ടത്. അത് ഒരുപാട് ആശയപ്രധാനമായിട്ടുള്ള കഥയാണ്. അത് അതിമനോഹരമായിട്ട് ആചാര്യൻ പറയുകയും ചെയ്തു. അതിൽ പ്രധാനമായിട്ട് ചോദ്യം വരുന്നത് തന്നെ ഭരതൻ രാജാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ ഒരു പേരിൽ എന്തിരിക്കുന്നു രാജാവ് എന്നാണ്. നമ്മളുടെ പേര് അല്ലേ, പേരിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം അല്ലേ. പേര് വീട് പണിത് ആക്കി എഴുതിയൊക്കെ പേരാണ് വീടിൻ്റെ പേര്. നമ്മുടെ പേര് ഒരു പേരിൽ എന്തിരിക്കുന്നു. നമ്മുടെ പേര് മാറ്റിയാൽ ദുരിതം മാറുമോ? ആലോചിച്ച് നോക്കൂ. രാജൻ എന്ന പേര് ഒരാൾ, കൃഷ്ണൻ എന്ന പേര്, രാജൻ എന്നുള്ള പേര് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്, കൊള്ളില്ല. എന്നാണ് കൃഷ്ണൻ എന്നാക്കിയ പേര്. അതുകൊണ്ട് എന്തായാലും ദുരിതത്തിന് മാറ്റം വരുമോ? അയാള് കുറെ കടം എടുത്തിട്ടുണ്ട് ബാങ്കിനൊക്കെ, നല്ലൊരു തുക. രാജൻ ബാങ്കുകാരൻ ഞെട്ടിക്കരുന്നത് ഗസറ്റ് കാണിച്ചു കൊടുക്കാൻ എൻ്റെ പേര് മാറ്റി കൃഷ്ണൻ എന്നാക്കിയത് അത് സമ്മതിക്കുമോ? അല്ലെങ്കിൽ പട്ടി അടിക്കാനുള്ള യോഗം 12 മണിയാകുമ്പോൾ പട്ടി അടിക്കും. പട്ടി അടിക്കാൻ വരുമ്പോൾ ഗസറ്റ് കാണിച്ചു കൊടുക്കുക. അതെ പട്ടി രാജനെ കടിച്ചപ്പോൾ ഞാൻ കൃഷ്ണനാ. പട്ടി ഇട്ട് കൊടുക്കില്ല, യോഗം മാറ്റാൻ പറ്റില്ല. അതാണ് ഒരു പേരിൽ എന്തിരിക്കുന്നു. ഇനി പിന്നീട് അതാണ് ഭാഗവതത്തിലെ ഏറ്റവും വലിയ വൈശിഷ്ട്യം. അത് തന്നെ ഇവിടെ തിരിച്ച് പറയും, ഒരു പേരിലാണ് എല്ലാം ഇരിക്കുന്നത് എന്ന് പറയാണ് ചോദിച്ചത്. അതാ ചോദ്യം. അങ്ങനെ ഇത് മനസ്സിനെ മതം ചെയ്യിപ്പിക്കാനാണ്. മനസ്സിൽ നമ്മൾ വിപരീതമായിട്ടുള്ള ഒരു കാര്യം വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിന് എപ്പോഴും ആനന്ദം അനുഭവിക്കുന്ന ഒറ്റ ചിന്തയുള്ളൂ. നമ്മളത് നാലാല് നോക്കേണ്ടി സമ്മതിക്കില്ല. അതാണ് ഇന്ദ്രിയങ്ങളുടെ പുറമെ പോയിട്ട് വിഷയസുഖം അനുഭവിച്ചുകൊണ്ട് നടക്കുന്ന നമ്മൾ ഇന്ദ്രിയങ്ങളെ മനസ്സിലേക്ക് കൂട്ടി കടുപ്പിച്ചുകൊണ്ട് ഈ ഭഗവത് പാതകളിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല. എനിക്ക് പറയണ്ടേ, എടോ ഞാനൊന്ന് ശാന്ത അനുഭവിക്കട്ടെ, കുറച്ചുനേരം ജപിക്കൂ, സജ്ജനങ്ങളായി പോയി ഇരിക്കൂ, നാം ജപിക്കുന്നൊക്കെ പറയേണ്ട മനസ്സ് കേൾക്കില്ല നമ്മള്. അതാണ്. അപ്പൊ ഈ മനസ്സിന് മഥനം ചെയ്താൽ എന്താ കുഴപ്പം? മഥനം ചെയ്തത് എങ്ങനെയാ അറിയാം നമുക്ക്? ഒരു കൈ അങ്ങോട്ട് ഒരു കൈ ഇങ്ങോട്ട്, രണ്ട് കൈ ഇങ്ങനെ. ഇന്നിപ്പോ മഥനം ചെയ്യുന്നില്ലല്ലോ, കൈ കേൾക്കണമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അറിയാവുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാ. തോർത്ത് വീഴിയുമ്പോ അങ്ങനെ ഒരു കൈ അങ്ങോട്ട് ഒരു കൈ ഇങ്ങോട്ട്, എങ്ങനെയാ മഥനം ചെയ്യുക? രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്നിട്ട് പിഴിഞ്ഞ വെള്ളം പോകില്ല തോർത്തില്. മഥനം എന്ന് പറഞ്ഞാൽ എങ്ങനെ? അപ്പൊ നടക്കണമെങ്കിൽ വിപരീതമായിട്ട് മനസ്സിനോട് പറയണം, ഇതിലൊന്നും ഒരു കാര്യമില്ല, ഒരു പേരിലൊന്നും ഒരു കാര്യമില്ല, പേര് എന്തായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന കേട്ടോണ്ടിരിക്കുന്ന മനസ്സിനോട് ഒരു പേരിലാണ് എല്ലാം എന്ന് പറയുമ്പോൾ അത് മഥനം ചെയ്യും. അതാ വിപരീതമായിട്ടുള്ള പ്രവൃത്തികളോ കർമ്മങ്ങളോ നമ്മുടെ മനസ്സിൽ കിടന്ന് ചുറ്റുന്നതിനാണ് ഈ മഥനം എന്ന് പറയുന്നത്. നമ്മളെ വിപരീതത്തിലെ വിഷയത്തിലേക്ക് മാത്രം കൊണ്ടുവരും മനസ്സിനെ. വിഷയത്തിലേക്ക് നമ്മൾ ഓരോ വിഷയങ്ങളുണ്ട് നമ്മൾ അനുഭവിക്കുന്ന, കണ്ണുകൊണ്ട് കാണുക, മൂക്കുകൊണ്ട് മണക്കുക, അതിലേക്ക് മാത്രം കൊണ്ടുവരാതെ മനസ്സിനെ ബുദ്ധിയിലേക്ക് അല്ലെങ്കിൽ ചേതനയിലേക്ക് അല്ലെങ്കിൽ ചിത്തത്തിലേക്ക് കൊണ്ടുപോകില്ല. ചിത്തത്തിലാണ് സത്വഗുണത്തിൻ്റെതായ അധിഷ്ഠാനമായിട്ടുള്ള ആനന്ദം ഇരിക്കുന്നത്. അങ്ങോട്ട് മനസ്സിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇടത്തേക്കാലിലേക്ക് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അയാളെ ഇവിടെ ചവിട്ടുകളിൽ നിന്നിട്ട് ചുറ്റി കളിക്കുക, വേറെ എവിടെയും പോയാൽ എന്ത് ചെയ്യും? അതിൽ ഏറ്റവും വേറെ എവിടെയും പോയാൽ തോന്നി എന്ത് ചെയ്യും എന്ന് പറയണ നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങൾക്ക് വഴിപെട്ട് ഇങ്ങനെ ചുറ്റി കിടക്കണേനെ ഒന്ന് ആ പമ്പരം, മനസ്സാകുന്ന പമ്പരം, അതിനെ കടുകെട്ടില്ലാതെ കെട്ടാൻ സഹായിക്കുന്നതാണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടുകെട്ട് പോയി വലിക്കുമ്പോൾ കറങ്ങിലനുസരിക്കുന്നു. ഇപ്പൊ ഈ നമ്മൾ ചെയ്യുന്ന ഈ സൽക്കർമ്മം എന്ന് പറയുന്നത് മനസ്സ് എന്ന പമ്പരത്തെ കടുകെട്ട് കൂടാതെ ചുറ്റിക്കൊണ്ട് എങ്ങോട്ട് ചുറ്റിക്കും? നമ്മൾ എങ്ങോട്ട് ചുറ്റിക്കുക? ചിത്തത്തിലേക്ക്, ചൈതന്യത്തിലേക്ക്, എഴുത്തിൽ ഭഗവതിയുടെ പാദങ്ങളിലേക്ക്, ഗുരുവായൂരപ്പന്റെ പാദങ്ങളിലേക്ക്. അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കാനായിട്ടുള്ള പരിശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ഒരു പരിശ്രമം വേറെ വേണ്ട. എന്താ ആകെ വേണ്ടത്?
ശ്രമം കേവലം പറയുന്നത്. വെറുതെ ശ്രമിച്ചാൽ അനുഭവം പറയിക്കൂ. വെറുതെ ശ്രമിച്ചാൽ മതി. നമ്മൾ ഇങ്ങനെയുള്ള സജ്ജനങ്ങളിൽ പോയിരുന്ന വെറുതെ ഇരുന്നാൽ മതി. മനസ്സതിന്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ പോട്ടെ, പിടിച്ചു നിർത്താൻ നമ്മൾ ശ്രമിക്കണ്ട ബലമായിട്ട്. അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ശ്രമിക്കാതെ എന്താ പിന്നെ ഈ സജ്ജനകളിൽ നിന്നുകൊണ്ട് ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ ശരി കൂടി തടസ്സമില്ലാണ്ട് കേൾക്കാൻ അത് വേണ്ടതുപോലെ അകത്തേക്ക് ആക്കി തരുന്നത് ഈ അമ്മയാണ്. പഞ്ചതന്മാത്ര സഹായിക എന്ന് പറഞ്ഞ അമ്മയ്ക്ക് 5 അമ്പുകൾ അമ്മയുടെ കയ്യിലുള്ളതുകൊണ്ട് അമ്മ ചെവി കൂടിയും മൂക്കി കൂടിയും വായിൽ കൂടിയും കണ്ണിൽ കൂടിയൊക്കെ വേണ്ടത് അകത്തേക്ക് ആക്കി തന്നോളും. നമ്മളൊക്കെ എന്തിനാ ഈ തലവേദന? മനസ്സിലാവില്ലല്ലോ. ഭഗവാൻ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. എന്തിനേയും മനസ്സിലാക്കണേ. അല്ലെങ്കിൽ ആർക്കെങ്കിലും മനസ്സിലായിട്ടോ എന്തെങ്കിലും. നമ്മളെന്തെങ്ങനെ എല്ലാ കാര്യം ചെയ്യുന്നതിനെ വേണ്ടതുപോലെ ആക്കുന്നത് അമ്മയാണ്. അല്ലെങ്കിൽ ഒരു ഉറുമ്പ് പോലെ പഞ്ചസാര കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നമ്മുടെ കൂടെ ഉറുമ്പ് വരുന്നത് കാണാം. ആരെയും ഉറുമ്പിനെ മെസ്സേജ് ചെയ്ത് അയച്ചത് പഞ്ചസാര കഴിച്ചിട്ടുണ്ട് കഴിച്ചോളാൻ? ആരും അയച്ചിട്ടില്ലല്ലോ. അതെങ്ങനെ വന്ന് മറ്റുള്ള ഉറുമ്പുകളെ വിളിച്ചുകൊണ്ട് വന്ന് എങ്ങനെ പഞ്ചസാര കിട്ടുന്നോണ്ട് പോകണം? അതുപോലെ ആരൊക്കെ ചെന്നാലും ഈ ഭക്ഷണം കിട്ടുന്ന എവിടെന്ന? അപ്പൊ ആർക്ക് എന്തും ആവശ്യം ഉണ്ടെങ്കിലും വേണ്ടത് നടത്തി തരുന്ന ഈശ്വര സാന്നിധ്യം എന്ന് പറയുന്നതാണ് ചിത്തം. നമ്മുടെ ഉള്ളിലാണ്. ഇവിടെ ശ്രീധരന്റെ ഇങ്ങനെ ഒരു വിഗ്രഹമായിട്ടിരിക്കുന്ന അല്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇതാണ് വിചാരിച്ചുകൊണ്ട് അവിടെ സമർപ്പിച്ചുകൊണ്ട് പൊടി തട്ടിപ്പോകും. പിന്നെ ഞാൻ, എന്റെ വീട്ടുകാര്, എന്റെ ശക്തി, എന്റെ പേര്, എന്റെ പ്രസിദ്ധി. അല്ലേ? ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ? ഇവിടെ വരുന്നവരെ അമ്മേ അമ്മേ നടത്തി വെച്ച് ഇറങ്ങിയാൽ പിന്നെ ഇത് ഇവിടെ നടക്കിലിരിക്കുന്നത് അകത്തിരിക്കുന്നത് വിഗ്രഹമാണ്. കല്ലുകൊണ്ടല്ലേ, പ്രതീകമാണ്. നമ്മുടെ മനസ്സോടെ സമർപ്പിച്ചുകൊണ്ട് ചിത്തം, നമ്മുടെ മനസ്സിന്റെ അടിസ്ഥാനമായിട്ടുള്ള ചിത്തമുണ്ട്, ചൈതന്യമുണ്ട്. അതിലേക്ക് അമ്മയും കൂടെ ആവാഹിച്ചെടുക്കണം. ഇറങ്ങി പോകുമ്പോൾ വന്ന ആളാകരുത്. നമ്മൾ വന്ന ആളാകരുത്. എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ വരുമ്പോ എന്റെ മനസ്സിൽ ഒരാളോട് ദേഷ്യം ഉണ്ടായിരുന്നല്ലോ. എന്റെ അടുത്ത് താമസിക്കുന്ന ഒരാളോടോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ രംഗത്തോടോ എൻ്റെ വീട്ടില് സ്വന്തക്കാരോട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് അയാൾക്ക് എന്തെങ്കിലും കുഴപ്പം അങ്ങനെ വിചാരിച്ചോണ്ടായിരിക്കും വന്നത്. ഇപ്പൊ എന്തേ ദേഷ്യമില്ലാത്തത് നമുക്ക് തോന്നാം. അങ്ങനെ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് തോന്നില്ല. ഇവിടെ ഒരു പ്രശ്നം കഴിയുമ്പോഴത്തേക്കും ആ ദേഷ്യമൊക്കെ പറഞ്ഞു വരുന്നത് കാണാം. എവിടെ പോയി ആ ദേഷ്യം? ചിത്തത്തിലേക്ക് ചൈതന്യം വരുന്ന ആനന്ദം അനുഭവിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ അതിന് അവസരം ഉണ്ടാക്കിയാൽ മാത്രം മതി. ഈ ആനന്ദം അനുഭവിക്കാനുള്ള അവസരം നമ്മൾ ഇങ്ങനെയുള്ള സജ്ജനങ്ങളുടെ ഇടയിൽ വന്നിരുന്നുകൊണ്ട് ചെവി അടച്ചു പിടിക്കാതിരുന്നാൽ മാത്രം മതി. ശ്രമം ഏതൊക്കെ കേവലം വേറൊന്നും ചെയ്യണ്ട. അപ്പൊ അങ്ങനെ അനുഭവിക്കുന്ന ഈ ആനന്ദത്തെയാണ്, സജ്ജന സംസ്കരണം കൂടി അനുഭവിക്കുന്ന ആനന്ദത്തെയാണ് നമ്മൾ ആ ഭാരതത്തിലെ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിൽ കൂടി, ഒരടി പോലെ രാജാവിനോട് ചോദ്യത്തിൽ കൂടി പറഞ്ഞു തന്നത് അദ്ദേഹം. പിന്നീട് കുറെ തത്വങ്ങളൊക്കെ ഭാരത മഹർഷി പറയുന്നതൊക്കെ നമ്മൾ വിസ്തരിച്ച് കേട്ടതാണ്. പിന്നെ തുടർന്നാണ് ഭൂഗോള വർണ്ണന വരേണ്ടത്. നമ്മുടെ പ്രകടനത്തിലേക്ക് നമ്മൾ വരാൻ അടുക്കാൻ കേട്ടോ. അഞ്ചാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം. അത് പ്രത്യേക ഭാഗത്തൊരു ട്വിസ്റ്റ് കയറി വരും. ഇതിൽ ശ്രദ്ധിച്ചാലേ കിട്ടുള്ളൂ, എല്ലാവർക്കും കിട്ടില്ല. അത് ശ്രദ്ധിക്കുന്ന ആൾക്ക് മാത്രം കിട്ടും. എന്താ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ വാസുദേവേ ഭഗവതി എന്ന് പറയുന്നൊരു ട്വിസ്റ്റ് ഈ ഭാഗവതിലുടനീളം പച്ചത്ത് വ്യാസൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരിക. ഭാഗം വാസുദേവേ ഭഗവതി പ്രഹ്ലാദിന്റെ കഥയൊക്കെ വരുന്നത് കേൾക്കാം. വാസുദേവേ ഭഗവതി എത്ര നൈസർഗിക രീതി എന്ന് പറയുന്നത് കേൾക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കയറി വരും. അതുപോലെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിനെ നമ്മൾ ചിറ്റിക്കില്ലെങ്കിൽ വ്യാസം ചിറ്റിക്കുകയാണ്, മതം ചെയ്യിപ്പിക്കുകയാണ് ബലമായിട്ട്. നമ്മൾ തയ്യാറല്ല. എന്ത് ചെയ്യും? മഹർഷിമാർ, സജ്ജനശ്രേഷ്ഠന്മാരായ മഹർഷിമാര് ഭാഗവത്തിൽ കൂടി ചെയ്തു തരികയാണ്. അതാണ് അതിന്റെ മുമ്പിൽ വന്നിരിക്കാൻ പറയണേ. വായിക്കുമ്പോഴിരിക്കണം. വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇങ്ങനെയാണ്, മതം ചെയ്യുമ്പോഴാണ്. ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവുന്നത് എന്താ എൻ്റെ മനസ്സിലൊരു പ്രത്യേക അവസ്ഥ വന്നേന്ന് തോന്നുന്നു. അതിന്റെ ലക്ഷണം പുറമേക്ക് കാണുകയും ചെയ്യുന്ന അവസ്ഥ വന്നാൽ 3 ലക്ഷണം കാണും. 3 ലക്ഷണം ഇരിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടത് പറയാൻ മുൻകൂട്ടി. ഒന്ന്, നമുക്ക് കണ്ണിങ്ങനെ നനയും. കണ്ണ് നിറഞ്ഞൊഴുകില്ല, നനയുന്നില്ല. കണ്ണ് നനയ, മൂക്കിനോട് ചേർന്ന ഭാഗത്ത് എന്തോ ഒന്ന് നോക്കുമ്പോൾ തുള്ളി കാണുള്ളൂ, കണ്ടോ. 2, കുളിര് പോരില്ല, മേത്തൊക്കെ വെള്ളം ഒഴിച്ചവരെ, അല്ലെങ്കിൽ രോമാഞ്ചം വരെന്ന് പറയും. 3, ഗൽഗലം, വാക്ക് പറയാൻ കിട്ടാതെ എന്തെങ്കിലും അടുത്തേക്ക് ആളുടെ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വെള്ളം കുടിക്കണം, ഒരു വസ്തു തരാമെന്ന് ചോദിക്കണമെങ്കിൽ അന്ന് നേരെ ആയിക്കണം പറയാൻ. ഗൽഗലം. ഇത് 3 വരുന്നത് എപ്പോഴാ? നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹത്തിലേക്ക് മനസ്സിനെ നമ്മൾ കൊണ്ടുപോയി വരുമ്പോൾ നമ്മൾ അറിയാതെ മനസ്സ് കൈവിട്ട് പോകുന്നതാണ് ഈ 3 ലക്ഷണം.
അറിഞ്ഞോട്ട് സാധ്യമല്ലാതെ മനസ്സിനെ നമ്മുടെ പിടിച്ച് നിർത്താൻ എത്ര പേർക്ക് പറ്റും? ഞാൻ ഇടപ്പൻ പറഞ്ഞതിന് മുമ്പിൽ നിന്ന് കേൾക്കുകയാണ് ഭഗവാന്റെ കഥ. കുറച്ച് കാലം നമുക്ക് മനസ്സിനെ പിടിച്ച് നിർത്താൻ പറ്റും. ഇങ്ങനെ പറ്റുമോ? മനസ്സിലാകുന്നെങ്കിലും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അറിയാതെയാണ് നമ്മൾ സംഭവിക്കുക. അറിയാതെ വരുന്നതാണ് ഈ മഥനം എന്ന് പറഞ്ഞ കാര്യം. ആ മഥനം വന്നുള്ള ലക്ഷണവും പറഞ്ഞു തന്നു. മനസ്സിലാവാത്തവർക്ക് കൈ വെക്കും. വീണ്ടും പറയാം ഉണ്ടോ? ആരെങ്കിലും മനസ്സിലാവാത്തവരുടെ കൈ വെക്കിയാൽ മതി. പറയണം മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കേട്ടോ. അത് മനസ്സിലാവാത്തവരുടെ വീണ്ടും പറഞ്ഞു. മഥനം ചെയ്യുന്നതിന് ലക്ഷണമാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ. അതുണ്ടായ എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ് കളയുന്നുണ്ട്, ആനന്ദത്തിന് വേണ്ടി കളയുന്നുണ്ട്. സ്വന്തം മനസ്സിന് ആഗ്രഹമുള്ള കാര്യമാണ്. പക്ഷെ നമ്മളത് അനുവദിക്കാത്തതുകൊണ്ടും ശ്രദ്ധിക്കാത്തതുകൊണ്ടുമാണ് വിഷയസ്വരത്തിൽ മനസ്സ് പോകുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക, അല്ലെങ്കിൽ എപ്പോഴും മനസ്സിലാക്കുക, അല്ലെങ്കിൽ ജാഗ്രത. അപ്പൊ ആ ഒരു പേരിൽ എന്തിരിക്കുന്നു, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കട്ടെ, അതോടെ നിൽക്കട്ടെ. നമുക്കിനി ഒരു പേരിലാണ് എല്ലാം ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. പിന്നീടാണ് ഭരതന്റെ ചരിത്രം കഴിഞ്ഞിട്ടാണ് ഭൂഗോളവർണ്ണ പറയുന്നത്. അത് നമുക്ക് വിസ്തരിച്ച് പറയാൻ സമയമില്ല, ജാഗ്രതോപാഖ്യാനം പറയേണ്ടതുണ്ട്. അതിൽ നമ്മൾ കയറി ഇറങ്ങി പോകണമെന്ന് മാത്രം. ഭൂഗോളങ്ങളെ പലതായിട്ട് തിരിച്ചേക്കുന്നതിൻ്റെയൊക്കെ വിസ്തരിച്ച് പറയും ഭാഗവതത്തിന്. 9 വർഷങ്ങളായിട്ട് ഇരിക്കുന്നത്, അവിടെ ഓരോന്നിൻ്റെ ഓരോ സ്ഥലത്തെ ഓരോ ആളുകൾ ഭഗവാനെ ഉപാസിക്കുന്നതും അങ്ങനെ എല്ലാം വിസ്തരിച്ച് പറയും. ഓരോ ഉപാസിക്കുമ്പോഴും അവിടുത്തെ മൂർത്തി, അവിടുത്തെ ആ ഉപാസിക്കുന്ന ആൾ അവിടുത്തെ മൂർത്തിയെ സ്തുതിക്കുന്നതൊക്കെ മനോഹരമായിട്ട് പറയും. ഈ മരിക്കാൻ തയ്യാറായിട്ട് ഇനിയിപ്പോൾ 3-4 ദിവസമേ ഉള്ളൂ, സപ്താഹ 7 ദിവസത്തെ അവധിയിൽ അദ്ദേഹത്തിന് മരിക്കാൻ, പാമ്പ് കടിയേറ്റ് മരിക്കാൻ. അദ്ദേഹത്തോട് ഈ ഭൂഗോളൊക്കെ വിസ്തരിച്ച് പറയുന്നത് എന്തിനാ? സജ്ജനങ്ങൾ എങ്ങനെയാണ് അവിടെ ആരാധിച്ചത് എന്നാണ് കാണിച്ചു കൊടുക്കുന്നത്. അവിടെ ഒരാൾ വഴക്കൂടിയത് എങ്ങനെയാണെന്നല്ല കാണിക്കുക. ഒരു സ്ഥലത്ത് നല്ല കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് നല്ലതായി മാറും. ചീത്ത കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സും ആ ചീത്തയായി മാറും. അതാണ്. അപ്പൊ നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് സജ്ജനങ്ങൾ എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിലും ഭഗവാൻ ആരാധിച്ചിരുന്നത്. അവിടെ ഓരോ സജ്ജനങ്ങളും ഭഗവാനെ ആരാധിക്കുമ്പോൾ ഒരു സ്വാർത്ഥതയും ഇല്ല അവർക്കാർക്കും. അവരെല്ലാം പറയുന്നത് ഞങ്ങൾക്ക് തരുന്ന അനുഗ്രഹം എല്ലാവർക്കും കൊടുക്കണമെന്നാണ്. ഇന്നിപ്പോ നരസിംഹാവതാരാണ്. പ്രഹ്ലാദൻ ഹരിനാമ വർഷത്തില് നരസിംഹമൂർത്തിയെ സ്തുതിക്കുമ്പോൾ പറയുന്നത് സ്വസ്ത്യസ്തു വിശ്വസ്തു കലപ്രസിദ്ധത. ഭഗവാനെ കുറിച്ച് ആഗ്രഹിക്കാത്തവർക്ക് പോലും ഭഗവാന്റെ കഥ പറയുന്നിടത്ത് ഞാൻ പോയിരിക്കില്ല എന്ന് സത്യം ചെയ്തിട്ട് ആൾക്കാരുണ്ട്. അങ്ങനെ സത്യം തരുന്നത് അവർക്ക് അവരുടെ ഫലം എന്ന് പറയുന്നത് ഫലം. ഭഗവാന്റെ കഥ കേൾക്കില്ല, ഭഗവാന്റെ യജ്ഞങ്ങളോ ഇങ്ങനെയുള്ള ചെയ്യുന്നതിന് ഞാൻ സമർപ്പണം ചെയ്യില്ല. അങ്ങനെ നടക്കുന്നവർക്ക് പോലും എന്നോട് കാണിച്ച സ്നേഹം കാണിക്കണമെന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റാറുണ്ടോ? ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം പോലെ മറ്റുള്ളവർക്കും അങ്ങനെയല്ലേ പറയേണ്ടത്. അടുത്ത വീട്ടിലെ സുഖമാണെങ്കിൽ നമുക്ക് സുഖമാവില്ലേ? നമുക്ക് മാത്രം സുഖം, അടുത്ത വീട്ടിലൊക്കെ ദുഃഖമാണെങ്കിൽ നമുക്ക് എങ്ങനെ സുഖം അനുഭവിക്കാൻ പറ്റും? അടുത്ത വീട്ടിലെ കുട്ടി വിഷമത്തെ കരയുമ്പോൾ നമ്മുടെ കുട്ടിക്ക് എങ്ങനെ വയറ് നിറഞ്ഞ് ഭക്ഷണം കൊടുക്കാൻ കഴിയും? അതുകൊണ്ട് ബുദ്ധിയുള്ളവർ ചെയ്യുക, തനിക്ക് സുഖാവണമെന്ന് പ്രാർത്ഥിക്കുകയല്ല, പിന്നെയോ എൻ്റെ ചുറ്റുള്ളവർക്ക് സുഖാവണമെന്നാണ്. അതാ ബുദ്ധി. അതാണ് അങ്ങനെ അതാണ്. അത് കേൾക്കുമ്പോൾ നമുക്കും അറിയാതെ അങ്ങനെ മനസ്സ് വേണ്ടി വരും. എനിക്ക് മറ്റ മോശം, എനിക്ക് സുഖാവണേ, എൻ്റെ അസുഖം മാറ്റാനാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരുടെയും പനി മാറ്റാൻ പ്രാർത്ഥിച്ച എൻ്റെ പനി മാറി പോയില്ലേ? കൂടെ കഷ്ടം. എൻ്റെ പനി മാറ്റണേ, മറ്റവർക്ക് പരിചയം നോക്കണം. അങ്ങനെ എന്തിനാ അത്ര മോശമായിട്ട് നമ്മുടെ മനസ്സ് തന്നെ പറയും കഷ്ടമാണ് ഇങ്ങനെ മോശമായിട്ട് ചിന്തിച്ചത്. നീയെങ്കിലും എന്നെ നേരെ ആനന്ദം അനുഭവിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കൂ എന്ന് മനസ്സ് പറയുമ്പോൾ നമ്മൾ കുറേശ്ശെ അല്ലെങ്കിൽ തിരിയും. സജ്ജനങ്ങൾ എങ്ങനെയാണെന്ന് കാണിച്ചിരുമ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെ. ഗീതമാർഗത്തിൽ ലക്ഷ്മി കാമദേവ സ്വരൂപനായുള്ള ഭഗവാനെ സ്തുതിക്കുമ്പോഴും പറയണത് അങ്ങനെ തന്നെയാണ്. ഓരോരുത്തരും വ്രതം രക്ഷിക്കുന്നത് അവിടെ ഓം ഹ്രാം ഹ്രീ എന്നൊക്കെ പറഞ്ഞ മന്ത്രം വ്രതം രക്ഷിക്കുന്നത് എന്തിനു വേണ്ട? സ്ത്രീകളെ വ്രതം രക്ഷിക്കുന്നത് എന്തിനു വേണ്ട? നല്ല ഭർത്താവിനെ കിട്ടാൻ, നല്ല കുട്ടി ഉണ്ടാകാൻ, അങ്ങനെ ഓരോരുത്തർ ഉപദേശിക്കണം, നല്ല ജോലി കിട്ടാൻ, അല്ലെങ്കിൽ ഓരോരുത്തർ ഉപദേശിക്കണം. എങ്ങനെയാണല്ലോ നല്ല കുട്ടി ഉണ്ടാകാൻ, നല്ല ഭർത്താവിനെ കിട്ടാൻ. ലക്ഷ്മിദേവി ഭർത്താവായിട്ടുള്ള കാമദേവസ്വരനായിട്ടുള്ള ഭഗവാന്റെ പ്രാർത്ഥിക്കണം. നോക്കൂ, അവരെന്ത് പ്രാർത്ഥിച്ചാലും അങ്ങ് അവരുടെ ഭർത്താവായി ചെല്ലണേ, അങ്ങ് അവരുടെ കുട്ടിയായി ജനിക്കണേ, എൻ്റെ ഭർത്താവായി വന്നതുപോലെ അവരുടെ ഭർത്താവായി ചെല്ലണേ. എത്ര നിസ്വാർത്ഥമായിട്ടാണ് നമുക്ക് പ്രാർത്ഥന. എൻ്റെ ഭർത്താവായി അങ്ങ് വന്നതുപോലെ ഈ പ്രാർത്ഥിക്കുന്നവർ അങ്ങ് ഭർത്താവായി വേണം നല്ല പ്രാർത്ഥിക്കുന്നത്. പിന്നെയോ നല്ല ഭർത്താവിനെ കിട്ടണമെന്നാണ്. നല്ല ഭർത്താവ് ഒരാളേ ഉള്ളൂ ലോകത്ത്, നല്ല ഭർത്താവ് ദേവി ഒരാളേ ഉള്ളൂ ലോകത്ത്. അങ്ങ് തന്നെ ചെല്ലണേ. എൻ്റെ കുട്ടിയായി ഇരിക്കണം, എൻ്റെ എനിക്ക് നല്ല കുട്ടി ഉണ്ടാവുന്ന പ്രാർത്ഥിക്കണേ. നല്ല കുട്ടി ഒരാളേ ഉള്ളൂ ലോകത്ത്, ദേവി ഒരാളേ ഉള്ളൂ. അങ്ങ് തന്നെ ചെല്ലണേന്ന്.
അങ്ങനെ എല്ലായിടത്തും അങ്ങനെ 9 വർഷങ്ങളിലും പറഞ്ഞു. അത് എന്തിനാ വെച്ചാൽ ഓരോ വർഷങ്ങളിൽ സ്തുതിക്കുന്നത് ഒരുപാട് വിസ്തരിച്ച് പറയാനുണ്ടാവും. അതൊക്കെ ഏറ്റങ്ങളിൽ ഭൂഗോളമെന്ന് പറഞ്ഞ ഭാഗം മാത്രമായിട്ട് പറയുമ്പോഴാണ് നമുക്ക് സമയം കിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാനുണ്ട് ധരിക്കാൻ പറയുന്നതാണ് ധരിച്ചിട്ടില്ലാത്തവരോട്. അപ്പോൾ സജ്ജനങ്ങൾ എങ്ങനെയാണ് ആരാധിച്ചത്, സജ്ജനങ്ങൾ എങ്ങനെയാണ് ആരാധിച്ചത് എന്നൊക്കെ പറയുക. അപ്പം അങ്ങനെ പറയുന്നത് കേട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പരീക്ഷയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ അവസാന ഭൂമിയുടെ താഴെയുള്ള ലോകത്തെക്കുറിച്ച് വർണ്ണിക്കും, മുകളിലേക്കുള്ള ലോകത്തെക്കുറിച്ച് വർണ്ണിക്കും. അതുകൂടാതെ ശിശുമാര സ്വരൂപത്തെക്കുറിച്ച് പറയും. ഭഗവാന്റെ ഒരു സ്വരൂപമുണ്ട്, ശിശുമാര സ്വരൂപം എന്ന് പറയുന്ന ഒരു സ്വരൂപം, മുതലയുടെ രൂപം അല്ലെങ്കിൽ എസ് എഴുതിയിരിക്കുന്ന രൂപം, ത അക്ഷരം എഴുതുന്ന പോലെ. അത് കാണാൻ കാണുന്നവർക്ക് ആകാശത്ത് സന്ധ്യയ്ക്ക് നോക്കി കാണാം, നക്ഷത്രങ്ങളിലേക്ക് നോക്കിയിട്ട് ഈ ശിശുമാര സ്വരൂപത്തിന്റെ ഓരോ ഭാഗത്ത് ഓരോ ദേവന്മാരും മൂർത്തികൾ ഇരിക്കുന്നതായിട്ട് ഭാഗവതി പറയും. ഇന്ന ഭാഗത്ത് കാലിലെ ഇന്ന ഭാഗം, നടിയുടെ ഭാഗത്ത് ഇന്ന ദേവന്മാർ എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് ഭഗവാനാണ് ഈ കാണുന്നത്, കിടത്തിൽ ഭഗവതിയാണ് അതേ കാണുന്നത്, ഗുരുവായൂരപ്പനാണ് ഈ കാണുന്നതെന്ന് വിചാരിച്ച് നക്ഷത്രക്കണക്കെ നമ്മൾ നോക്കണം. കുറെ നേരം നോക്കുമ്പോൾ ത എന്ന് എഴുതിയിരിക്കുന്നവരെ സ എസ് എഴുതിയിരിക്കുന്നവരെ കാണാൻ പറ്റും. ശിശുമാര സ്വരൂപം എന്ന് പറയുക ഭഗവാനത്. ഭാഗ്യമുള്ളവർക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകാശിക്കുന്നത്. ഈ പ്രകാശം അവിടെ കോടിക്കണക്കിന് ദൂരം, കിലോമീറ്ററോളം മൈലുകളോ ഒക്കെ ദൂരമല്ലേ ഈ നക്ഷത്രങ്ങൾ, അത് പ്രകാശിക്കുന്നു. ഈ പ്രകാശം ശരിക്കും നമ്മൾ അകത്ത് കാണുന്നത്, അവിടെ കാണുന്നത് അകത്തേക്ക് കാണുന്ന കഴിയുമ്പോൾ ഈ ശിശുമാര സ്വരൂപം അകത്ത് കണ്ടുകൊണ്ട് ഇതുപോലെയായിട്ടുള്ള മനോഹരമായ കാല് വണ്ണച്ച് വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെയല്ലോ. ഒരു എസ് കഴിഞ്ഞ ആ മുതലയുടെ ആകൃതിയിലാണ്. കുറെ കഴിയുമ്പോൾ അകത്തൊക്കെ പ്രകാശിക്കും, നമ്മുടെ ഉള്ളിലേക്ക് ചിത്തം പ്രകാശിക്കുക എന്ന് പറയും. പ്രകാശിക്കുക എങ്ങനെ കാണിച്ചു തരാൻ കഴിയില്ല. സ്വയം ഉള്ളിൽ നിന്ന് പ്രകാശിക്കുമ്പോൾ അനുഭവിക്കാനേ കഴിയുള്ളൂ. പ്രകാശിക്കുമ്പോൾ കാണുന്നത് അകത്ത്, പുറത്ത് കാണുന്നത് ഇത്, അകത്ത് കാണുന്നത് ഇത്. കാല് വണ്ണച്ച് വെച്ചുകൊണ്ട് മനോഹരമായ 2 പാദങ്ങൾ, അതിലെ നഖമണികൾ, ഭഗവാന്റെ പാദങ്ങളുടെ നഖം മനോഹരമായിട്ടുള്ള കൊടുത്തിരിക്കുന്ന മഞ്ഞപ്പട്ട്, അറിയില് പുറമേ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ, ഒതുങ്ങിയ വയറ്, തിരിഞ്ഞ മാറിടം, കൈവള, തോളള, ശംഖ് പോലെ മനോഹരമായ കഴുത്ത്. ഭഗവാന്റെ കഴുത്ത് നമ്മളകത്ത് കാണുക ചിത്രത്തിൽ. പുറമെ കാണുന്നത് എന്താ? ശിശുമാര സ്വരൂപ നക്ഷത്രം. അകത്ത് കാണുന്നത് എന്താ? ശംഖ് പോലെ മനോഹരമായ കഴുത്ത്, തൊണ്ടിപ്പഴം പോലെ തുടുത്ത മനോഹരമായ ചുണ്ടുകൾ, പുഞ്ചിരിക്കുമ്പോൾ മുല്ല മൊട്ടുകൾ പോലെ പുറത്ത് കാണുന്ന ദന്തനിരകൾ, പല്ലുകൾ, കുങ്കുമച്ചേപ്പ് തുറന്ന് വച്ചതുപോലെ 2 കവിളണകൾ. ഭഗവാന്റെ കവിളി തൊട്ടാൽ കുങ്കുമം ഇല്ലെന്ന് നമുക്ക് അതിന് വിശദമൊക്കെ പറയുമെങ്കിൽ കേൾക്കും പറയാൻ നമുക്ക് പാരമ്പര്യങ്ങളൊക്കെ. മനോഹരമായിട്ടുള്ള മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള 2 കുണ്ടലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. എളിൽ പോലെ മനോഹരമായ ഒരു മൂക്ക്, അതിന് മുകളിൽ താമരപ്പൂവിന്റെ ഇതളുകൾ പോലെ മനോഹരമായ 2 മെഴികൾ, അതിന് മുകളിൽ അതിന് വശത്തായിട്ട് താമരപ്പൂമ്പൻ ചാലിച്ച് തേച്ചതുപോലെ കറവഴികൾ, അതിന് മുകളിൽ മഴവിൽക്കൊടി പോലെ മനോഹരമായ പുതിയക്കൊടികൾ, അതിന് മുകളിൽ മനോഹരമായ നെറ്റി, കുറി അല്ലെങ്കിൽ ചിത്രകിടക്കുന്ന മുടിച്ചുറുകൾ, പീലി, മനോഹരമായ ഒരു പീലി കണ്ണം. ഇതാണ് ഭഗവാന്റെ. അത് നമ്മൾ അകത്ത് കാണും. പുറത്ത് കാണുന്നത് എന്താ? ശിശുമാര സ്വരൂപം. ഇത് തന്നെ ജീവിതം. ഈ പുറത്ത് കാണുന്നതാണ് നമ്മൾ ഭ്രമിച്ച് നടക്കും. പിറ്റേ ദിവസം വൈകുന്നേരം നമ്മൾ അങ്ങോട്ട് നോക്കി നിൽക്കും. പക്ഷെ വെറുതെ കാണണം എന്നുള്ള ആളാണെങ്കിൽ ഭഗവാനെ അകത്ത് സാക്ഷാത്കരിക്കണം എന്നുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യമായി പറഞ്ഞത്. പിറ്റേ ദിവസം പോയി നോക്കിയിട്ടും 2 നക്ഷത്രത്തെ കണ്ടു. പിന്നെ സീരിയലിന്റെ സമയമായി. കൃത്യം 6:50 നക്ഷത്രം കണ്ടു. 7 മണിക്ക് സീരിയൽ. അച്ഛൻ മകനെ വഴക്ക് പറയും. പിന്നെ ഞാൻ തന്നെ പോയി നോക്കണമെന്ന് മകൻ പറയുന്നു. അമ്മ ഇറക്കി വിടണം, മറ്റൊരാളെ അടിക്കണം. 7 മണി വരെ നമ്മൾ ശിശുമാര സ്വരൂപം കണ്ടു. പിന്നെ കാണുന്നത് ഇതാ നക്ഷത്രങ്ങളൊക്കെ തൂക്കുകളൊക്കെ ആടിയോ ഓർഡറാടിയോ ഒക്കെ പറഞ്ഞ സീരിയലുകളാണ്. പിന്നെ എങ്ങനെ ചിത്തം പ്രകാശിക്കും? അവിടെ നിന്നുകൊണ്ട് അതിനെ വലിച്ചെടുക്കണ്ടേ ചിത്രത്തിലേക്ക്, ചിത്രത്തിലേക്ക്. അത് മനസ്സിലേക്ക് പകർന്നോളും. പകർന്നേ നമ്മൾ മനസ്സിലേക്ക് ഉറക്കണ്ട. മനസ്സിന് ആഗ്രഹം എനിക്ക് വേണം, എനിക്ക് വേണം. കൊച്ചു പിള്ളേരെ പോലെ മനസ്സ് എനിക്ക് ആനന്ദം അനുഭവിക്കണം, എനിക്ക് ആനന്ദം അനുഭവിക്കണം, എന്നെ ഒന്ന് വിട്ടുതാ ഈ വിഷയങ്ങളിൽ നിന്ന് എന്ന് പറയേണ്ടത് കുറക്കില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യും? അത് ഇങ്ങനെ കണ്ടാൽ നോക്കാനുള്ള അവസരം ഉണ്ട്. ഇങ്ങനെ കണ്ടിട്ട് നേരെ വലിച്ച് ആ കാണുന്ന രൂപം ഇപ്പൊ 8 എന്നുള്ള രൂപം ഭഗവാന്റെ രൂപം അതല്ലല്ലോ. ഈ രൂപം നമ്മൾ കണ്ടുകൊണ്ട് അതിൽ ചൈതന്യം ചിത്രത്തിലേക്ക് പ്രകാശിപ്പിച്ചിട്ട് ഇതായി കാണണം. കുറെ കഴിയുമ്പോൾ നമ്മൾ അതായിട്ട് മാറും. ആദ്യം കാണുള്ളൂ അതായിട്ട്.
അത് കഴിയുമ്പോൾ ശിവോഹം എന്നൊക്കെ പറയുന്നവര്, കൃഷ്ണോഹം എന്നൊക്കെ പറയുന്നവര്, കൃഷ്ണനായിട്ട് അങ്ങോട്ട് മാറുകയും നമ്മൾ ഒരു വ്യത്യാസമില്ല. പീഡി ഉണ്ടാവും, നമ്മളിൽ എല്ലാം ഉണ്ടാവും. ഉണ്ടാവും, ഉണ്ടാവും, നമ്മുടെ തന്നെ കൃഷ്ണൻ നമ്മളുണ്ടാവും വൈകുണ്ഠത്തിൽ ഭഗവാന്റെ കൂടെ. അതിനാണ് ശിശുമാരശ്വരം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയുടെ താഴെയുള്ള ലോകങ്ങൾ, അതിന് മുകളിലുള്ള ലോകങ്ങളൊക്കെ വർണ്ണിച്ചിട്ടാണ് ഏറ്റവും താഴെയുള്ള അദ്ദേഹം തലാതല പാതാളം എന്നൊക്കെ പറഞ്ഞ കുറേ ലോകങ്ങളുണ്ട്. സ്വരത്തിൽ മഹാദേവി, പിന്നെ രാമനാഥപുരം വരും കേൾക്കാൻ നമുക്ക്. ഏറ്റവും താഴെയുള്ള അനന്തന്റെ ആസ്ഥാനമാകുന്ന അനന്തപുരി വർണ്ണിക്കുക. അനന്തപുരിയുടെ ആ വർണ്ണന എത്ര മനോഹരമായിട്ട ഭാഗവതില്. നമുക്ക് സാധാരണ രീതിയിൽ അനന്തൻ എന്ന് പറയുന്ന ആ ഭഗവാന്റെ ശയിക്കുന്ന അനന്തൻ എന്ന് പറയുന്ന എത്രയോ ഐശ്വര്യത്തിന്റെ ഇരിപ്പിടമാണെന്ന് നമുക്കിപ്പോ തന്നെ അറിയാലോ. ശ്രീപരമനാമസ്വാമിക്ഷേത്രത്തിലെ സ്വത്ത് ഇപ്പോഴും എണ്ണി തീർന്നിട്ടില്ല. ഒരു ശങ്കരാചാര്യ സ്വാമികൾ ഇങ്ങനെ അനന്തനെ സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെ ആവാഹിച്ചു കൊണ്ടുവന്ന് കയ്യിൽ സ്ഥാപിച്ചതാണ്. അവിടെ ഇത്രയും സ്വത്താണെങ്കിൽ സാക്ഷാൽ അനന്തപുരി ഇത്രയും സ്വത്ത്. അതായത് ഭാവനയിൽ കണ്ടു നോക്കൂ. വെറുതെ ഭാവനയിൽ മനസ്സങ്ങ് വിശാലാവട്ടെ. ഇതിനെ ചുരുക്കി പിടിച്ചോണ്ട് ഞാനും എന്റെ വീടും കൊച്ചാടനും എന്റെ ഇതെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്ന എന്തിനാ? വിശാലാവട്ടെ. ലോകം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഭാഗവതത്തിലായിട്ട് രണ്ടാമത്തെ അധ്യായത്തിലൊക്കെ. ഭഗവാൻ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. എനിക്കെന്തിനാ ഞാൻ ഈ കുറച്ച് സ്ഥലത്ത് നിൽക്കുന്നത്? ഈ അടുത്തിൽ ഭഗവതി ഇങ്ങനെ എവിടെ വന്നിരിക്കണത്? എന്നെ കാണാൻ, എന്നെ നോക്കാനായിട്ടാണ്. പക്ഷെ ഭഗവതി ഇവിടെ മാത്രമേ ഉള്ളൂ. വിദ്യാചാര്യത്തിൽ പോയി അവിടെ കാണാം വിദ്യാചാര്യ നിവാസത്തിരിക്കുന്നത്. എവിടെ പോയാലും കാണാൻ ഭഗവതി. ഇത് ഇവിടെ വന്നിരിക്കുന്ന എന്നെ നോക്കാൻ, എന്നെ കാണാൻ. ആ ബോധത്തോടു കൂടി നമ്മൾ പ്രപഞ്ചം മുഴുവൻ ഞാനുണ്ട്, ഇപ്പൊ ഇവിടെ ഇരിക്കണമെന്നേ ഉള്ളൂ, നാളെ എവിടെയെന്ന് അറിയാൻ പറ്റില്ല എന്നുള്ള ഭാവത്തിൽ നടന്നിരിക്കുന്ന ആളായിട്ട് കാണണം. അങ്ങനെ അനന്തപുരി, മനോഹരമായുള്ള അനന്തപുരിയില് അനന്തനെ വർണ്ണിക്കുന്ന ഒരു ഭാവമൊക്കെ ഉണ്ട്. അവിടെ അനന്തന്റെ രൂപം വർണ്ണിക്കും. ഈ പുരുഷൻ എന്ന് പറയുന്ന ഒരാളുകൾ ലോകത്ത് ആ ഭാഗവതത്തിലെ പുരുഷ സൗന്ദര്യം ഇങ്ങനെ വർണ്ണിക്കും. നമ്മൾ ഇതെന്താ സ്ത്രീകളെ കുറിച്ച് വർണ്ണിക്കാതിരുന്ന? സ്ത്രീകൾക്ക് നമ്മളൊക്കെ സ്ത്രീകളാണ്. നമ്മളെ കുറിച്ച് എന്തിനാ വർണ്ണിക്കണത്? ഒരാളേ ഉള്ളൂ പുരുഷൻ, ഭഗവാൻ മാത്രം. അതുകൊണ്ടാണ് പുരുഷ സൗന്ദര്യം മിക്കവാറും വർണ്ണിക്കും. ആനന്ദന്റെ പുരുഷ സൗന്ദര്യം വർണ്ണിക്കും. ഇവിടെ ഒരു പുരുഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഏറ്റവും സൗന്ദര്യത്തിന്റെ തെളിവ് എന്ന് പറയുന്നത് തോളാണ്. തോള് നടക്കുന്നത് ഇങ്ങനെ പൊങ്ങി താഴുന്നത്, പൊങ്ങി ഇങ്ങനെ താഴും. ചുമല്, കാളകളെ സ്കന്ധം എന്നാണ് ചുമല്, പുരുഷസ്കന്ധം എന്നാണ് പറയുക. പൊങ്ങി ഇങ്ങനെ താഴും നടക്കുന്നത്. പറയുന്നതൊക്കെ അറിയാം ആ പുരുഷൻ സുന്ദരനാണെന്ന്. ഇവിടെ പൊങ്ങി താഴുന്നത്. ഇവിടെ അനന്തന്റെ അത് ഇരട്ടിയാണ്. കലപ്പ ഇങ്ങനെ തോർത്ത് വെച്ചിട്ട് ഇവിടെ പറഞ്ഞാൽ തോർത്ത് വെച്ച് കഴുത്തിൽ ഈ തോളിലേക്ക് മാറ്റി വയ്ക്കും. അപ്പൊ കലപ്പ വെച്ച് കഴിഞ്ഞാൽ തഴക്കമുണ്ട്. ഇവിടെ കുറച്ച് ഈ തോളിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ രണ്ട് തോളിലും കലപ്പ ഇടയ്ക്ക് തഴങ്ങും. സ്വതേ പൊങ്ങിയത ചുമലും, ഇരട്ടി മധുരം, ഇരട്ടി സുന്ദരി. അങ്ങനെ ഭഗവതി പറയാറ് ആ സൗന്ദര്യത്തിന്റെ ഭാവനെ കാണണം കേട്ടോ. ശ്രദ്ധിക്കാണ്ട് ആ അദ്ദേഹം എടുത്തിരിക്കുന്ന നീല വസ്ത്രം, നീലപ്പട്ട, അഥവാ മഞ്ഞപ്പട്ട, അതിന്റെ നീലപ്പട്ട, ഏക കുണ്ടല എന്ന് പറയും. ഒരു ചെവിയില് കുണ്ടല കണ്ടിട്ടുള്ളത്. അത് പറയുമ്പോൾ ചില ആളുകൾ ഒരു ചെവിയിൽ കുണ്ടലിട്ടുകൊണ്ട് നടക്കും ഫാഷനായിട്ട്. അത് ഫാഷനായിട്ട് വേണ്ടിയിട്ടുള്ള നടക്കാം. പക്ഷെ അനന്തന്റെ ആ അനുകരണം എന്ന് പറയാൻ പറ്റില്ല. അനന്ത അനുകരണമാണെന്ന് പറയണമെങ്കിൽ അനന്തന്റെ മഹിമയെ ഉൾക്കൊള്ളുകയും വേണം, നമ്മൾ ഉൾക്കൊള്ളുകയും വേണം. അഥവാ അനന്തന്റെ ഏക കുണ്ടലം എന്ന് പറയുന്നത് കുണ്ടലിനി ചക്രയിൽ നിന്ന് ഇതിനെ ഒറ്റ പ്രയത്നങ്ങൾ കൊണ്ടുപോയി വരാൻ കഴിയുന്ന ആളെന്ന് എന്ന അർത്ഥത്തിലും, അല്ലെങ്കിൽ പ്രകാശം എവിടെയും കടത്താൻ കഴിയുന്ന ആളുകളുടെ അർത്ഥത്തിലൊക്കെ എന്ന് പറയണമെന്ന് അദ്ദേഹത്തെ നമ്മൾ ഒരു പുരുഷനായിട്ട് കണ്ട് ധ്യാനിക്കുക. ഒരു മിനിറ്റ് പറഞ്ഞു രൂപം, ഭഗവാൻ രൂപം പറഞ്ഞല്ലോ, കൃഷ്ണൻ രൂപം പറഞ്ഞല്ലോ മനോഹരമായിട്ട്. അത് തന്നെ ആണെങ്കിലും ബാക്കിയൊക്കെ ശരിയാണ്. പക്കെടുത്തിരിക്കുന്ന നീലയും ഇവിടെ ഇങ്ങനെ ഒന്ന് കൂടുതൽ സൗന്ദര്യമായിട്ട് പൊങ്ങി താഴെ വിളിച്ചൊന്നും കണ്ടിട്ട് ഒരു വല്ലപ്പോഴും ചെയ്തു നോക്കൂ. നമ്മൾ വരുന്ന മാറ്റം അറിയാം. പറയും തസ്സീഹി നാഗരാജകുമാരിയ ആശിഷ ആശാസാന സ്റ്റാർവാങ്ക വലയ വികസിത വിശദ വിപുല ധവള സുഭകരിച്ചിര എന്ന് പറഞ്ഞ് രജസ്വദേശ അതിൽ തന്നെ പങ്കാളേന അവലംബിത എന്ന് പറഞ്ഞൊരു ശോഭത്തോടെ അവിടെ നാഗരാജകുമാരിമാർ ചെയ്യണത് അങ്ങനെ ഒരുക്കണത്. നാഗരാജകുമാരിമാര് നമ്മള് അങ്ങനെ ഒരുക്കണ എങ്ങനെ നോക്കൂ. അഖിലും ചന്ദ്രനൊക്കെ ഇങ്ങനെ അരക്കുകയാണ്. അഖിൽ നമുക്കൊരു വസ്ത്രമുണ്ട് ചന്ദ്രൻ, അത് അറിയൂലോ. അരച്ച് നല്ല തണുപ്പാ. ആനന്ദന്റെ ദേഹത്ത് ഇങ്ങനെ പൂശിക്കൊണ്ടിരിക്കുക. മനസ്സുകൊണ്ട് പൂശിയത് വെറുതെ ഇങ്ങനെ നിർജീവമായിട്ട് ദുഃഖിച്ച് ജീവിക്കേണ്ടവരാണ്ടിരിക്കാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ പൂശി ആനന്ദന്റെ താഴെ മുതലേ നാഗരാജകുമാരി പൂശുന്ന പോലെ അഖിൽ ചന്ദനം ഒക്കെ അരച്ച് രജത സ്തംഭം പോലെ ആനന്ദന്റെ കൈകൾ വെള്ളിത്തുണ്ണ പോലെ. രജതെന്ന് വെച്ചാൽ വെള്ളി, സ്തംഭം തുണ്ണ പൂശിക്കൊണ്ടിരിക്കുക. ഇരുവശത്ത് പൂശിക്കൊണ്ടിരിക്കുക. ഇരുവശത്ത് നിന്നുകൊണ്ട് അങ്ങനെ പൂശി വരുമ്പോ
കഴുത്ത് പൂശി കവിളത്തേക്ക് പൂശി വരുമ്പോൾ അവരറിയാതെ മിഴികളിലേക്ക് നോക്കി പോകും. അത് നോക്കി പോകില്ല നമ്മളിങ്ങനെ പുഷുമ്പോൾ അവര് മോഹാരസപ്പെട്ട് വീഴുകയാണ്. ആ അനുഗ്രഹത്തിന്റെ അനുഗ്രഹ വായ്പുകൊണ്ട് അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ കുത്തിയൊഴുക്കുകൊണ്ട് കൃപാകടാക്ഷത്തിന്റെ കുത്തിയൊഴുക്കുകൊണ്ട് അവർ മോഹാരസപ്പെട്ട് വീഴുക. വീണ്ടും എഴുന്നേറ്റുകൊണ്ട് ഇങ്ങനെ തന്നെ ഒരു ദിവസം വല്ലപ്പോഴെങ്കിലും ഒന്ന് രാവിലെ എഴുന്നേറ്റുകൊണ്ട് നേരം ധ്യാനത്തിനാണ് ഞാൻ ധ്യാനിക്കണമെന്ന് കണ്ടുകൊണ്ട് ഞാൻ നാഗരാജകുമാരിയാണെന്ന് കണ്ടുകൊണ്ട് ഒന്നിങ്ങനെ പൂശി നോക്കൂ. ആ കൊല്ലമെങ്കിലും അയാളുടെ ജീവിതത്തിൽ താപം ഉണ്ടാവില്ല. ഒന്നിന്റെ കാലാവസ്ഥയുടെ താപം ഉണ്ടാവില്ല, ജീവിത പ്രയാസങ്ങളുടെ താപം ഉണ്ടാവില്ല, ഒന്നിന്റെ താപം വെച്ചാൽ ദുഃഖം ഒരു ചൂട് ഉണ്ടാവില്ല. കാരണം അകിലും ചന്ദ്രനൊക്കെ തണുപ്പുള്ള വസ്തുക്കളാണ്. അത് നമ്മൾ മനസ്സുകൊണ്ട് പൂശി നോക്കുക അനന്തന്റെ ദേഹത്ത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള മനോഹരമായുള്ള ഭൂഘടനയാണ് ഈ പറഞ്ഞു തന്നത് കേട്ടോ. അതിൽ മനോഹരമായുള്ള ഭൂഘടനയൊക്കെ പറഞ്ഞിട്ടാണ് ഒടുവിൽ ആരാണ് ധ്യാനമാനാണെന്ന് പറയോടെ ആരാണ് ധ്യാനത്തിനെ ധ്യാനിക്കുന്നത്. അയാൾക്ക് പിന്നെ ഒന്നും നേടാനില്ല. എന്താ വെച്ചാൽ ഭഗവാൻ ധ്യാനത്തിന്റെ മുകളിലാണ് ശയിക്കുന്നത്. ഈ ധ്യാനിക്കുന്ന അയാളുടെ ചിത്തത്തിലാണ് ഭഗവാൻ ശയിക്കുന്നത്. പിന്നെ അയാളുടെ ചിത്തം പ്രകാശിക്കാൻ വേറെ എന്തെങ്കിലും വേണോ? വേറെ എവിടെയെങ്കിലും വഴിപാട് കഴിക്കണോ? എന്തെങ്കിലും ജപിക്കണോ? ഒന്നും വേണ്ട. ചിത്തം സ്വതേ പ്രകാശിച്ചുകൊണ്ടിരിക്കും. അനന്തനെ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നതുകൊണ്ട്, അവിടെ ഭഗവാൻ ശയിക്കുന്നത് കൊണ്ട് ആനന്ദ ശയനത്തിൽ അതിനൊക്കെ നമ്മൾ പരിശ്രമിക്കുക. നമ്മൾ വെറുതെ കേൾക്കുക എന്നുള്ളത് ഒരു കേൾവിക്കാരായി മാത്രം മാറേണ്ടത്. നമുക്കൊക്കെ അനുഭവമല്ലേ വേണ്ടത്. ഇന്നത്തെ ഞാൻ ആവരുത് നാളെ, ഇന്നത്തെ ഞാൻ ആയിരുന്നില്ല ഇന്ന്. ഇവിടെ സത്രം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓരോ ദിവസം കഴിയുന്നതോറും 24 സപ്താഹം കഴിഞ്ഞതോടുകൂടി കേട്ടവർക്ക് അറിയാം. ഓരോ ദിവസം ഓരോ കൊല്ലം കഴിയുന്നതോറും എന്നിലൊരു മാറ്റമുണ്ട്. എനിക്ക് തലമുടി നരച്ചിട്ടില്ലായിരുന്നു. ആദ്യത്തെ സപ്താഹത്തിന് 24 നരച്ചു മാറ്റം. കൈ ഇങ്ങനെ നല്ല ആരോഗ്യമായിരുന്നു. ആദ്യത്തെ സപ്താഹത്തിന് ഇപ്പോൾ വല്ലാണ്ട് ചുപ്പിച്ചൊളിഞ്ഞു മാറ്റം. അതല്ല മാറ്റം, അതല്ല നിർവൃതി നിറവൽ. ഓരോ സപ്താഹം കഴിയുമ്പോഴും എനിക്ക് ഉണ്ടെന്നും മതി എന്നുള്ള തോന്നൽ. അതാണ് നിർവൃതി. എൻ്റെ കയ്യിൽ 10 രൂപയുണ്ട് മതി, എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട് മതി, അല്ലെങ്കിൽ 1000 രൂപയുണ്ട് മതി, എനിക്കൊരു വീടുണ്ട് മതി, ഒരു കാറുണ്ട് മതി. ആ തോന്നലിന് നിർവൃതിയുടെ ഏറ്റവും ഉച്ചസ്ഥായി എന്ന് പറയുന്ന അവസ്ഥ. എല്ലാം എനിക്കില്ല എന്നുള്ള അവസ്ഥ ഇല്ല, ഉണ്ടെന്ന് മതി എന്ന് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിർവൃതി എന്ന് പറയുന്നത്. അത് നമ്മൾ ഉണ്ടാവും. ഓരോ സപ്താഹം കഴിയുമ്പോഴും ഉണ്ടായി വന്നിട്ടുണ്ടാവും. ഓരോ സപ്താഹം കഴിയുമ്പോഴത്തേക്ക് ശരിക്കും നമുക്ക് തോന്നണം, എനിക്ക് ഇന്നലെ വരെ ഒരു വീട് പുതിയത് പണിയുന്ന ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ വീട്ടിലൊരു മുറി കുത്തിച്ചേർത്തിട്ടുന്ന ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, ഇന്ന് എന്തേ എനിക്ക് അങ്ങനെ തോന്നാത്തത്? നമുക്ക് തോന്നും സ്വയം. മനസ്സ് ആനന്ദം അനുഭവിക്കുന്നതിലേക്ക് വരുന്നതിന്റെ ലക്ഷണം അതൊക്കെ. എനിക്ക് ഇന്നലെ ഒരു സാമ്പത്തികമായിട്ട് ഒരു ഇത് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, ഇന്ന് ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്ത് എന്ത് കിട്ടിയാലും മതി തോന്നണമെങ്കിൽ എവിടുന്ന് ഈ തോന്നൽ വന്നത്? അപ്പൊ നമുക്ക് ഇപ്പോഴും ആ ആഹാരം കിട്ടാൻ വിഷമമില്ല, ഇപ്പോഴും ആ സമ്പത്ത് ഉണ്ടാക്കാൻ വിഷമമില്ല, പക്ഷെ ഇപ്പോഴും വീടുണ്ടാക്കാൻ വിഷമമില്ല, പക്ഷെ എന്തേ വേണ്ടാന്ന് തോന്നുന്നത്? അതാ നിർവൃതി. ഉണ്ടെന്ന് മതി എന്നുള്ള തോന്നൽ ഏറ്റവും ബുദ്ധിമുട്ടാണ് വരാനും. കിട്ടിയാലും പോരാന്നുള്ള തോന്നൽ വിഷയസുഖങ്ങളിൽ നടക്കുന്നവർക്ക് അത് സമ്മതിക്കില്ല. വിഷയങ്ങൾ അതാണ് അതിന്റെ കുഴപ്പം. ഈ ദക്ഷിണ സുഖി പറയും, ഈ വിഷയങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന ഈ കുഴപ്പമില്ലായിരുന്നല്ലോ, കണ്ടുകൊണ്ട് ഞാൻ ചീത്തതൊക്കെ കണ്ടുകൊണ്ട് നടന്നേനെ. പക്ഷെ പറഞ്ഞാൽ ഞാനത് മറന്നോണ്ടനെ ചീത്തക്കാരികൾ കണ്ടതൊക്കെ നോക്കുകൊണ്ട് വേണ്ടാത്ത ദുർഗന്ധമാണെന്ന് അനുഭവിക്കുന്ന നടന്നിട്ട് മറന്നു. കുറെ കഴിഞ്ഞ് ഞാൻ മറന്നോണ്ടനെ. കുറെ കഴിയുമ്പോൾ തൊക്കുകൊണ്ട് വേണ്ടാത്തൊക്കെ തൊട്ടിട്ട് ഞാൻ കുറെ കഴിയുമ്പോൾ മറന്നേനെ. നാക്കുകൊണ്ട് വേണ്ടാത്തൊക്കെ തിന്നിട്ട് കുറെ കഴിയുമ്പോൾ മറന്നേനെ. ഇപ്പൊ എന്തേ കഴിയാത്ത കൊണ്ട് വേണ്ടാത്തതൊക്കെ കേട്ടിട്ട് മറന്നേനെ. ഈ കഴിയണില്ല. എന്തേ ബ്രഹ്മാവ് സൃഷ്ടിച്ചപ്പോ ഈ മനസ്സിനെ അതിൽ കയറ്റി പിടിപ്പിച്ചു. അതാണ് കുഴപ്പം കാണിച്ചത്. കഷ്ടം. അച്ഛനാ ദക്ഷിണ ബ്രഹ്മാവ്. എന്തിനാ അച്ഛായി ചതി? ഇല്ല, സുഖമായിട്ട് ജീവിച്ചു പോകാറുണ്ടല്ലോ. ഈ മനസ്സിനെ എന്തിനാ ചകര കേട്ട് പട്ടിയെ പോലെ ഇതിലേക്ക് കയറ്റി പിടിപ്പിച്ചത്? ഇപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി? പട്ടിക തീറ്റ കണ്ടാ പട്ടികയിലേക്ക് കുറച്ചുകൊണ്ട് ചെല്ലും. നമ്മൾ ചകര ഇട്ടിട്ടുണ്ടെങ്കിൽ പട്ടികയിലേക്ക് നോക്കി വരയ്ക്കും. എന്റെ ഈ മനസ്സാകുന്ന പട്ടി ഈ വിഷയങ്ങൾ നോക്കി കുറയ്ക്കണോ? അച്ഛൻ ഈ മനസ്സിനെ പട്ടിയെ കെട്ടഴിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നോ? ഇല്ല, എന്റെ കൂടെ സൃഷ്ടി സമയത്ത് ആ മനസ്സിനെയാണ് കയറ്റി കൊടുത്തത് കയ്യിലേക്ക്. ഞാൻ ഇനി തിരിച്ചെടുക്കാൻ പറഞ്ഞ പാട്. ഈ അറ്റാച്ച്മെന്റ് വന്ന കൂടാൻ ഏറ്റവും എളുപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്കുള്ള വാസന. എന്റെ ജീവിതത്തിൽ പോയി അറ്റാച്ച്മെന്റ് ഈ ഒട്ടൽ വന്ന് പോയി. ഒട്ടൽ വന്നാൽ പിന്നെ എങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എങ്ങനെ ഭക്ഷണം? അത് വാസനകൾ ദുർവാസനകളാണ്. മുൻജന്മങ്ങളിൽ കൊണ്ടുവന്നതുകൊണ്ട് ഈ ജന്മങ്ങളിൽ മാത്രമല്ല, ജന്മങ്ങളായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ പ്രാരബ്ധത്തിന്റെ പഴന്തുള്ളി കേട്ടെന്ന് വേണമെങ്കിൽ പറയാം. പുറത്ത് വെച്ചിട്ടാ വന്നിരിക്കണം. എല്ലാവരുടെയും പുറത്ത് ചുമറുണ്ട് വരുമ്പോൾ, എല്ലാവരും പുറത്തുണ്ടത്. അത് കൊണ്ടുവന്നിരിക്കുക. പിന്നെ എങ്ങനെ വിഷയങ്ങളിലേക്ക് ഒട്ടുന്നത് പറിച്ചെടുക്കാൻ പറ്റില്ല.
അപ്പൊ അച്ഛനെ സൃഷ്ടിച്ചു തന്നപ്പോൾ പൊട്ടി പറിച്ചെടുക്കാൻ പറ്റിയ ഒരു വഴിയും കൂടി അച്ഛൻ തന്നിട്ടുണ്ട്. അത് കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയാം. പലർക്കും ദക്ഷിണ കാണാൻ കഴിഞ്ഞു. ആദ്യം ശിവൻ എന്ന കൊണ്ട് കുറെ ദോഷമൊക്കെ അനുഭവിച്ചെങ്കിലും പിന്നെ നന്നായിട്ട് തിരിച്ച സമയത്ത് ദക്ഷൻ സുഖിക്കണമാണ്. എങ്ങനെ കാണാൻ കഴിയണത്? എങ്ങനെയാ? മനസ്സ് ഇതിലേക്ക് ഒട്ടിപ്പിടിക്കുമ്പോൾ മനസ്സിനെ നമ്മൾ ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴെങ്കിലും ഒക്കെ ഇതുപോലെ സജ്ജനങ്ങളിൽ വന്നിരുന്നുകൊണ്ട് സത്സംഗത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് ഒട്ടും. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കേട്ടോണ്ടിരുന്നാലും ഒരു നിമിഷം ചിലപ്പോൾ ഒട്ടുക. അപ്പൊ ആ ഭഗവാന്റെ രൂപം പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു അവയവത്തിന്റെ ഒരു ഭാഗമായിരിക്കും മനസ്സിൽ കയറി പിടിക്കുക. പാദം മുതൽ പീലി വരെ പറഞ്ഞ കൂട്ടത്തില് എല്ലാം കേശാധിപാതമൊന്നും മനസ്സിൽ നിൽക്കില്ലാറുണ്ട്. പക്ഷെ ഒരു ഭാഗം ചിലപ്പോൾ കയറി ഒട്ടിപ്പിടിക്കും. മതി. ഈ ഒട്ടല് വർദ്ധിച്ച് വരും. അതെന്ത് വേറൊരുവിടെ ചെയ്യുന്നത്? ഇതിനു മുമ്പ് ഒട്ടിപ്പിടിപ്പിച്ച് വെച്ചാൽ തൂത്ത് കളഞ്ഞോണ്ട് ഇരിക്കും. അതാണ് രണ്ട് കാര്യം ഒന്നിച്ച് ചെയ്യും സജ്ജനങ്ങളിലേക്ക് വരുന്നു കഴിഞ്ഞാൽ. ഒന്ന്, വിഷയസുഖങ്ങളിലേക്കുള്ള ഒട്ടല് നമ്മൾ ഒട്ടിച്ച് വെച്ചോണ്ടിരിക്കുന്നത് അറ്റാച്ച്മെന്റ് അല്ലെ, കുടുംബം, പേര്, പ്രശസ്തി പലതിനുള്ള അതിനെ തൂത്ത് കളഞ്ഞുകൊണ്ടിരിക്കും. രണ്ട്, ഭഗവാനിലേക്ക് ഒട്ടല് കുറേശ്ശെ വേണ്ടത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ബുദ്ധിയല്ലേ. ബുദ്ധിമാൻ എന്ത് ചെയ്യുക? അപ്പൊ ലക്ഷം പറയാണ്, ബുദ്ധിമാനായ ലക്ഷം പിന്നീട് പറയാണ് സുഖിക്കുമ്പോൾ ബുദ്ധിമാൻ എന്ത് ചെയ്യും? ഒരു വേറെ ഒരു വിഷമം ചെയ്യില്ല. എന്താ? അയാൾക്കറിയാം മനസ്സിനെ ബലമായിട്ട് ഒട്ടല് ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു നല്ല സൗന്ദര്യം കണ്ടാൽ നമ്മൾ ആസ്വദിക്കും. അല്ലെങ്കിൽ അയാൾ ഒന്നൊരു കപടനാട്യക്കാരനാണ്, അല്ലെങ്കിൽ വികസനാണ്, ഒന്നൊരു കാവട്ടിക്കാരനാണ്. നല്ല ഭക്ഷണം കണ്ടാൽ നമ്മൾ കഴിക്കും. ഒന്നുകിൽ അയാള് അസുഖങ്ങളായിരിക്കും, അല്ലെങ്കിൽ കപടനാട്യക്കാരനായിരിക്കും. നല്ല ഗന്ധമാണ് നമ്മൾ മണക്കും. ഭഗവതിയുടെ പാദങ്ങളിലെ പ്രസാദം നിർമ്മാണം എടുത്ത് തരുമ്പോൾ, മേശാന്തി തരുമ്പോൾ നമ്മൾ കിട്ടിയ എന്താ ചെയ്യാ? മണക്കും. എന്തേ? അല്ലയോ തുളസി, ചെത്തി, ഈ അബ്ദുൽ ഭഗവതിയുടെ പാദങ്ങളിൽ നീ കിടന്ന് രമിച്ചോളല്ലേ? എനിക്ക് ഒരിക്കലും അത് കഴിയില്ല. ഭഗവതിയുടെ പാദങ്ങളിൽ കയറി കിടന്ന് രമിക്കാൻ നീ സാധിച്ചോളല്ലേ? നിന്നെ മണത്തുകൊണ്ട് ഞാനൊന്ന് അനുഭവിച്ചോട്ടെ അമ്മയുടെ പാദങ്ങളുടെ തൃപ്പാദ സകലഗന്ധം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മണക്കും. അപ്പൊ അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെ കൂടിയും നമ്മൾ ഈ ദുർവാസനകൾ വന്നിരിക്കുന്നത് സദ്വാസനകൾ വഴി ഇല്ലാതെ ആവണമെങ്കിൽ ആ മനസ്സതിലേക്ക് കൊണ്ടുവരാൻ വേറൊരു വഴിയില്ല. മനഃപൂർവ്വം നമ്മൾ പരിശ്രമിച്ചാൽ കഴിയില്ല. നമ്മൾ ആകെ ചെയ്യാവുന്ന കാര്യം ശ്രമ ഏതൊക്കെ കേവലം എന്നാണ് പറയുക. ശ്രമിച്ചാൽ മതി. എന്ത്? ഭാഗവത കഥകൾ, ഭഗവാന്റെ കഥകൾ പറയുന്ന സജ്ജനങ്ങളുടെ അടുത്ത് വന്നിരുന്നുകൊണ്ട് ചെവി അടയ്ക്കാതിരുന്നാൽ മാത്രം മതി. ഒരൊറ്റ ഇന്ദ്രിയം, ലക്ഷം പറയും, ഒരൊറ്റ ഇന്ദ്രിയം, ശ്രവണേന്ദ്രിയം. ആദ്യം പറയുന്നുണ്ട് ശുശ്രൂഷണാൻ, ആദ്യത്തിന്റെ ഭാഗത്ത് പറയുന്നുണ്ട് കേട്ടാൽ മാത്രം മതി. ആ ക്ഷണം, ആ സമയത്ത് തന്നെ അയാളുടെ മനസ്സ് അറ്റാച്ച്മെന്റ് വരും. എന്തിലേക്ക്? ഭഗവാനിലേക്ക്. ഒട്ടല് അത് മറ്റുള്ള ഒട്ടലിനെയൊക്കെ തോന്നി കളഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒട്ടൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ ദേഹം മുഴുവൻ, നമ്മുടെ ജീവിതം മുഴുവൻ, നമ്മുടെ കുടുംബം മുഴുവൻ, വംശം കഴിഞ്ഞ് ഒട്ടല് പോകും. നമ്മളൊരാള് ഒട്ടലുകൊണ്ട് മരിച്ചു കഴിഞ്ഞാലും ആ വംശത്തിലേക്ക് എത്തുന്നത് പ്രഭാവിന്റെ 21 തലമുറയാണ് ഭഗവാനുള്ള ഒട്ടൽ നിലനിർത്തിക്കൊണ്ടുള്ളത്. 21 തലമുറ. നമ്മളൊരാൾ ജീവിക്കുന്നതുകൊണ്ട് എത്രയോ നമ്മുടെ തലമുറ നന്നായി പോകുന്നു നോക്കും. അതിനെങ്കിലും വേണ്ടിയിട്ടെങ്കിലും ദശ പറയും. അങ്ങനെയൊക്കെ ഒരു ഗുണം തന്നേക്കുന്നത് ആളുകൾ കാണുന്നില്ല. ദർശ എന്നവരോട് പറയാം. മറ്റൊരാൾക്കാർ വേഗം കാണുകയും ചെയ്യും. വേണ്ടാത്ത കാര്യങ്ങളോട്ട് ഒട്ടിപ്പിടിക്കാൻ നമുക്ക് എന്തെങ്കിലും സാമർത്ഥ്യമാണ് തരും, ഒട്ടിപ്പിടിക്കുകയും ചെയ്യാൻ ഇതിന്. അങ്ങനെ ആ ഓരോന്ന് പറഞ്ഞാണ് ഒടുവിൽ നരകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവസാനത്തെ അധ്യായത്തിന്റെ ഭൂഗോളത്തിൽ മനുഷ്യന് കൂടുതൽ ശ്രദ്ധയുള്ളത് കേൾക്കാനായിട്ട്. കാരണം താൻ നരകത്തിൽ പോകുന്ന ഉറപ്പാണ്. അതിനായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയില്ലെങ്കിലും പാമ്പ് കഴിച്ച് മരിക്കുമ്പോൾ നരകത്തിൽ പോകുന്ന സമയത്ത് പിടിച്ചു നിൽക്കാനുള്ള ശക്തി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കണം. അപ്പോഴാണ് ശേഷികൾ മൂലം കഥ പറയുന്നത്. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ നരകത്തെക്കുറിച്ച് പറയുമെങ്കിലും പാമ്പിനെ, ചത്ത പാമ്പിനെ മനുഷ്യരെ കഴിച്ചിട്ട് അവിടെ പോകുന്നു പറയുകയില്ല ഈ പരീക്ഷണോട്. അപ്പൊ ഒന്നാട് ശ്രദ്ധ കൂടുതലായി. കാരണം അത് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇനി പരീക്ഷത്തിൽ പേടിയും ശ്രദ്ധയും കൂടുതലായിട്ട് ചോദിക്കും. രക്ഷപ്പെടാൻ ഒരു വഴി ഇല്ല അച്ഛ, ഈ പറഞ്ഞ ഈ പറഞ്ഞതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലേന്ന് ചോദിക്കും. ഒരു വഴിയില്ലേ രക്ഷപ്പെടാൻ? നരകത്തിൽ പോകുന്നതിന്റെ കാര്യം ഉറപ്പാണ്. പാവം ചെയ്തവർക്ക് ഇത്രയും നരകം എന്ന് പറഞ്ഞിട്ടല്ലോ. അവരൊക്കെ നരകത്തിൽ പോകുന്ന ഉറപ്പാണ്. കർമ്മം കൊണ്ട് കർമ്മത്തിന്റെ ഗതി ഇല്ലാതാക്കാൻ കഴിയില്ല. ഒരു കർമ്മം നമ്മൾ ചെയ്തിട്ട് കർമ്മത്തിന് വരുന്ന ദോഷം ഇല്ലാതാക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കർമ്മം പിന്നെ ചെയ്തുകൊണ്ടിരിക്കും, അതിന്റെ വര അനുഭവിച്ചുകൊണ്ടിരിക്കും. കർമ്മം പിന്നെ ചെയ്യും, വര അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് മോചനം എന്ന് പറഞ്ഞൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴാണ് ഉണ്ട് എന്ന് പറഞ്ഞ ശേഷം പറയും ഉണ്ട്.
ചില കാര്യങ്ങളിൽ പാപമൊക്കെ ചെയ്താലും പ്രായശ്ചിത്തം ചെയ്താൽ മോചനാവും. ചിലതിനൊക്കെ എങ്ങനെ എല്ലാത്തെന്ന് പറയാൻ പറ്റില്ല. ചില അമ്മ കല്ലിന്നൊക്കെ പറഞ്ഞ അമ്മയെ വിഷമിപ്പിച്ച പ്രായശ്ചിത്തം ഇല്ല. ഇന്ത്യയിൽ അമ്മ അടിക്കുക, അമ്മയുടെ നേരെ കയ്യോങ്ങുക, പ്രായശ്ചിത്തം ഇല്ലാത്ത പാപങ്ങളുണ്ടാക്കി അത്. അല്ലാതെ സാധാരണ പാപങ്ങൾക്ക് നമ്മൾ കാഴ്ചപ്പാടിലെ പാപമായിട്ട് തോന്നുന്ന എനിക്ക് അതിൻ്റെതായ പ്രായശ്ചിത്തങ്ങളുണ്ട്. അർഹതപ്പെട്ട രീതി ചെയ്യണമെന്ന് മാത്രം. ഒരാൾക്ക് വല്ലാതെ ഒരാളെ നമ്മൾ നശിപ്പിച്ചിട്ട് അയാൾക്ക് ഒരു 10 രൂപയോ ഒരു 100 രൂപ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അയാളുടെ ജന്മം മുഴുവൻ അയാൾക്ക് കഴിയാനുള്ളത് കൊണ്ട് കൊടുത്താലാണ് ഏകദേശം പ്രായശ്ചിത്തം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഓരോ പാപത്തിന് അതിൻ്റെതായ പ്രായശ്ചിത്തമുണ്ട്. ചിലതൊക്കെ അപ്പോൾ ചില പ്രായശ്ചിത്തങ്ങൾക്ക് ഒരു ഗുണമുണ്ട്. എന്താ? ചിലതൊക്കെ ഒന്ന് നമ്മൾ അനുസ്മരിച്ചാൽ പോലും പുറമേക്ക് പറയണ്ട, ആ നാമം അല്ലെങ്കിൽ അതിൻ്റെ ആ വാക്ക് അക്ഷരങ്ങളൊക്കെ അനുസ്മരിച്ചാൽ പോലും പാപം ഇല്ലാതാവുന്ന മാത്രമല്ല പാപം ചെയ്യാനുള്ള വാസന പോലും ഇല്ലാതെയാവും എന്ന് പറയുന്നു. പാപം ചെയ്യാനുള്ള വാസന പിന്നെ വരുമ്പോഴാണല്ലോ പ്രായശ്ചിത്തം ചെയ്താൽ ഞാൻ ഇപ്പോൾ തെറ്റ് പാപം ചെയ്തിട്ടില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പാപം ചെയ്യണത്. മനസ്സ് സമ്മതിക്കില്ല. ഇന്ദ്രിയങ്ങളോട് പറയും നീ ഇപ്പോൾ പാപവും ചെയ്തിട്ടില്ല, പ്രായശ്ചിത്തം മതിയാകും കഴിച്ചില്ലേ, നാളെ അകർച്ചകൾ ചെയ്തു, അവിടെ വഴിപാട് കഴിച്ചില്ലേ, ചേട്ടൻ അവിടെ പോയി പാമ്പുമേക്കാട്ട് പോയി അവിടെയൊക്കെ പോയില്ലേ, എന്താ കഴിക്കാൻ കഴിക്കാൻ നിന്നാൽ കണ്ട് പുറത്തേക്കാറുണ്ട്, അടിച്ചിട്ട് പോകില്ലേ. പിന്നെ പറയണം മതിയാകും അകർച്ച ഒക്കെ ചെയ്യും. പിന്നെ ഇത് തന്നെ വഴി കർമ്മം കൊണ്ട് കർമ്മം ഇല്ലാതാക്കാൻ കഴിയില്ല. കർമ്മം കൊണ്ട് കർമ്മത്തിൽ കടന്ന് കുടുങ്ങാനേ പറ്റുള്ളൂ. കടുകെട്ടായിട്ട് നമ്മുടെ മനസ്സാകുന്ന സമ്പരത്തെ കെട്ടാനേ പറ്റുള്ളൂ. കർമ്മം കൊണ്ട് കടുകെട്ടില്ലാതെ കെട്ടാൻ പറ്റില്ല. നമുക്ക് അനുഭവത്തിന് അറിയാം. ഒരു കാര്യം നമ്മൾ ജീവിതം രക്ഷപ്പെടാൻ ഒരു അസുഖം വന്ന് മാറാൻ നോക്കിയിട്ട് അല്ലേ മറ്റേ എല്ലാവരും പറഞ്ഞ പോലെ ഒരു അസുഖം വന്ന് മാറാൻ നോക്കിയിട്ട് വേറെ 4 അസുഖങ്ങളാണ് നമ്മൾ പോയത് കയറിയിട്ട് തിരിച്ചറിഞ്ഞ് വരുമ്പോൾ ചെറിയ അസുഖം ഉണ്ടാവുന്നത്. കാലുവേദന, നടുവേദന, പനി, തുമ്മൽ, വൈദ്യവേദന, ദേഷ്യകടയായി പൈസ മുഴുവൻ പോയതിൻ്റെ കർമ്മം കൊണ്ട് പറ്റില്ല. അപ്പം അത് ഇല്ലാതെ ആവണമെങ്കിൽ ശിശുവും പറയും അങ്ങനെ ഇല്ല, അങ്ങനെ പൊതുവേ പറ്റില്ല. പക്ഷെ ചില കാര്യങ്ങൾ ചില അക്ഷരങ്ങളൊക്കെ വിചാരിച്ചാൽ പോലും അങ്ങനെ പറ്റുമെന്ന് പറയുമ്പോൾ അപ്പോൾ ഭാഗവതിൽ തന്നെ പറയും ജന്മനാഭ പരപുംസ അന്തേ നാരായണ സ്മൃതി. എന്താണ് ഒരാളെ ലാഭം എന്ന് പറയുകയാണ് ശിശുവൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ. അന്തേ അവസാനത്ത് നാരായണ സ്മരണ ഉണ്ടാകും എന്നുള്ളതാണ്. നാരായണ സ്മരണ ഇവിടെ നാരായണ നാമം ജപിക്കുക എന്ന് പറയണമെന്നില്ല. അതാണ് അനുഭവം. എല്ലാ സമയത്ത് നാരായണ 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 ജപിച്ചാൽ അത് നല്ല പറയുക. പിന്നെയോ നാരായണ സ്മരണ ഉണ്ടാവണം. സ്മൃതി പ്രയാസ ജപിക്കാൻ പിന്നെ എങ്ങനെയും കഴിഞ്ഞെന്ന് വരാം. ഒരു പക്ഷേ നമുക്ക് റിക്കാർഡ് ആവശ്യിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ച് പറ്റുന്ന വരാറ്. പക്ഷെ പറ്റില്ല, അതിന് സാധ്യത കുറവാണെങ്കിലും സ്മരണ ഉണ്ടാകാൻ എന്ത് ചെയ്യും? അതായിരിക്കില്ലേ പാടാ. അതിനാണ് ബ്രഹ്മാവ് തന്നെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നാരായണ വര വേദ ദേവ നാരായണ ഗജ നാരായണ വര ലോക നാരായണ വര മഖ നാരായണ വരോ യോഗോ നാരായണ വരം തവ നാരായണ വര ജ്ഞാനം നാരായണ വര ഗതി. ഗതി സുഗതി സുഗതി ചെറിയാണ്. ദുർഗതിനാശിനിയാണ് ഭഗവതി. ദുർഗതി ഇല്ലാണ്ടാക്കി നമുക്ക് സുഗതി തരുന്നതാണ് നല്ല യാത്ര. ആ ഗതി എന്ന് പറയുന്നത് നാരായണനാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നാരായണന്റെ ഒരു അംശം നമ്മളിലേക്ക് വരും. അറിയാണ്ട് ഗതി നമ്മുടെ പോക്ക് എന്ത് പോക്ക് യാത്ര പോണത് ജീവിതത്തിൽ പഠിക്കുന്നത് ഒരു പോക്കാണല്ലോ. പഠിക്കാനുള്ള പോക്ക്, ജോലിക്കുള്ള പോക്ക്, വിവാഹം കഴിക്കാനുള്ള പോക്ക്, അമ്പലത്തിൽ പോക്ക്. ആ പോക്ക് ഗതി. ഈ ശരീരം കൊണ്ട് സ്ഥലത്ത് ഇരുന്നാലും മനസ്സ് പോയിക്കൊണ്ടിരിക്കും, വാക്ക് പോയിക്കൊണ്ടിരിക്കും. വാക്കും മനസ്സും ശരീരവും ഏതെങ്കിലും ഒന്ന് ഉറക്കത്തിലായാലും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മനസ്സ് സ്വപ്നം കണ്ടുകൊണ്ടൊക്കെ ഗതി ഗതി നേരെ ആക്കേ വഴിയുള്ളൂ. ശുദ്ധതയാക്കുക. നാരായണ പരാഗതി. നാരായണൻ എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള പോക്ക്. നാരായണൻ എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള വേദം, അറിവ്. നാരായണൻ എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള യോഗം. ഒരു യോഗം ഒരാൾക്കുണ്ടോ എന്ന് അറിയണത് എങ്ങനെയാണ്? നാരായണ പരമാണ് അയാളുടെ ജീവിതം. നാരായണപരം ആണ് അയാളുടെ തപസ്. തപസ് എന്ന് പറഞ്ഞാൽ എന്താ? കാട്ടിൽ പോയിരുന്നോ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്നോ ചെയ്യുന്ന നല്ല തപസ് എന്ന് പറയുക ഉള്ള ചുട്ടു നീറുക അല്ലെങ്കിൽ ചൂടാവുക, തവിക്കുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കണം അയാളുടെ അവിടെ? എനിക്ക് ഇന്ന് ജനിക്കാൻ പറ്റില്ല. എന്തുമാത്രം ഞാൻ ഫോണിൽ കൂടി സംസാരിച്ചു. ചുറ്റുപാട് കച്ചവടം ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞല്ലോ. ഒരിക്കലെങ്കിലും എനിക്ക് അബ്ദുൽഭാഗിയുടെ ഗുരുവായൂരപ്പൻ്റെ മഹിമ അറിയാൻ പറ്റിയില്ലല്ലോ എന്ന് തനിക്ക് കഷ്ടം. ഇന്ന് എന്തല്ല ഞാൻ പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ അഖണ്ഡ നാമജപം പതിവുണ്ടായിരുന്നു. അഖണ്ഡ നാമജപം പണ്ടൊക്കെ, കുറേ പണ്ടൊക്കെ
രാവിലെ പോലെ ജപിച്ചു കൊടുക്കണം, അമ്മേ നാരായണ ദേവി നാരായണ, അങ്ങനെ, അല്ലെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ. അത് മാത്രമേ ഉള്ളൂ. അത് രാവിലെ മുതൽ ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ നാളെ രാവിലെ 6 മണി വരെ 27 മണിക്കൂറാണ് അഖണ്ഡ നാമജപം. എന്തിനാ ഇപ്പൊ നമ്മൾ കുറച്ച് സഹസ്രനാമാക്കി മാറ്റിയിട്ടുണ്ട്. രാവിലെ മാത്രം സഹസ്രനാമം യജ്ഞങ്ങളിലെ സപ്താഹത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് മതിയോ? അഖണ്ഡനാമജപം നിന്ന് പോയി. കാരണം 27 മണിക്കൂറൊന്നും ഉപയോഗിക്കാൻ ആർക്കും സമയമില്ല, സമയമേ ഇല്ല. ഒരു സമയമില്ല. ഒരു മിനിറ്റ് കഴിഞ്ഞുള്ള റീല് കാണാൻ കഴിയുന്ന സമയമില്ല. ഒരു 10 സെക്കൻഡൊക്കെ വേണമെങ്കിൽ കാണാൻ പറയും, 10 സെക്കൻഡൊക്കെ വേണമെങ്കിൽ. അതുപോലെ സമയമില്ലാതെ നമ്മൾ എങ്ങനെ ഈ അഖണ്ഡനാമജപം 27 മണിക്കൂർ ജപിക്കും? അമ്മേ നാരായണ ദേവി നാരായണ മാത്രം. അതിന് വിഷയം കിട്ടാൻ വാങ്ങിച്ചിട്ടുണ്ട് പല വീടുകളിൽ. സുചിത്രാ മതി അമ്മേ നാരായണ എന്ന് പറഞ്ഞിട്ടുള്ളത്. അമ്മേ നാരായണ ദേവി നാരായണ കണ്ടുപോയ ചിറ്റൂട്ടായിരുന്നു. അമ്മേ നാരായണ ദേവി വലിഞ്ഞുള്ളത് ഇല്ല, അതിന്റെ വയറ് കാട്ടെ അങ്ങനെ കേൾക്കുന്നല്ലോ. എന്നാൽ കുറെയൊക്കെ കേൾപ്പിക്കും, കുറെയൊക്കെ ഒപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് സമയമില്ല 27 മണിക്കൂർ ഇതിനായിട്ട് ഉപയോഗിക്കാൻ. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കും. അങ്ങനെയുണ്ട്. നമ്മളിപ്പോൾ 2 പേര് ജീവിച്ചു തുടങ്ങിയാൽ ഒരാൾ എഴുന്നേറ്റ് പോകും ചായ കുടിക്കാനൊക്കെ ആയിട്ട്. ഒരാൾ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ചു ഇയാൾ പന്തത്ത് പന്തം പിടിച്ചാലുള്ള അവസ്ഥ പോലെ മാറാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം എഴുന്നേറ്റാൽ നിർത്തിയില്ല. ഒരാൾക്ക് വരുന്ന ഞാൻ സിനിമയ്ക്ക് പോയിരുന്നത് കുറ്റാള്. പിന്നെ ആൾ വരുന്നവരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണം അമ്മേ നാരായണ എന്ന് പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കുറെ പേര് ഒന്നിച്ച് സന്നാഹമായിട്ട് വന്ന് ജീവിക്കണം. ഇങ്ങനെയുള്ളതൊക്കെ അതിന് നമുക്ക് സമയമില്ലല്ലോ പൊതുവെ. ആരുമായിട്ടുള്ള ബന്ധങ്ങൾ പറഞ്ഞു വരികയല്ലേ. അപ്പൊ നമ്മൾ ഈ സപ്താഹങ്ങളുടെ യജ്ഞത്തിലൊക്കെ അതുകൊണ്ട് സഹസ്രനാമം ചെലവാക്കി ആദ്യം. അത് അവിടെ കണ്ട് മാത്രം നിർത്തിയാൽ മതിയോ? ബന്ധിരിക്കുമ്പോൾ ആലോചിക്കും, ബന്ധിരിക്കും. ഇപ്പോഴും കണ്ടോ ഈ സപ്താഹത്തിൽ അല്ലാതെ സഹസ്രനാമം ഇരിക്കേണ്ടതല്ലേ? രാവിലെ വിഷ്ണു സഹസ്രനാമം, വൈകിട്ട് ലളിതാ സഹസ്രനാമം. എന്തേ കാരണം? എന്തിനാണ് ഇരിക്കുന്നത്? അതൊരു 1000 നാമം രാവിലെ ജപിക്കുന്നവർ കൊടുത്താൽ 300 ജാപം എടുത്തു നമ്മൾ അന്ന് പറയുന്ന പരദോഷത്തിന് മുഴുവൻ. ഒരാള് വൈകുന്നേരം കിടക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം ചെയ്യണമെന്നാണ് പറയുക. സുഖമാണോ ദുഃഖമാണോ മനസ്സിനോട് ചോദിച്ചാൽ മതി. നമുക്ക് അറിയാം, ചിലപ്പോൾ നമ്മൾ പൊതുവെ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ആരും ചോദിച്ചിട്ടുണ്ടാവില്ല. അമ്പലത്തിൽ അത്യാവശ്യം വന്ന് പരിപാടി കഴിച്ചു, എന്തൊക്കെ സമർപ്പണം ചെയ്തിട്ട് ആഹാരം ആക്കാതെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വൈകുന്നേരം ഒരു വിഷമം മനസ്സിന് എന്താ അങ്ങനെ വരാൻ കാരണം? ഗ്യാസിന്റെ അല്ല, എന്തൊരു വിഷമമുണ്ട് പറയുന്നത്. തിരിച്ചു വരും. നമ്മൾ അന്ന് പ്രത്യേകിച്ച് നല്ല കാര്യമൊന്നും ചെയ്തില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും വൈകുന്നേരം ആകുമ്പോൾ മനസ്സിനാണ് സുഖമാണല്ലോ. എന്താ കാരണം? യോഗം, നാരായണപര യോഗം. നാരായണനിലേക്ക് മനസ്സ് എങ്ങനെ കയറിപ്പോയി യോഗം? എന്തായിരിക്കും നമ്മൾ കുറച്ച് മഹിമ, നാരായണന്റെ മഹിമ നമ്മൾ പറഞ്ഞതിനേക്കാളും കുറഞ്ഞ അന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ വ്യവഹാരം എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, ഭാര്യ ഭർത്താവ് കുട്ടി കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ വ്യവഹാരങ്ങൾ. അതൊക്കെ നാരായണന്റെ മഹിമയേക്കാൾ കുറഞ്ഞേ വന്നിട്ടുള്ളൂ അന്നത്തെ ദിവസം. അതുകൊണ്ട് സുഖം പോയിരുന്നു. മറ്റേ ആ വ്യവഹാരങ്ങൾ, ലോക വ്യവഹാരങ്ങൾ നമ്മൾ ചെയ്യുന്നത് നാരായണന്റെ മഹിമയേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ടോ? ദുഃഖം എനിക്ക്. ആരാണോ നാരായണ അല്ലെങ്കിൽ അമ്മേ ദേവി കൃഷ്ണ എന്ന് പറയുമ്പോൾ കണ്ണെന്ന് നനയണത്, നിറയണ്ട ഒഴിവാൻ വേണ്ട, മുഖ്യ ഭാഗത്ത് നനഞ്ഞാൽ മതി. അയാൾക്ക് പിന്നെ കരയാൻ പറ്റില്ല, ജീവിതത്തിന് പ്രശ്നം ഉണ്ടാവില്ല. അടുത്ത അമ്മയെ വിളിക്കുമ്പോൾ കണ്ണ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് കൈവിട്ട് പോയതിന്റെ വിഷമം അത്. അയാൾക്ക് പിന്നെ കരയാൻ പോലും അയാൾ മോഹിച്ചു പോകുന്ന പറഞ്ഞു. എനിക്ക് കരയാൻ പറ്റണില്ലല്ലോ, എനിക്ക് ദുഃഖം പറഞ്ഞില്ലല്ലോ അമ്മേ, എനിക്ക് എപ്പോഴും ആ സന്തോഷമാണല്ലോ എന്ന് പോലും തോന്നിപ്പോകും. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ മനസ്സ് കൈവിട്ട് പോയിട്ടുണ്ടെങ്കിൽ നാരായണ വര തപ തപസ്സങ്ങനെ നാരായണ വര നമ്മൾ ഒരു തവിക്കണം. എന്തിനാ എന്റെ മനസ്സ് വിഷമിക്കുന്നത്? ഞാൻ ജനിച്ചില്ല അല്ലേ, ഇത്രയായിട്ട് സത്രം നടക്കുന്നുണ്ട്, ഭക്ഷണമാണ് കിട്ടും, എല്ലാ ആഹാരം കിട്ടും, ചൂടില്ലാതിരിക്കാനുള്ള സൗകര്യമുണ്ട്, എല്ലാ എന്റെ സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ പോയിരിക്കുന്നുണ്ട്, ഞാൻ പോയില്ലല്ലോ. കഷ്ടം. മനസ്സ് തവിക്കാതെ നാരായണ വര തപ. അപ്പൊ അങ്ങനെ എല്ലാം നാരായണമയമായിട്ട് വരുന്നതെന്ന് ആദ്യം തന്നെ ബ്രഹ്മാവ് പറയുന്നുണ്ട്. അതാണ് ശിശു പറയുന്നത്. ഒരു ചില പേര് മുഴുവൻ പറയണ്ട, ജനിക്കണ്ട, ഓർത്താ പോലും പ്രായശ്ചിത്തമായി എന്ന് തന്നെയല്ല, പാപം ചെയ്യാനുള്ള വാസന ഇല്ലാണ്ടാവും. അങ്ങനെ ഒരു അത്ഭുതം വരുന്ന എൻ്റെ കയ്യിലുണ്ട്. ഒരു ക്യാപ്സ്യൂളാണ്, ചെറുത് വേണോ ചോദിക്കാണ്. ഗംഗയുടെ കറിയിൽ ഒരുപാട് പേരിട്ടുണ്ട്. പരീക്ഷത്തോട് പരീക്ഷത്തിനാണോ ചാടി അത് വേണമെന്ന് പറയാൻ തോന്നുന്നത്. പരീക്ഷത്ത് പറയും അങ്ങനെ ഒരു ക്യാപ്സ്യൂളോ അതുണ്ടാവില്ല, എന്തായാലും അതുണ്ടാവില്ല. ഞാൻ എല്ലാ കടകളിലും കയറി വാങ്ങിക്കണം. അങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ കുഴപ്പം വാങ്ങിച്ച് അത് വാങ്ങി തിന്നും, പിന്നെ പോയി വേറെ വേണ്ടാത്ത വാങ്ങിച്ച് കഴിക്കുകയോ ചെയ്യുകയോ ചെയ്യും. പിന്നെ ഈ ക്യാപ്സ്യൂൾ അന്വേഷിച്ച് കിടക്കും, കടയിൽ കിട്ടും, വാങ്ങിച്ച് തിന്നും. ഏതെങ്കിലും കടയിൽ വെച്ചിട്ട് വിൽക്കാനായിട്ട് അത് വാങ്ങിച്ച് തിന്നും,
പിന്നെ ഞാൻ പോയിട്ട് വേണ്ടാത്തത് വാങ്ങിച്ച് കഴിക്കും, തട്ടുകടയിൽ അത് വാങ്ങിച്ച് കഴിക്കും, ഇത് വാങ്ങിച്ച് കഴിക്കും, വേണ്ടാത്തത് കാണിക്കും. പിന്നെ ക്യാപ്ഷൻ ഇപ്പം ജീവിതം മുഴുവൻ ക്യാപ്ഷൻ അന്വേഷിച്ച് നടക്കലും ഈ വേണ്ടാത്തത് ചെയ്യുകയായി മാറില്ലേ. എങ്ങനെ കുഞ്ചര ശൗചവൻ ആനെ കുളിപ്പിക്കുന്നത് പോലെ രാവിലെ ചോദിക്കുക. ആനെ കുളിപ്പിച്ചിട്ട് ആനക്കാരൻ എന്ത് ചെയ്യും? നല്ല വിസ്തരിച്ചിട്ട് അങ്ങനെ 3-4 മണിക്കൂർ പണിയാണ്, 4-5 പേരുടെ പണിയാണ് ആനെ തേച്ച് കുളിപ്പിക്കുന്നത്. തേച്ച് കുളിപ്പിച്ച് കൊണ്ട് വീട്ടിൽ നിർത്തിയാൽ ഞാൻ ചായ കുടിക്കാൻ എല്ലാവരും പോകാൻ നോക്കും, ആനെങ്കിലും നോക്കും. നിങ്ങളുടെ പോയെന്ന് ചായക്കടലേക്ക് പോയത് ഇപ്പം വരില്ല എന്ന് കണ്ടിട്ട് ആ മണ്ണ് മുഴുവൻ വാരി എടുത്ത് നേരെ പുറത്തേക്ക്. പിന്നെ അവർ വന്നാൽ പിന്നെ ഇതിൻ്റെ തന്നെ ആവർത്തനം വീണ്ടും തേച്ച് കുളിപ്പിക്കില്ല എല്ലാ ദിവസം. അങ്ങനെ ആവില്ലേ? ഈ ഗുളിക വാങ്ങിച്ച് തിന്നിട്ടില്ല എന്ത് സർവ്വരോഗ സംസാരി എന്ന് പറഞ്ഞ ഗുളിക എന്ത് രോഗം മാറ്റും? അവസാനം മാറാരോഗം പിടിക്കുകയും ചെയ്യും. ഇല്ല രോഗം മാറ്റിയിട്ട് ഒരു മാറാരോഗം അതിന് മരുന്നില്ല. അതാണ് വേണ്ടത്. അത് അപ്പപ്പോൾ തന്നെ രോഗത്തിന് അപ്പം ഗുളിക കഴിച്ച് മാറ്റുകയാണോ നല്ലത്? അപ്പം തന്നെ നല്ലത്. അപ്പൊ ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് അങ്ങ് പറഞ്ഞു എന്ത് രോഗം മാറ്റാനുള്ള അക്ഷരങ്ങളുണ്ട്, അക്ഷരക്കൂട്ടുണ്ട്. അത് മുഴുവൻ പറയണമെന്നില്ല. ഓർത്താൽ തന്നെ പാപം വരില്ലെന്നും പാപം ചെയ്യാനുള്ള വാസന ഇല്ലാതെയാവുന്നെന്ന് പറഞ്ഞല്ലോ. എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് പറയാം. വിശ്വസിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ഒരാൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ മറ്റേ ആൾ പറയണത്, വിശ്വാസമുള്ള ആൾ പറയണത് ഇയാൾ ശ്രദ്ധിച്ച് കേൾക്കും. ആ പറയുന്ന കാര്യത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ മറ്റേ ആളെ വിശ്വാസം പറഞ്ഞ ആളെ ആളെ വിശ്വസിപ്പിക്കുന്ന അറിയാൻ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന തന്നെ ഏതായാലും അറിയാം. അതുകൊണ്ട് കേൾക്കും. ആ വിശ്വാസം ശ്രദ്ധ ഉണ്ടാവാൻ ഇങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു ശ്രീശൈലം പറയും. അവിടെയാണ് ഒരു പേരിൽ എന്തിരിക്കുന്നു അപ്പുറം ചോദിച്ചതിന്റെ മറുപടി പറയും. പക്ഷെ ഭരതൻ ചോദിച്ചാൽ രഘുവരങ്ങൾ ഒരു പേരിൽ എന്തിരിക്കുന്നു രാജാവ് എന്ന് ചോദിക്കും. പറയും ഒരു പേരിലാണ് എല്ലാം ഇരിക്കുന്നത് എന്ന് ഇവിടെ പറയാണ്. ഇനി സംശയിക്കേണ്ട, ഒരു പേരിലാണ് എല്ലാം ഇരിക്കുന്നത്. ഏത്? നാരായണ എന്നുള്ള പേരിൽ. അപ്പൊ നമ്മൾ ആശ്വര മനസ്സിലായ കൊണ്ട് അമ്മേ ആചാരങ്ങളോ വായിക്കാനാണെന്ന നാരായണ നാമത്തിന് മറ്റേ പറയുന്ന. അപ്പൊ അത് കുറച്ച് അനുസ്മരിക്കുമ്പോൾ കൂടെ ഉണ്ടാവണേ, വാക്ക് മനോഹരമായിട്ട് തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെളിക്ക് വരികയാണ്. ഭക്തി ജ്ഞാനമൊക്കെ അതിൻ്റെ വിഷയങ്ങൾ ഭാഗവതിക തന്നെയാണുള്ളത്. ഭക്തിയിൽ നിന്നുണ്ടാവുന്നത് ജ്ഞാനം, വൈരാഗ്യം, ഭഗവത് ചിന്ത അല്ലെങ്കിൽ ഭഗവത് സ്മൃതി. ഇത് മൂന്നാണ് ഭക്തി കൊണ്ട് ഉണ്ടാവേണ്ടത്. ജ്ഞാനവും ഭക്തി കൊണ്ട് അതാണ് ഉണ്ടാവേണ്ടത്. ഒരു ലോട്ടറിക്കല്ല കേട്ടോ. ഒരു ലോട്ടറി നടക്കാനുള്ള യോഗം ഉണ്ടാവുകയല്ല വേണ്ടത്. പിന്നെയോ ജ്ഞാനം, വൈരാഗ്യം, ഭഗവത് തത്വ ചിന്ത വരിക. ജ്ഞാനം, വൈരാഗ്യം എന്ന് പറയുന്നത് ജ്ഞാനം, അറിവ്, വൈരാഗ്യം നേരത്തെ പറഞ്ഞ നിർവൃതി, വിരക്തി എന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലാത്ത അവസ്ഥ, നിർവൃതി. ഭഗവത് തത്വബോധം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ച് നമുക്ക് മഹിമ എങ്ങനെ നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചു വരിക. അത് ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഞാനിങ്ങനെ ഭക്തനാണെന്നോ ഭക്തയാണെന്നോ ഭാഗവതം വായിക്കാറുണ്ടെന്നോ ഒന്നും പറയണ്ട. അയാളെ കാണുമ്പോൾ തന്നെ മറ്റേക്ക് അറിയാം. അതാണ് അയാളുടെ അടുത്തിരുന്ന് പറഞ്ഞാൽ മറ്റേക്ക് സമാധാനമായി. കൊച്ചേട്ടാ അല്ലെങ്കിൽ ചിറ്റയെ കുറച്ചേരം വന്നിരിക്കും എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ കുറച്ചേരം വന്നിരുന്നോട്ടെ എന്ന് ചോദിക്കും. ഇതിനാ ഒന്നും പറയണ്ടായി. ചിറ്റയാണെങ്കിലും കൊച്ചേട്ടനാണെങ്കിലും കുറച്ച് നേരം നമ്മളവിടെ പോയിരിക്കുമ്പോൾ നമുക്ക് എന്തോ നല്ലൊരു സുഖം. എന്തൊക്കെ വിഷമമായിട്ട് നമ്മൾ ചെന്നതാണ് ആ ചിറ്റയുടെ അല്ലെങ്കിൽ കൊച്ചേട്ടനൊക്കെ പറയുന്ന കഥയ്ക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ. ചിറ്റയുടെ കൊച്ചേട്ടൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും വിഷമമായിട്ട് ചെന്നതാ. ആ സമാധാനമല്ല, വീട്ടില് പൈസ ഇല്ല, എന്നും സൂക്കേട്, പിള്ളേർ പഠിക്കണമില്ല, ആളെപ്പാടെ പറഞ്ഞ കേൾക്കില്ല, എന്ത് ചെയ്യാൻ മടുത്തു എന്ന് പറഞ്ഞ് ഇരുന്നതാ. അവിടെ പോരുന്നോ. അതാണ് സജ്ജന വൈശിഷ്ട്യം. അതിങ്ങനെ ഭക്തിയിൽ നമുക്ക് കിട്ടുന്നതാണ് ജ്ഞാനവും വൈരാഗ്യവും ഭഗവത് തത്വ ജിജ്ഞാസയും. ആ ഭഗവത് തത്വ ജിജ്ഞാസയുള്ള ആളുകളുടെ അടുത്ത് പോയി വെറുതെ ഇരുന്നാൽ മതി. ആരാന്ന് നമുക്കറിയില്ല. ഇപ്പൊ ഗുരുവായൂരൊക്കെ പോയാൽ അത്തേക്ക് കയറിപ്പോ സാധനം വെച്ചിട്ടുണ്ട്. അവിടെ ടെക്നോ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ കയറി പോകുമ്പോൾ കത്തി കയ്യിലുണ്ടോന്ന് അറിയാം, കത്തിയുണ്ടെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ കയറി പൊട്ടിച്ചത് കത്തിയെല്ലാം പിടിക്കവര്. ഭഗവത് തത്വ ജിജ്ഞാസ അയാൾക്ക് മാത്രം അറിയാൻ പറ്റില്ല. അയാൾക്ക് ഇടത്തിൽ ഭഗവതി അമ്മയെ, ഇടത്തിക്കാവൊരു അമ്മേനോ കുമാരൻ്റെ ഒരു അധ്യായിനി അമ്മയെന്നോ ഗുരുവായൂരപ്പാന്ന് വിളിക്കുമ്പോൾ അയാൾക്ക് ഈ പറഞ്ഞാൽ മനസ്സ് കൈവിട്ട് പോകും. മനസ്സ് കൈവിട്ട് കൈ പോകും. അത്രയാണ് പൈസ പോണവന്. അതിൻ്റെ ലക്ഷണം മനസ്സ് കൈവിട്ട് പോയാൽ ചുമ്മാ പറയൂലേ മനസ്സ് കൈവിട്ട് പോയി. എന്തേ ലക്ഷണം? കണ്ണ് നനയുക, രോമാഞ്ചം ഉണ്ടാവുക, ഗൽഗതം ഉണ്ടാവുക. ഈ 3 ലക്ഷണം വന്നിട്ടുണ്ടെങ്കിൽ മനസ്സ് കൈവിട്ട് പോയെന്ന് അയാളുടെ അർത്ഥം. അയാൾക്ക് മുണ്ട് കഴിഞ്ഞു പോയാൽ അറിയില്ല, വസ്ത്രം കയറി പോയാൽ അറിയില്ല, ഒന്നും അയാൾ അറിയില്ല. ശരീരവും നടക്കുക. അതുകൊണ്ട് ആളുടെ അടുത്ത് വെറുതെ പോയി ഇരുന്നാൽ മതി. അതൊന്നും പറയണ്ട, പറയുകതന്നെ ഇല്ല. അങ്ങനെയുള്ളവര് അങ്ങനെയുള്ളത് വെറുതെ ഇങ്ങനെ വായിട്ട് അടിച്ചുകൊണ്ടിരിക്കില്ല. അത് അധികം ഉണ്ടായിരിക്കുക അവര്. പിന്നെ അവരുടെ ഇങ്ങനെ ആനന്ദം നടന്നുകൊണ്ടിരിക്കുക. മിണ്ടിയാൽ നിറഞ്ഞ് തുളുമ്പോ എന്നുള്ളൊരു പേടി കൊണ്ടാവാം. പക്ഷെ അവര് ജപം പോലും മനസ്സിലാക്കും.
ആദ്യാദ്യ ദിവസത്തിൽ ജപിക്കും നാരായണ അമ്മേ നാരായണ അമ്മേ നാരായണ അമ്മേ എന്ന് ജപിച്ചതിന് അത്ര കഴിയുമ്പോൾ പറഞ്ഞു വരും അമ്മേ നാരായണ അമ്മേ നാരായണ കൃഷ്ണ കൃഷ്ണ. അത്ര കഴിയുമ്പോൾ ചുണ്ടങ്ങനെ മാത്രമാണ് അത്ര കഴിയുമ്പോൾ ചുണ്ടും അനങ്ങില്ല, മനസ്സിന് മാത്രമാണ് ജപം നാരായണ. മനസ്സിൽ ചുണ്ടും അങ്ങനെ ഉണ്ടാവില്ല. അത്ര കഴിയുമ്പോൾ മനസ്സിനും ജപം ഉണ്ടാവില്ല, ജപയില്ല. പിന്നെ അയാൾ എന്താ അനുഭവിക്കുന്നത്? ആനന്ദം. പുറമേക്ക് അയാൾ സാധാരണ ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ പുരോഹിതനോ അധ്യാപകനോ വക്കീലാണോ പേര് എന്തോ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നാണ് ചോദിച്ചത്. ഒരു പേരിലാണ് എല്ലാം ഇരിക്കണേന്ന് പറയാ. അതെന്തോ അയാളുടെ പേരെന്തോ അയാൾക്ക് ആനന്ദ നിർവൃതിയിൽ നിറഞ്ഞിരിക്കുമ്പോൾ തൊഴിൽ പോകുന്നുള്ള ഭയമായിട്ടായിരിക്കാം ഉണ്ടല്ലേ അദ്ദേഹം സംസാരിക്കില്ല. ഇങ്ങനെ ചോദിച്ചാൽ അത്ര മറുപടി പറയുന്നത് മാത്രം. പക്ഷെ നമ്മൾ അദ്ദേഹത്തിന് അടുത്ത് പോയി വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി. മള്ളിയൂർക്കിന്റെ അടുത്ത് പോയിരിക്കുമ്പോൾ നമ്മൾ സമാധാനം കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ സന്ദർശേഷന്മാരായ ആചാര്യന്മാരുടെ അടുത്ത് പോയിരിക്കുമ്പോൾ അവരൊന്നും പറയണ്ട, അവരധികം പറയുകയില്ല. നമുക്ക് പോരുമ്പോൾ നല്ല സമാധാനം. നമ്മുടെ വിഷമം അവിടെ പോയി പകർന്നാടി അദ്ദേഹത്തിന്റെ ആ തത്വജിജ്ഞാസ ഭഗവാനോടുള്ള ആ തിളങ്ങുന്ന പ്രകാശ അദ്ദേഹത്തിനുള്ളിൽ നമ്മൾ നിൽപ്പിച്ചു. അതാണ് ഭക്തി എന്ന് വരെ അറിയാമെങ്കിൽ ജ്ഞാനം തത്വജിജ്ഞാസ. ഭക്ഷണം കഴിച്ചാൽ ഇത് മൂന്നാം വരിക അല്ലേ? ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും, ശരീരത്തിന് പുഷ്ടി വരും, വിശപ്പ് മാറും. ആഹാരം കഴിക്കുന്നതിൻ്റെ രുചി അനുഭവിക്കാൻ പറ്റും. ആഹാരം കഴിക്കുന്നതിൻ്റെ രുചി അനുഭവിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കും. ഇന്ന് കഴിക്കുന്നവരല്ലേ അതൊക്കെ അറിയണ്ടേ? ഭക്ഷണം കഴിക്കുന്ന 3 കാര്യം സംഭവിക്കണമെങ്കിലേ ഇത് ഭക്തിയിലുണ്ട്. താരതമ്യപ്പെടുത്താനുള്ള അവസരമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് രുചി നമുക്ക് കിട്ടി, വയറ് നിറഞ്ഞു, പുഷ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതാണ് ഭക്തി കൊണ്ട് അങ്ങനെ വരും. ഭക്തി എന്ന് പറയുന്നത് ശരിക്കും വെണ്ണ പോലെയാണെന്ന് പറയാം. വെണ്ണ എങ്ങനെയാ? ഭഗവൻ സ്മരണയിൽ ഉരുളും ഭക്തി. ഭക്തി ഉണ്ടെങ്കിൽ അമ്മയെക്കുറിച്ച് ഭഗവാനെ കുറിച്ചൊക്കെ കേൾക്കുക, സ്മരണ ഓർക്കുക ചെയ്താൽ ഉരുക അതിൻ്റെ പുറമേക്ക് വരിക. അതിൻ്റെ ലക്ഷണം ഉരുകി വരുന്നത് കണിക്കൂടി നല്ലതായിട്ട് തന്നെ വരും. മൂക്കിനോട് ചേർന്നുള്ള ഭാഗത്ത് ജ്ഞാനം നേരെ തിരിച്ച നെയ്യ് പോലെയാണ്, അത് ചൂടാക്കിയാലേ ഉരുകുള്ളൂ. ഭക്തി വെണ്ണ പോലെയാണ്. ജ്ഞാനം അറിവ്, ജ്ഞാനം എന്ന് പറയുന്നത് ചൂടാക്കണം, കതിക്കണം. തപം കടുപോയി അവസ്ഥയല്ല. വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് തൃശ്ശൂർ പൂരത്തിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലാണ് എവിടെ എത്ര ആൾക്കൂട്ടം നടക്കുന്നുകൊണ്ടും നമുക്ക് തപസ് ചെയ്യാം. എന്താ തപസ്? ഭഗവാനോടുള്ള സ്മരണ വർദ്ധിച്ച് വരണമാണ് തപസ്. ഭഗവാനെ കുറിച്ച് ഓർക്കാതെ ഇരുന്നല്ലോ എന്നുള്ളതിന്റെ ആ കുണ്ഠിതം, ആ വിഷമിക്കലാണ് തപസ്. അത് ഒരുക്കിയാലേ ഒരുപാട് ജ്ഞാനം. എങ്ങനെ ഒരുക്കുക? ജ്ഞാനം വർദ്ധിപ്പിക്കുക എങ്ങനെ? സജ്ജനങ്ങളുടെ ഇടയിൽ ഇതുവരെ കഥകൾ കേട്ടുകൊണ്ട് സജ്ജന സംസർഗത്തിൽ കിട്ടുന്ന അവസരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ അത് ഒരുങ്ങുന്ന നമ്മുടെ ജ്ഞാനം, അത് ആനന്ദത്തിലേക്ക് നയിക്കും, ചിത്രത്തിന് പ്രകാശം കൊടുക്കുന്നതാണ് പറയുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ശിശുവൻ പറയും, ഒരു നാമം കൊണ്ട് തന്നെ, നാരായണ എന്നുള്ള നാമം കൊണ്ട് തന്നെ എല്ലാം പാപം മാറുക എന്ന് മാത്രമല്ല, പാപം ചെയ്യാനുള്ള വാസന പോലും ഇല്ലാതെയാകും എന്ന് പറയുമ്പോഴാണ് എനിക്കത് വിസ്തരിച്ച് കേട്ടണമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 3 അധ്യായത്തിൽ 5-ാം വാക്യമാണ് പറയുകയാണ്. അതിൽ സ്ഥാനം പോഷണം എന്ന ലക്ഷണമാണ്. ഈ പുരാണ ലക്ഷണങ്ങളിൽ പോഷണം എന്നാണ് ലക്ഷണം. ഷഷ്ടസ്കന്ധത്തിന് പോഷണം വർദ്ധിപ്പിക്കുക എന്ന് പറയും, പോഷിപ്പിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണ ശരീരത്തെ പോഷിപ്പിക്കുന്ന പോലെ ഇവിടെ പോഷണം നടക്കുന്നുണ്ട്. എന്താണ്? ചിത്തത്തെ പോഷിപ്പിക്കുകയാണ്. ചിത്തം ആനന്ദം ഇരിക്കുന്ന ചിത്തത്തിലായതുകൊണ്ട് ചിത്തത്തെയാണ് പോഷിപ്പിക്കുന്നത്, അല്ലാതെ വിഷയങ്ങളെ അല്ല. വിഷയങ്ങൾ നമ്മൾ പോഷിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വിഷയങ്ങൾ. എന്നെ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. മനസ്സായിക്കാണി പിടിക്കുകയും ചെയ്യും ദുർവാസനകളുടെ സ്വാധീനം കൊണ്ട്. ചിത്തം അങ്ങനെയല്ല, അതിലേക്ക് നമ്മൾ പോഷിപ്പിക്കാനായിട്ട് വേണ്ടത് ചെയ്യണം. അത് നേരത്തെ പരീക്ഷിച്ച് ചോദിച്ചുള്ള കർമ്മം കൊണ്ട് കർമ്മ നിർദ്ധാരമില്ലാതെ കർമ്മം ഇല്ലാതെ ആവുന്ന എങ്ങനെയാണ് കഴിയും? എങ്ങനെയാണെങ്കിൽ ചിത്തത്തെ പോഷിപ്പിക്കാനുള്ള കർമ്മം ചെയ്യുന്നതെങ്കിൽ. ചിത്തത്തിന് കൊടുക്കുന്ന പോഷണം എന്ന് പറയുന്നത് കർമ്മമാണ്. പക്ഷെ അത് കർമ്മമായതുകൊണ്ട് കർമ്മത്തിൽ അത് ബാധിക്കില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഇതെന്റെ ധർമ്മമാണെന്ന് വിചാരിച്ച് ചെയ്താൽ, ഒരു അമ്മ കുട്ടിക്ക് തന്നെ പാല് കൊടുക്കുമ്പോൾ ഇതെന്റെ ധർമ്മമാണെന്ന് വിചാരിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് എന്നെ ബാധിക്കില്ല അങ്ങനെ ചെയ്യുന്നത്. അച്ഛൻ മകനെ അല്ലെങ്കിൽ വേറെ അധ്യാപകൻ കുട്ടിയെ പഠിപ്പിക്കുന്നത് എന്റെ ധർമ്മമാണെന്ന് വിചാരിച്ച് ചെയ്താൽ, എനിക്ക് പൈസ കിട്ടുന്നത് കൊണ്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ച് കുട്ടി നാളെ എന്റെ കാര്യം നോക്കുന്നത് വിചാരിച്ചുകൊണ്ട് ചെയ്താൽ, അച്ഛൻ ഇവൻ എന്റെ ഭാവിയിൽ എന്റെ
സഹായിയായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്താൽ ഇത് കർമ്മമാണ്, അത് കെട്ടുപണിച്ച് ഇനി ജന്മത്തിന് കാരണമാവും എന്ന് പറയുക. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ഭഗവത് സമർപ്പണമാക്കി മാറ്റുക, ധർമ്മമാക്കി മാറ്റുക. ഞാൻ ചെയ്യുന്നത് എൻ്റെ ധർമ്മമാണ്. നമുക്ക് എന്താ, നമുക്കത് നമ്മളതിന് ഒരുപാട് പുറകോട്ട് പോകുന്നു പറയുന്ന തെളിവ് നമുക്ക് കാണാം. അല്ലെ, വണ്ടിയിലൊക്കെ കയറി കാണാം, വണ്ടിയിലൊക്കെ എഴുതി വെച്ചേക്കണ കാണാം നമുക്കിങ്ങനെ. അല്ലെ, അംഗപരിമിതൻ, അന്ധൻ, പ്രായമുള്ള സ്ത്രീ, കുട്ടിയായിട്ടുള്ള സ്ത്രീ, മുതിർന്ന പൗരനൊക്കെ എഴുതി വെച്ചേക്കണ കാണാം. ഓരോ സീറ്റിൽ ഒരു കണ്ടക്ടർ എഴുതി വെച്ചേക്കണ കാണാം. ഒരു സീറ്റിലൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നമ്മളോടൊപ്പം ഇരിക്കാന്നൊക്കെ അവിടെ ഡ്രൈവർ കയറിയിരിക്കുകയും ചെയ്യും. എല്ലാ സീറ്റിലും എഴുതി വെച്ചിട്ടുണ്ടാവും. നമുക്ക് എന്തെങ്കിലും എഴുതി വെക്കേണ്ടി വന്നെ എന്തുകൊണ്ടാണ്? നമ്മൾ വണ്ടി കയറിയിരിക്കുമ്പോൾ കണ്ടകത്തൊരാൾ കയറിയ അദ്ദേഹം അന്ധനാണ്, എനിക്ക് കാഴ്ചയുണ്ടല്ലോ, ഞാൻ എഴുന്നേക്കണം എന്ന് വിചാരിച്ചു നമ്മൾ എഴുന്നേക്കാതെ ഇരിക്കാൻ തുടങ്ങിയത് എന്താണോ? അന്ന് പോലെ എഴുന്നേറ്റ് തുടങ്ങിയത്. കുട്ടിയായിട്ട് അമ്മ കയറുന്നത്, കുട്ടിയായിട്ടാണ് കയറുന്നത്. ഞാനും അമ്മയുടെ വീട്ടിൽ കിടന്നതല്ലേ അമ്മ എന്നെ എത്ര വിഷമിച്ചിട്ട് സഹിക്കാൻ, അതുപോലെ ഈ അമ്മ സഹിക്കണേ. ഇപ്പൊ നമ്മൾ എന്താ എഴുന്നേക്കാൻ പഠിക്കണത്? എഴുന്നേക്കണ്ട ചാടി. നീ പഠിത്ത കഥ കേൾക്കാൻ നമുക്ക് അടുത്ത ആചാര്യം പറയുന്നത് പറയും. ഗുരു കയറി വരുമ്പോ ഇന്ദ്രൻ ഉച്ചജാലാസന ഇന്ദ്ര, പതുക്കെയല്ലേ എഴുന്നേക്കാൻ പഠിച്ചെന്നാണ്. നൃത്തം കണ്ടോണ്ട് കിടക്കാണ് അവിടെ സ്വർഗലോകത്തിൽ ഇന്ദ്രൻ ചാരികസ്ഥയില്. അപ്പൊ ബൃഹസ്പതി കയറി വരുമ്പോ ബൃഹസ്പതി കണ്ടു എന്ന് അടിച്ചാൽ നൃത്തം കാണാൻ പറ്റില്ല. കാരണം എന്ത് ചെയ്യും? കണ്ടില്ല എന്ന് അടിച്ചു. നമ്മളങ്ങനെ വണ്ടിയിലിരിക്കുമ്പോൾ നമ്മുടെ മാഷതേ സാറിനെ കയറി വരാൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മൊബൈലിൽ നോക്കൊണ്ടിരിക്കും. സാറ് കയറിയ പാവം അവനെ കണ്ടില്ല. ഈ പപ്പയെ നോക്കി ഉച്ചജാലാസന ഇന്ദ്ര, ഉച്ചജാലത്തെ ചലിപ്പിച്ചു, ആസനത്തിൽ ഇരിക്കണം. ഇന്ദ്രൻ ഇന്ദ്രൻ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ കഥയിലൊക്കെ എവിടെയെങ്കിലും ആണോ? നമ്മളിതൊക്കെ ചെയ്യും. നമുക്ക് പ്രയോജനമുള്ള ആളെ നമുക്ക് 10,000 കടം പറഞ്ഞാളെ കയറുന്നത്. കാരണം ഇനി 20,000 തരാൻ പറഞ്ഞേക്കാൻ നാളെ ചാടി ഇരിക്കും വെച്ചേട്ടാ, എന്തിനാ നിൽക്കണേ? ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാളാ, ഇരിക്കും പിടിച്ചിരിക്കും. നമ്മള് മറ്റേ സാറ് കയറുക, സാറ് ചതിക്ക് പിടിച്ച് നൊളിയാറിയപ്പോ തെറ്റ് പറഞ്ഞാൽ ചെവി പിടിച്ച് പിടിച്ച അങ്ങോട്ട് നോക്കിയിരിക്കും. ഇതല്ലേ നമ്മൾ ചെയ്യണത്. എന്നാണ് ഈ ചെയ്ത് തുടങ്ങിയത്? അന്നാണ് ഈ എഴുത്തുവയ്ക്കൽ തുടങ്ങിയത് വണ്ടിയിൽ. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും അത്ര ഇല്ല. നമ്മൾ കണ്ടമാനം ബഹുമാനിയായിട്ട് കേവലം അടിച്ചതുകൊണ്ട് എന്ത് പറ്റി? അതുകൊണ്ടാണ് ചെയ്ത് കൂടണം നമ്മൾ. അതുകൊണ്ട് ഇരിക്കെ പറഞ്ഞില്ലാണ്ട് എന്ത് ചെയ്യും? വണ്ടിയിലൊക്കെ എഴുതിയേക്കില്ലാന്ന് നമ്മൾ ഇവിടെ തുപ്പരുത്, അവിടെ തന്നെ തുപ്പും നമ്മൾ. ഇവിടെ മാലിന്യങ്ങൾ ഇട്ടത് ഇതിന് അമ്പലത്തിൽ പോയിട്ട് വാങ്ങിച്ച് പായസം വാങ്ങിച്ച് കഴിച്ചിട്ട് തിന്നിട്ടും അവിടെ താൻ ചുവരെ കൊടുക്കും. കഴിയും ചിലയാണ് അകത്തേക്ക് കൊടുക്കും. എന്തായാലും ചെയ്തു തുടങ്ങി. ഇത്ര ചീത്തയാണോ നമ്മുടെയൊക്കെ മനസ്സ്? അല്ലെങ്കിൽ നോക്കൂ, നീ എന്തിനാ മനസ്സ് ഞാൻ ചീത്തയായത്? എന്താ നീ നിന്നെ ആരെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പഠിപ്പിച്ചത് വേണ്ടാത്ത വിഷയങ്ങളില്? എനിക്കറിയാം, എന്റെ സൃഷ്ടി തന്നെ പെരുമാവ് ചെയ്ത് വെച്ചേക്കണ. പക്ഷെ എനിക്കൊരു ബുദ്ധി വന്നിട്ടുള്ള സമയത്ത് അത് പച്ചക്കുന്ന പെരുമാവും. ആ ബുദ്ധി കഴിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ സപ്താഹങ്ങളിലൊന്ന് പോയിട്ട് നാരായണന്റെ നാമം പറയണത് കേൾക്കാത്തത്? നിനക്ക് ഒരിക്കലും നന്നാവണ്ടേ? നമ്മൾ ചോദിക്കണം മനസ്സിനോട്. നാരായണം എന്നുള്ള 4 അക്ഷരം അതുപോലെ കേരളമാണ്. ഞാൻ അതിന് അപ്പൊ പരീക്ഷിക്കുന്നോട് കഷ്ടിച്ച് സുഖ തന്നെങ്കിലും പൂർണ്ണമായിട്ടില്ല. ഞാൻ അതിൻ്റെ കഥ പറയാം പറഞ്ഞാണ് മനോഹരമായുള്ള ആ ആഖ്യാനം പറയുന്നത്. ജാബളോപാഖ്യാനം. കാന്യകുബ്ജത്തിലൊരു ബ്രാഹ്മണൻ, അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, നല്ല പ്രവൃത്തി ചെയ്തിരുന്ന ആളാണ്. പക്ഷെ പ്രാരബ്ധവശാൽ കഴിയുമ്പോൾ കാട്ടിലെന്തോ കാര്യത്തിന് പോകേണ്ടി വന്നു, തൂക്കാത്ത പറക്കാനായിട്ട് പോകേണ്ടി വന്നു, ശമനം ശേഖരിക്കാനായിട്ട്. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഒരു ദിവസം പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്ത്? ഒരു സ്ത്രീ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ വൃത്തിയായിട്ട സ്ത്രീ സ്വഭാവമുള്ള സ്ത്രീ കൂട്ടാം. അദ്ദേഹം ഒരു ആ സ്ത്രീയുടെ കൂടെ ഒരാളുണ്ട്. അതെന്തോ കുടിച്ചോണ്ടൊക്കെ ഇരിക്കുക. പഞ്ചാബിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരാളെന്തെങ്കിലും നോക്കാനുണ്ടോ നമുക്ക് പ്രലോഭിപ്പിക്കാൻ തോന്നുന്നു അയാളെ. ഇല്ലേ, പാമ്പാട്ടികളൊക്കെ കൂടെ വെച്ചിട്ട് ആരും മറ്റു വന്നില്ലെങ്കിൽ കൈ കൊട്ടിക്കാൻ നോക്കിയിരിക്കും ഇതുപോലെ. അപ്പൊ യജാമൻ നോക്കിയപ്പോ ഈ സ്ത്രീ പറഞ്ഞു, എന്തെങ്കിലും നിന്ന് നോക്കണം, ഇരുന്ന് നോക്കോളൂ, ഇതേ സ്ഥലമുണ്ടല്ലോ. അജാമൻ അവിടെ ഇരുന്നു. അപ്പൊ ചുമ്മ എത്ര ഞങ്ങൾ കുടിക്കണോ, എന്തെങ്കിലും കുടിക്കും, ചുമ്മ എത്ര ഇരിക്കണമെന്ന് പറഞ്ഞു. ഒരാൾ ചുമ്മ കുടിക്കാണ്ടിരിക്കണം, ഞങ്ങൾ കുടിക്കണം. പക്ഷേ പറഞ്ഞു കൊടുക്കുക, കുടിച്ചു. കുറച്ച് ചവർക്കൊക്കെ തോന്നി എങ്ങനെ കുടിച്ചു. കുറച്ച് കഴിയുമ്പോൾ തല എങ്ങനെ ധരിക്കണം. അയാൾ എഴുതിട്ട് പോയി. എന്തിങ്ങനെ വിഷമിക്കണം, അങ്ങനെ തല ഇങ്ങനെ ആടി തന്നെതുകൊണ്ട് കിടക്കണം, അതേ കിടന്നോളൂ. മടിയിലേക്ക് കിടന്നു. അവിടെ ആയി പൂർത്തി അജാമൻ. ഇത് വീട് മറന്നു, ഭാര്യ മറന്നു, കുട്ടികൾ അച്ഛൻ പറയാമ അച്ഛനൊക്കെ ഉണ്ട്, അത് മറന്നു, എല്ലാം മറന്നു. മറക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താ? ഇവിടെ മായ ഈ വാസന കെട്ടി പിടിപ്പിച്ചിരിക്കണം. ഈ മനസ്സ് കെട്ടി വെച്ചിരിക്കുന്ന ഈ ചെളി, ഈ വാസന അത് മറക്കില്ല. സുൽത്താനും പോകില്ല. അവള് അജാമലിനെ കൊണ്ട് ക്രീഡാപുരയുടെ പറയും, ക്രീഡാപുരത്തെ പോലെ കളിക്കിറങ്ങാനെ പോലെ എല്ലാം ചെയ്യുകയും തണുപ്പിന് വേണ്ടിയിട്ട് അവതരിക്കുക.
വീട്ടിൽ പോയി സ്ഥലം കൊണ്ടുവരുന്നത് പരിധി കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ലല്ലോ. അവഹരിച്ചു തുടങ്ങി. അവഹരിക്കാൻ ചെല്ലുമ്പോൾ എല്ലാവരും വിട്ടു കൊടുക്കില്ല. അപ്പോൾ അവരൊക്കെ ആക്രമിക്കേണ്ടി വരും, ചിലരൊക്കെ കൊല്ലേണ്ടി വരും. അങ്ങനെയൊക്കെ പല തരത്തിലങ്ങനെ അധർമ്മങ്ങൾ ചെയ്തിരിക്കുമ്പോൾ കാലം കടന്നു പോയിക്കൊണ്ടിരിക്കും. കാലം അങ്ങനെ കാത്തു നിൽക്കില്ലല്ലോ ആർക്കും വേണ്ടത്. അങ്ങനെ കുറെ സന്താനങ്ങൾ ഉണ്ടായ സമയത്ത് 88 വയസ്സുള്ളായിന്നാ പറഞ്ഞത്. ഒരു സന്താനം ഉണ്ടായി. അതിന് എന്തായാലും നാരായണ എന്ന് പേരിട്ടു. ഒരു പേരിൽ എന്തിരിക്കുന്നു രാജാവ് അല്ലേ? കഷ്ടം. അതിന് ഗവാന് തന്ന കുഴപ്പം, വേറെ കിട്ടാത്ത കുഴപ്പം. ഒരു പേരിൽ എന്തിരിക്കുന്നു. നേരത്തെ ചോദിച്ചതന്നെ പറഞ്ഞു, ഒരു പേരിൽ എന്തിരിക്കുന്നു, ഒരു പേരിലാണ് എല്ലാം ഇരിക്കുന്നത് എന്ന് പറയാം. അങ്ങനെ ആ നാരായണനെ കേട്ട് നാരായണനെ എപ്പോഴും കുറിച്ച് അവസാന കാലത്തുണ്ടായ കുട്ടിയായതുകൊണ്ട് എപ്പോഴും അതിനെ കാണുന്നത് മോഹം. അപ്പൊ അതിനെങ്ങനെ വിളിക്കും, നാരായണൻ നാരായണൻ ഇതാണ് നാരായണൻ, ഇതാണ് നാരായണൻ. അത് ദേഹിക്ക് വേണം. അവന്റെ നാരായണൻ ഉണ്ടോ? നാരായണൻ ഉറങ്ങിയോ? നാരായണ 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 നാരായണൻ തന്നെയായി വിളി അവസാന കാലത്ത്. കുട്ടിയെ ഓർത്തുകൊണ്ടാ ഇവരാണ് എന്താ ചെയ്യുക? അവസാന കാലത്തുണ്ടായ കുട്ടിയെ കൊച്ചു കുട്ടിയല്ല, അതിനെ കളിപ്പാട്ടത്തിൽ കളിച്ചോണ്ടിരിക്കുമല്ലോ. അങ്ങനെ വരുമ്പോ എപ്പോഴും ഈ വിളി തന്നെയാകുമ്പോ യമദൂതന്മാരത് നോക്കിയിരിക്കില്ല. അവരുടെ സമയമാകുമ്പോൾ അവർ വരും, കൊണ്ടുവരാനായിട്ട് വരും. അവർ വന്നു, 3 പേര് വന്നു, പ്രത്യേക പേടിപ്പിക്കുന്ന രൂപമൊക്കെ ആയിട്ട്. അങ്ങനെയാണ് ഇവിടെ പറയുക. നമ്മളൊക്കെ കണ്ടിട്ടില്ല, കണ്ടവരാളുണ്ടെങ്കിൽ പറയും, മാറ്റി പറയാൻ പറഞ്ഞ പേടിക്കാതെ പറയാൻ, പേടിച്ച് പറയരുത്, ഞങ്ങൾക്ക് പേടിയാണ്. അവര് വന്ന് പാശവും കൊണ്ട് വന്നു, അവരുടെ യാതൊരു ജനത്തെ കൊണ്ടുപോകാനായിട്ട്. എന്ത് ചെയ്യും? പെട്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയോ? ദൂരെ ഇവിടെ പറയും, പാശഹസ്താൻ ശ്രീൻ ദുഷ്ട പുരുഷാൻ പുരുഷധാരണാൻ വക്രതുണ്ടാൻ ഊർധ്വരോമനാത്മാനമേതുമാകതാൻ. ഒരു വ്യക്തികൾ ഇപ്പൊ തിരിഞ്ഞു നോക്കി കിടക്കുക താഗ്രഹികളൊക്കെ മനോഹരമായിട്ട് പറയുന്ന അവസാന സമയത്ത് താശുശ്വാസകൃതായ കണ്ഠേക്കുരായതേന്ന്. അവസാനം മരിക്കാൻ സമയത്ത് പ്രാണം പോകില്ല. ചെയ്ത പാവമൊക്കെ മനസ്സിൽ കാണും, എണ്ണിങ്ങനെ കാണും, അല്ലെങ്കിൽ സിനിമ പോലെ കാണും. താൻ അനുഭവിക്കാൻ പോകുന്ന നരകത്തിന്റെ ചെറിയ ചെറിയ പലിപ്പിങ്ങനെ വന്നോണ്ടിരിക്കും മുമ്പിൽ കൂടി. അത് കാണുമ്പോൾ പ്രാണം തോന്നുന്നില്ല. അതിന് രസം അപ്പറയില്ല ഇപ്പറയില്ല. ഇത് ശ്വാസം കണ്ഠേ കുരകുരായതേന്ന് വലിക്കുക. കുരകുരായതേന്ന് ആ വലിയ സമയത്ത് ആദ്യ യുവനത്തുള്ള സമയത്ത് സപ്താഹത്തിനൊക്കെ എത്ര അവസരം ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കാനൊക്കെ, സത്സംഗത്തിനൊക്കെ. എന്നിട്ട് പറയും, എങ്ങോട്ടാണ് ഓടണം, കൊച്ചേട്ടാ ഓടണേ, ഭാര്യയ്ക്ക് വേണ്ടി ഓടുക, കൊച്ചേട്ടന് വേണ്ടി ഓടുക, അമ്മയ്ക്ക് വേണ്ടി ഓടുക, രാജ്യത്തിന് വേണ്ടി ഓടുക, രാഷ്ട്രീയത്തിന് വേണ്ടി ഓടുക എന്ന് പറഞ്ഞാൽ കൊച്ചേട്ടൻ കിടന്നു വലിക്കുമ്പോൾ ഭാര്യയില്ല, രാജ്യമില്ലല്ലോ, രാഷ്ട്രീയമില്ലല്ലോ, അമ്മയില്ലല്ലോ, അവർക്ക് കിടപ്പ്. അങ്ങനെയല്ലേ പറഞ്ഞത്, ഓരോ പട്ടക്കാരനോട് പറഞ്ഞത്. പട്ടക്കാരൻ ചെല്ലുന്നത് ഇപ്പൊ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ രവിരായത്. അവിടെ കണ്ടു ആ കാഴ്ച. എത്ര അവസരം എനിക്ക് ഉണ്ടായിരുന്നു സൽപ്രവൃത്തി ചെയ്യാൻ. എത്രയും സപ്താഹക്കാർ എന്റെ ഗൃഹത്തിൽ വന്നതാ, ഒരു 5 രൂപ തരൂ തിരുമേനി സപ്താഹമുണ്ട്. ഞാൻ എന്ത് ചെയ്തു, 50 രൂപ കടമാക്കിയോണ്ട് ഇവർക്ക് കൊടുത്തു, മസാല ദോശ വാങ്ങിച്ചിങ്ങനെ. കഷ്ടം കഷ്ടം. ഞാൻ അനുഭവിക്കാൻ പോകുന്ന നാലാവൊക്കെ ഞാൻ കാണുകയാണ്. എന്നെ കൊണ്ടുപോകാൻ വന്ന തരുമാനന്മാരെ ഞാൻ കാണുകയാണ്. അവരുടെ കയ്യിലെ കയറി ഞാൻ കാണുകയാണ്. എനിക്ക് രക്ഷയില്ലല്ലോ. എനിക്ക് എന്തൊരു വഴി നോക്കിയിട്ട് കൊച്ചു വിഷയത്തിൽ കേൾക്കാൻ കിട്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊരു പ്രാണി കിടപ്പുണ്ട്. അതിനകത്ത് 10 പേർ നോക്കുക. അങ്ങാണ്ടിരിക്കുന്ന പ്രാണി അങ്ങാണ്ടിരിക്കും. കുറച്ച് പ്രാണികൾ കഴിക്കണം. അപ്പോൾ പ്രാണിയുള്ളതുകൊണ്ട് പിന്നെ അതിങ്ങനെ കേൾക്കാൻ്റെ ഉള്ളിൽ എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെ കൃതനകാസക്തം പുത്രം നാരായണാഭയം പ്ലാവിതേന സ്വരേണോച്ചൈ ആകുലേന്ദ്രിയ. അത് ഇത്രയും വർഷം 88 വയസ്സായിട്ട് 5-10 വർഷം അത്യാവശ്യം അമ്പലത്തിൽ പോകുന്ന ചെയ്തിട്ടുള്ള ആള്, 10-70 വർഷമായിട്ട് സൽക്കർമ്മം ചെയ്യാത്ത ആള് ഈ സമയത്ത് ആജിഭാവ വിളിച്ചു. എങ്ങനെ? ആകുലേന്ദ്രിയ. കുട്ടിയെ വിളിച്ചത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ നാരായണ ആയേതി എന്നുള്ള പേര് വന്നതില് നാരായണ ഏതി ഇതി. നാരായണ ഇപ്രകാരം പറയാം, നാരായണ വന്നാലും പറയാം, നാരായണ എന്ന് വിളിച്ചെന്ന് പറയാം, നാരായണ വന്നാലും എന്ന് പറഞ്ഞ് വിളിച്ചെന്ന് പറയാം. അങ്ങനെയായാലും നാരായണ ഏതി എന്നാണ് പറയുന്നത്. പിതാവ ആദിഭാവ 3 ലക്ഷണം വരിക. പേടിച്ചിട്ട് കണ്ണ് കഴിയും, പേടിയെന്ന കണ്ണ് കഴിയുന്നുണ്ട്. തൊണ്ട വീട് ഇങ്ങനെയാണ് പേടിക്കാൻ വരില്ലായിരുന്നേ. രോമാഞ്ചം വരും. ഒരു നല്ല ഇതുള്ള രോമമുള്ള ആൾക്കാരാവില്ലേ. തനിക്ക് രോമാഞ്ചം കൊണ്ട് പേടി കൊണ്ട് രോമാഞ്ചം കണ്ണും നനയും ഈ സ്വരം അടയുകയും ചെയ്തപ്പോൾ ഭക്തിയുടെ ലക്ഷണം 3ആയി.
വിളിച്ച പേരെന്താ? നാരായണ. ഒരു പേര് കണ്ടിരിക്കുന്നില്ലേ രാജാവേ? ചോദിക്കുക. ആ സ്വത്ത വിളിയോട് തന്നെ രംഗം മാറിയവിടെ. അവിടെ കണ്ടുകൊണ്ടിരിക്കുക കാഴ്ച. പെട്ടെന്ന് 4 പേര് വരികയാണ് അവിടെ. അവർ നല്ല മഞ്ഞപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, കണ്ട സുന്ദരന്മാര്, ഇതേപോലെയല്ല, നല്ല തേജസ്വികളാണ് അവർ വന്ന് ഇവരുടെ അടുത്ത് വന്ന് തടസ്സം നിൽക്കുന്നു. കയറി കയറി പിടിച്ച് പറഞ്ഞ് കയറും ഒന്നും പോലെ ആവശ്യമില്ല, കയറി കപ്പിയൊന്നും ഇവിടെ വേണ്ട, വെള്ളം കയറേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് കയറൊക്കെ മാറ്റി പിടിക്കും. എന്താ അവിടെ? അപ്പോൾ യമദൂതന്മാരായ മറ്റേ ആദ്യം വന്ന 3 പേര് ചോദിക്കും, ഞങ്ങൾക്കാണ് ഇവിടെ കാര്യം ഉള്ളത്. കാരണം ഈ മഹാഭാവം ചെയ്ത ഇയാളുടെ ശരീരത്തെ യാതൊരു ദേഹത്തെ കൊണ്ടുപോകാൻ ഞങ്ങൾ വന്നിരിക്കുന്നതാണ് യമൻ കൽപ്പനയ്ക്കനുസരിച്ച്. യമദൂതന്മാരാണ് ഞങ്ങളെ കൊണ്ടുപോവുകയാണ് സംയമനയിലേക്ക്, അവരുടെ പീഡിപ്പിക്കണം. വിഷ്ണുദൂതന്മാരായി 4 പേരൊക്കെ ചോദിക്കും, അങ്ങനെ ഉണ്ടല്ലേ? ഓ, ഞങ്ങൾ കൊണ്ടുവഴി കയറുന്നത് അങ്ങനെ ഉണ്ടല്ലേ? എന്താ ഇയാൾ ചെയ്ത പാപം? അങ്ങനെയുണ്ടോ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ? അതോ അതേ കാണിച്ചു തരാൻ വന്നു. ഓരോ എടുത്തിരുന്ന് വായിച്ച് കാണിച്ചു കൊടുത്തു. 10 വയസ്സ് വരെ ഏതാണ്ട് 1-2 പ്രാവശ്യം അമ്പലത്തിൽ പോകാൻ ചെയ്യുന്നത്. അത് മഴ പെയ്തപ്പോഴാണ് കയറുന്നതാ. ഒരു മഴ പെയ്തപ്പോൾ ഇയാൾ പോകുമ്പോൾ മഴ പെയ്ത അമ്പലത്തിൽ കയറുന്ന മത്സരം കയറി പോയി കയറും. ബാക്കി മുഴുവൻ 1, 2, 3, 4, 5, 6, 7 അങ്ങനെ 10, 78 വയസ്സ് വരെ ചെയ്ത് 78 നക്ഷത്ര യമന് വായിക്കാൻ എഴുതാൻ അറിയാവുള്ളൂ. 78 അവസാനം ശേഷം ചിന്തിക്കും. ഇനി ഇതുപോലെ കുറെ ചെയ്തിട്ടുണ്ട്, നമുക്ക് കൺകൂട്ടി കൊടുക്കും പറഞ്ഞു. ഇതൊക്കെ ഇയാൾ ചെയ്തതാണ്. യമദൂതന്മാരെ ഓരോ എടുത്ത് കാട്ടി വിഷ്ണുദൂതന്മാരെ അവരൊക്കെ വായിച്ചു നോക്കി. 78 ശരിയാ, എല്ലാം എഴുതിയിട്ട് ശരിയാ, അത് ശരി. അങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് ഇവർ ഇയാൾ ചെയ്യുമ്പോൾ ഈ പാപം ചെയ്യുമ്പോൾ പോയി പറ്റി നോക്കണ്ടോ? നിങ്ങൾ ആകെ 3 പേരേ ഉള്ളൂ, എവിടെ നിങ്ങളെല്ലാവരും കൂടെ പോണെങ്ങനെയാ? അത് പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങൾക്ക് അതിനൊക്കെ കുറെ ആൾക്കാരുണ്ട് കാവൽക്കാരായിട്ട്, അവർ അല്ലെങ്കിൽ സാക്ഷികളായിട്ട് പറയാൻ. അവർ പോയിട്ട് സൂര്യൻ, അഗ്നി, ആകാശം, വായു, പശു, ചന്ദ്രൻ, സന്ധ്യ, ഇതൊക്കെ ദിക്കുകൾ, ഇതൊക്കെ സാക്ഷികളാണ്. പകൽ ചെയ്ത പാവം സൂര്യൻ സാക്ഷി, രാത്രി ചെയ്ത ചന്ദ്രൻ സാക്ഷി, നക്ഷത്രം സാക്ഷി, അഗ്നി എല്ലാത്തിനും സാക്ഷിയാണ്. അതുപോലെ പശു സാക്ഷിയാണ്. നമ്മൾ പാവം ചെയ്യുമ്പോൾ നമുക്ക് എവന്റെ അവിടെ സാക്ഷി പറയുന്നവരൊക്കെ ഉണ്ട്. അതാ നമ്മൾ പറയും യാതനാദേഹം എന്ന് പറയുന്നത് കുറച്ച് ചെറിയ ശരീരത്തെ കൊണ്ടുപോകണം, ഇതെല്ലാം കൊണ്ടുപോകണേ നമ്മള്. ഇതാണ് നമ്മൾ ഇരുമ്പ് കുപ്പായ എത്തിയിട്ടുണ്ട് മാറുന്നു, തീയിട്ടാലും പറ്റാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ വെള്ളത്തിൽ കുടിക്കാൻ പറ്റാണ്ടിരിക്കാൻ ഓക്സിജനെ കൊണ്ട് പോകായിരുന്നു. അതല്ലല്ലോ യാതനാദേഹം എന്ന് പറയുന്നത് ചെറിയ ശരീരമാണ്. അതവിടെ ചെല്ലുമ്പോൾ വേണ്ട പോലെ ആക്കി മാറ്റും. ഏത് യാതന അനുഭവിക്കാനോ അതിന്റെ തീവ്രമായുള്ള അവസ്ഥയിൽ അനുഭവിക്കാൻ പാകത്തിന് ആക്കി മാറ്റും. അങ്ങനെ കൊണ്ടുപോകണം ശരീരത്തെ. അവർക്കെല്ലാം ചോദിക്കും, നീ ഇന്നാളെ ആ പാപം ചെയ്തില്ലേ? ഞാൻ ചെയ്തില്ല. അപ്പൊ പശു അവിടെ കൊണ്ട് പശു പറയും, ഞാൻ കണ്ടാന്ന് പറയും. സന്ധ്യ പറയും, പകലോ രാത്രിയോ സന്ധ്യക്കാണ്ട് ദിക്കുകളില്ല, സമയങ്ങളില്ല, അവരൊക്കെ സാക്ഷി പറയും. അഗ്നി എല്ലാവരും സാക്ഷിയാണ്. എവിടെയെങ്കിലും അഗ്നി ഇല്ലാത്ത സമയങ്ങളുണ്ടോ? ദിക്കുകൾ അങ്ങനെ പ്രകാശം എല്ലാവരും സാക്ഷിയാണ്. ഇങ്ങനെയുള്ളതൊക്കെ സാക്ഷി പറയുമ്പോൾ അതനുസരിച്ച് ഇയാൾ ചെയ്ത പാപത്തിന് എല്ലാ സാക്ഷികളുണ്ടെന്ന് പറയും ഈ യമദൂതന്മാർ. അപ്പം വിഷ്ണുദൂതന്മാർ പറയും, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പ്രായശ്ചിത്തം അയാൾ ചെയ്തു. ഓരോ നോക്കുതേ ഒരു സമയം എഴുതിയിട്ടുണ്ടോ നമുക്ക് പ്രായശ്ചിത്തമില്ല. ഒരു ഗണോദ്യോഗം ഇയാൾ ചെയ്തിട്ടില്ല, സദ്വർഷവും ചെയ്തിട്ടില്ല, ഒരു നാമോച്ചാരണം ഉണ്ടായിട്ടില്ല, ഒന്നിനും ഉണ്ടായിട്ടില്ല. എവിടെ പ്രായശ്ചിത്തം? അപ്പോൾ അതിനേക്കാളൊക്കെ കേവലമായിട്ടുള്ള പ്രായശ്ചിത്തം അയാൾ ചെയ്തത്, അതിനേക്കാളൊക്കെ ശക്തിയായ പ്രായശ്ചിത്തം ചെയ്തത്. കണ്ടില്ലേ, നാരായണാണ് എന്നെ വിളിച്ചത്. ആരാണ് ഈ വേദത്തിൽ ധർമ്മവേദ ധർമ്മവേദം ചോദിക്കും യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും. അപ്പോൾ പറയും വേദത്തിൽ പറയുന്നതാണ് ധർമ്മം, വേദത്തിന് പറയുന്നതിന് വിപരീതമായിട്ടുള്ള ധർമ്മം. ഈ അവർ വിഷ്ണുദൂതന്മാർ അറിയാത്തവർ ചോദിക്കും, ആരാ ഈ വേദം ആരുടെ പുറത്തുനിന്ന് വന്നതാണ്, അല്ലെങ്കിൽ ആരാണത് സ്മരിച്ചത്? യമദൂതന്മാർ പറയും നാരായണമൂർത്തി, ശിവൻ നാരായണമൂർത്തി. അപ്പൊ വിഷ്ണുദൂതന്മാർ പറയും അത് തന്നെ, ആ നാരായണമൂർത്തിയുടെ നാമല്ലേ ഇദ്ദേഹം വിളിച്ചത്, നിങ്ങൾ കേട്ടില്ലേ? അതല്ലേ ഞങ്ങൾ ഓടി വന്നത്. ഞങ്ങൾ നാരായണമൂർത്തി പറഞ്ഞിട്ടിരിക്കുന്നതാണ്, ഇത്രയും വേഗം ചെന്ന് അധ്യാപകനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞതാണ്, അവരുടെ കയ്യിൽ പെടരുതെന്ന് പറഞ്ഞിട്ടേക്കണാണ്. അപ്പൊ യമദൂതന്മാർ ചോദിക്കും, അതാ മകന്റെ പേരിലേ വിളിച്ചത്. കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ സാധാരണ പ്രായം കുറെ ആയി കൊണ്ടായ കുട്ടി ആയതുകൊണ്ട് അതിനോട് പ്രത്യേക താല്പര്യം വരും. കുട്ടിയുടെ പേരിനെയാണ് വിളിച്ചത് എന്ന് പറയുമ്പോൾ പറയും, എങ്ങനെ ആയാലും വേണ്ടില്ല ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നൊക്കെ പറയാം വിഷ്ണുദന്മാര്. സാങ്കേതികം
പാരിഹാസ്യം വാ സ്തോഭം ഏളനമേവ വൈകുണ്ഠ നാമഗ്രഹണം അശേഷാർത്ഥഹരം പരമ. എങ്ങനെയും ആയിക്കോട്ടെ, സാങ്കേതികം എന്ന് പറഞ്ഞാൽ സങ്കേതം കൊണ്ട് പോണ വഴിക്കോ അവിടെ ഇപ്പൊ സത്രം നൽകാല്ലേ, നാരായണന്റെ മഹിമ പറയുന്ന സത്രം അല്ലെങ്കിൽ വെച്ചാൽ മതി. നാരായണ നമുക്ക് പരിഹസിച്ചുകൊണ്ട് പിന്നെ നാരായണൻ എന്ത് നാരായണൻ, പാല കിടക്കോളം നാരായണ, അത് കഴിഞ്ഞ പുരായണ, എന്നാലും മതി നാരായണ ഒരിക്കൽ പറഞ്ഞ സ്തോകം ദേഷ്യം കൊണ്ട് എത്ര പ്രാവശ്യം ഞാൻ പരിപാടി കഴിച്ചോ നാരായണ, ഞാൻ മടുത്തല്ലോ, സുഖമായിട്ട് മാറുന്നില്ലല്ലോ. സ്തോകം കൊണ്ട് കേളന കേട്ടോ പരിഹസിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും വൈകുണ്ഠനാമഗ്രഹണം, ഭഗവാന്റെ നാമം യഥാ വൈകുണ്ഠനാമം ഗ്രഹണം, ഭഗവാന്റെ നാമം പിടിച്ചിട്ടുണ്ടോ അത് സർവ്വ അധഹ എല്ലാ പാവത്തിൽ ഇല്ലാതെയാക്കുന്നവരാണ്. ഇപ്പൊ മനസ്സിലായില്ലേ പേരിൽ എന്തിരിക്കണം എന്നുള്ളത്? ഒരു പേരിലാണ് എല്ലാം ഇരിക്കുന്നത് എന്ന് മനസ്സിലായിട്ട് നോക്കൂ. നാമഗ്രഹം ഈ ഒരു നാമഗ്രഹമല്ല, എല്ലാ നാമങ്ങളും ഭഗവാൻ, എല്ലാ നാമങ്ങളും ഭഗവാന്റെ നാമമാണെങ്കിൽ പിന്നെ നമുക്ക് എന്തായി ഭഗവാനെ നമുക്ക് അനുഗ്രഹം കിട്ടാതെ വന്നത്? നമ്മൾ ഈ മൈക്ക് ഭഗവാന്റെ നാമ, പേന അല്ലെങ്കിൽ വേറൊരാള്, വീട്, പൂച്ച, എന്ത് ഭഗവാന്റെ നാമാണല്ലോ. ഭഗവാന്റെ നാമല്ലാത്ത ഒന്നും ഇല്ല, എന്ത് ഭഗവാന്റെ നാമ, ഭഗവാന്റെ നാമങ്ങളാണ് മുഴുവൻ. എന്നാൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ നമ്മളെന്നും പറയുന്ന വാക്കുകളൊക്കെ ഭഗവാന്റെ നാമങ്ങളാണ്? എന്ത് പറഞ്ഞാലും ഭഗവാന്റെ നാമ, ഏത് പേര് പറഞ്ഞാലും നാമ, എന്നാൽ എന്തുകൊണ്ടാണ് നമുക്ക് അതിന് ഫലം അനുഭവിക്കാൻ പറ്റാതെ വരുന്നത്? അതാണ് നാരായണ സ്മൃതി. ജന്മല്ലാതെ പരമസാമന്റെ നാരായണ ജപ അല്ല, പിന്നെയോ സ്മൃതി. നാരായണന്റെ മഹിമ, ഈ നാമിയുടെ മഹിമയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഫലം കിട്ടും. ഇപ്പൊ പൂച്ച എന്ന് പറയുമ്പോൾ പൂച്ച നാരായണനാണത്. ഇതിൻ്റെ ഉള്ളില് എൻ്റെ ഉള്ളിലുള്ള നാരായണൻ തന്നെയാണെന്നുള്ള മഹിമ നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പൂച്ച എന്ന് വെച്ചാൽ മതി. എന്ത് വെച്ചാലും അതിന്റെ മഹിമ, ഭഗവാന്റെ മഹിമ അതിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഉള്ളിലെ ചൈതന്യം തന്നെയാണത്. ഒരു വ്യത്യാസമില്ല, രൂപത്തിൽ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ, ആകൃതിയിൽ മാറ്റം ഉണ്ടെന്നല്ലാണ്ട് ഒരു മാറ്റവും ചില പ്രവൃത്തിയിൽ ചില ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷെ ചൈതന്യം ഒന്ന് തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് വിളിച്ചാലും മതി. ഇവിടെ കുട്ടിയെ വിളിച്ചത് സാങ്കേതികം കൊണ്ടോ പാരിഹാസ്യം കൊണ്ടോ ശ്ലോകം കൊണ്ടോ എങ്ങനെ ആയിക്കോട്ടെ, വാത്സല്യം കൊണ്ട് എന്തായിക്കോട്ടെ, ആ നാരായണ എന്നുള്ള നാമത്തില് അതും എല്ലാ ഭക്തിയുടെ പാരവശ്യമുള്ള ലക്ഷണപ്രകാരം ഉൾക്കൊണ്ടുകൊണ്ടും വിളിച്ചു. അതുകൊണ്ട് ഇത് എന്താ പറയും, യഥാ നാരായണായതി ജഗാത ചതുരക്ഷരം എന്നാ പറഞ്ഞു. യഥാ നാരായണായതി ജഗാത ചതുരക്ഷരം. എങ്ങനെയാണോ നാരായണ നാരായണ വിളിച്ചു പറയണം, നാരായണ 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 എന്ന് വിളിച്ചാൽ ചതുരക്ഷരം വിളിച്ചാൽ എങ്ങനെയാണോ എന്ന് വിളിച്ചു നോക്കുക, അറിയാവുന്ന യഥാ നാരായണായതി ജഗാത, ജഗാതാഴ്ച പിടിച്ചു ചതുരക്ഷരം, നാലക്ഷരം. നമ്മുടെ കുട്ടികൾ അല്ലേ, ആൺകുട്ടികളൊക്കെ പിടിക്കുന്നുണ്ട് ഈ നാലക്ഷരം. ഏതാ? MDMA. നാലക്ഷരം പിടിക്കുമ്പോൾ വീട്ടിയവര് ഇവിടെ പോയാല് 4 കാലിൽ നടക്കണമാണ്, ചിലർ എഴുതി നടക്കണമാണ്, പറന്ന് നടക്കണവരെ കാണാം. അവർ പ്രത്യേകത ഈ നാലക്ഷരം. എന്തുകൊണ്ടായി അവർ ഈ നാരായണ എന്നുള്ള നാലക്ഷരം പിടിക്കാത്തത്? നമ്മൾ കുട്ടികളോട് ചോദിക്കില്ല. ചിലപ്പോൾ കാണും ചില കുട്ടികളെ ഇങ്ങനെ ലാളിച്ച് കൊഞ്ചിച്ചിട്ട് സ്കൂളിൽ വിടാൻ താമസിപ്പിക്കാൻ പറ്റും. ചിറ്റാന്ന് കഥയ്ക്ക് വേണ്ടി പറഞ്ഞാണ് ഇവിടെ ചിറ്റവാരി പണി പറഞ്ഞത്. കഥയ്ക്ക് വേണ്ടി ഞാൻ ചിറ്റാന്ന് വിചാരിക്കണ വാക്ക് ചെല്ലുമ്പോൾ ചിറ്റയുടെ അടുത്ത് ഒരു കുട്ടി 5-6 വയസ്സുണ്ട്. നമ്മൾ ചോദിക്കും, നീ എന്താ ഇവനെ സ്കൂളിൽ വിടാത്ത, ഇതിങ്ങനെ കളിച്ചോണ്ടിരിക്കാണല്ലോ, മറ്റുള്ള സ്കൂളിൽ പോയിക്കണോ? വിടറിയാമേ സ്കൂളിൽ അവൻ പോയി പഠിക്കട്ടെ, 4 അക്ഷരം നമ്മൾ പറയും. എന്താ നമ്മൾ 5 അക്ഷരം എന്ന് പറയാത്തത്? ഇത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പോയി വിടറിയ പറ്റുന്ന സ്കൂളിൽ അവൻ പോയി പഠിക്കട്ടെ, 4 അക്ഷരം എന്നാ പറയാ. 5 അക്ഷരം എന്ന് ആരും പറയാറില്ല, 3 അക്ഷരം എന്ന് പറയാറില്ല. യഥാ നാരായണായതി ജഗാത പിടിച്ചു ചതുരക്ഷരം, നാരായണ പഠിച്ചു ചതുരക്ഷരം, നാരായണ. അതാണോ നമ്മുടെ കുട്ടികൾ പഠിക്കണേ? ചിന്തിക്കുക, അതല്ലേ പഠിക്കേണ്ടതെന്ന് ഓർക്കുക. അതല്ലല്ലോ ഞാൻ പഠിച്ചതെന്ന് ഓർത്ത് തപിക്കുക. നാരായണ വര തപ. അപ്പൊ തന്നെ നാരായണന്റെ അനുഗ്രഹമായി, അനുഭൂതിയായി. ഞാൻ എനിക്ക് കഷ്ടമാണ്, എത്ര അവസരം എനിക്ക് ഉണ്ടായിട്ട് ഞാൻ അതല്ലോ പഠിച്ചത്, അതല്ലോ പിടിച്ചത്. ഞാൻ ഈ മറ്റു 4 അക്ഷരങ്ങളുടെ പുറമെ പോയല്ലോ, മറ്റു പലതിന്റെ പുറമെ പോയല്ലോ എന്ന് തപിച്ചാലും മതി. നാരായണ വര തപ. അപ്പൊ അങ്ങനെ ഓരോ ആ പേരിൽ, ആ ഒരു പേരിൽ എന്നല്ല, ആ പേരിൽ ഇവിടെ ഈ സന്ദർഭത്തിൽ ഈ പ്രകടനത്തിൽ ആ പേരിൽ എല്ലാവരും ഇരിക്കുന്നു എന്ന് പറയുന്നു. എല്ലാം ഭഗവാന്റെ പേരാണ്, എല്ലാത്തിലും ഭഗവാന്റെ വിഭൂതി അംശമുണ്ടെന്ന് കണ്ട് ഏത് പേര് പഠിച്ചാലും ഇതേ അനുഭവം തന്നെ. അതാണ് നാരായണ സ്മരണ. അവസാന കാലത്ത് ജന്മലാഭ പരവംസം അന്തേ
നാരായണ സ്മൃതി എന്ന് പറയുന്നത്. നമുക്കിതൊക്കെ അവസരം ഉണ്ടാവണ്ടേ? ഇങ്ങനെ മരിക്കണ്ടേ നമുക്ക്? അതോ വെറുതെ വിഷമിച്ച് കിടന്ന് മരിച്ച് നരകത്തിൽ പോയാൽ മതിയോ? ഇതുപോലെ വിഷ്ണുദൂതന്മാരും ദേവദൂതന്മാരും വന്ന് അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഭാഗവതക്രമങ്ങളാണ്. അത് സപ്താഹത്തിൽ പോകാൻ അവസരം ഉണ്ടായിട്ട് ഒരു പ്രഭാതം ഒരു പാതിക്ക് പറഞ്ഞു കൊടുക്കണം. നോക്കും അയാളുടെ വീട്ടിൽ മരിക്കാൻ സമയത്ത് വന്നുകൊണ്ട് എന്തുകൊണ്ട് ഒറ്റ 4 അക്ഷരം വിളിച്ചുള്ളൂ. അത് മനസ്സ് കൈവിട്ട് പോയേ വിളിക്കുന്നത് മാത്രം. മനസ്സ് കയ്യിൽ നിന്ന് പോകും വിളിക്കുമ്പോൾ അതിന് ലക്ഷണമായ കണ്ണ് നനയത് കേൾക്ക തോന്നും രോമാഞ്ചം ഉണ്ടായി. നമുക്കിത് ഉണ്ടാവണ്ടേ അവസാന സമയത്ത്? അത് ആ സമയത്ത് ഉണ്ടായാൽ പോരെ? അങ്ങനെയാണെങ്കിൽ ചോദിച്ചാൽ പോരാ, എപ്പോഴും ഉണ്ടാവണം. അതാണ് നാരായണപര, എപ്പോഴും നാരായണപര യോഗ, നാരായണപര തവ എന്ന് പറയുന്നത്. അയ്യാവളെ നടകളോട് കേട്ടതിൽ പറയുന്ന ഈ ഭാഗവത കർമ്മങ്ങൾ അവർ പറയും അജ്ഞാനം കൊണ്ട് വിളിച്ചാലും മതി. കുട്ടിയെ ഓർത്താണല്ലോ വിളിച്ചത്. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ പ്രത്യേകം പിടിക്കുമ്പോൾ ഇയാളെന്ന് വിചാരിച്ചാലും കൈകൊള്ളും, വിചാരിച്ചില്ലെങ്കിൽ കൈകൊള്ളും. കണ്ണടച്ചോണ്ട് പോയിട്ട് പിടിച്ചു നോക്കും. കണ്ണ് തുറന്നുകൊണ്ട് പോയി പിടിച്ചു നോക്കും. വരെ കൊള്ളാൻ അരച്ചൂടാ. മരുന്ന് കഴിക്കുമ്പോൾ അങ്ങനെയാണ്. മരുന്ന് കഴിക്കുമ്പോൾ ഈ അസുഖം ഈ മരുന്ന് ഇന്ന മരുന്നാണ്, അതിന് പുറത്തൊക്കെ വായിച്ചു കിട്ടുന്ന അസുഖത്തിനുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് കഴിച്ചാലും മാറും. ഇതൊന്ന് വായിച്ചു നോക്കാണ്ട് അറിയാണ്ട് കഴിച്ചാലും മാറും. ഫീസ് കൊടുക്കണ്ടോ ഡോക്ടറുടെ? ചിലപ്പോൾ തരില്ല. ഫീസ് കൊടുത്തുകൊണ്ട് പൈസ കൊടുത്ത് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് അസുഖം മാറും വിചാരിച്ച് കഴിച്ചാൽ അസുഖം മാറും. മരുന്ന് ഏതാണെന്ന് അറിയേണ്ട ആവശ്യമില്ല. അതാ അറിഞ്ഞു കൊടുക്കുന്ന ഡോക്ടർ ചമ്മലില്ല എന്ന് പറയുന്ന പോലെ അജ്ഞാനം കൊണ്ടായാലും ജ്ഞാനം കൊണ്ടായാലും മുക്തമശ്വരനായുള്ള ഭഗവാന്റെ നാമം ഏതെങ്കിലും തരത്തിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്കുമ്പോൾ തപം വന്നിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ തപം നമുക്ക് തരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആർദ്രമാവുക മനസ്സ്. ഭക്തിലക്ഷണമായുള്ള വെണ്ണ ഉരുകുന്ന പോലെ മനസ്സ് ആർദ്രമാവുക. അങ്ങനെ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പേര് നാരായണൻ തന്നെ വിളിക്കാൻ ഓർത്ത് ഇല്ലാന്നിരിക്കട്ടെ, വേറെ എന്തെങ്കിലും ഓർക്കണം നമ്മൾ മതി. വേറെ എന്തെങ്കിലും കാര്യമാണ് ആ സമയത്ത് ഓർക്കണമെങ്കിലും മതി. പക്ഷെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഈ ഞാൻ ഓർക്കുന്ന വസ്തുവില് ഈ മൈക്കിൽ ചൈതന്യം ഇല്ലെങ്കിൽ പോലും ഉണ്ട്. ഈ മൈക്കിനെ പ്രവർത്തിപ്പിക്കണം. ആ കറണ്ട് നാരായണനാണ്. പുസ്തകം അതിന് ജീവനില്ലാത്ത പോലെ ഇരിക്കുന്നെങ്കിലും അതിലുള്ള അക്ഷരങ്ങൾ ചൈതന്യമാണ്, നാരായണനാണ്. പുസ്തകം നാരായണനാണ്. ഇത് ഭാഗവതാധ്യായം പ്രത്യക്ഷ കൃഷ്ണ ഏതഹി എന്ന് പറയുന്ന പോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണിത്. എല്ലാത്തിലും കാണുന്നതിലൊക്കെ നാരായണ സ്ഥാപനം ഉണ്ടാവണം. അപ്പൊ നമ്മൾ അവസാന നിമിഷം നമുക്ക് ഈ നിമിഷം അവസാനമാക്കിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴായി അവസാനം എങ്ങനെ അറിയാൻ പറ്റും? 88 വയസ്സാണ് അഞ്ചാമതിന്. നമുക്ക് 62 ആയുള്ളൂ. നീ പറഞ്ഞു 20 കൊല്ലം പറഞ്ഞു എഴുതാക്കുന്നതിന് നമ്മൾ അടിച്ചല്ലോ വീഴുന്നത്. പിന്നെ 20 കൊല്ലം. എപ്പോഴും നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? എന്റെ അവസാനം എന്ന് പറയുന്നത് ഒന്നില്ല. ഞാൻ ഇനി തുറന്നുകൊണ്ടേയിരിക്കും. തുറന്നുകൊണ്ടേ പറഞ്ഞാണോ ഞാൻ എത്രയോ ജന്മം കഴിഞ്ഞു. ഇനി ഞാൻ എത്ര ജന്മം എടുക്കാൻ പോകണം? എനിക്ക് അവസാനം ഇല്ല. അയാൾ ഭാഗവതത്തിന് മുമ്പിൽ ഇരുന്നാലുള്ള ഗുണം മരണഭയം ഉണ്ടാവില്ല. അയാൾ അയ്യാമനെ പോലെ കിടന്നിങ്ങനെ മരിക്കും ചിരിച്ചുകൊണ്ട് വിശുദ്ധന്മാരെ കണ്ടുകൊണ്ട്. എത്ര ഭാഗ്യവാനം നോക്കൂ, എത്ര ഭാഗ്യമായിരുന്നുള്ളത്. നമ്മളപ്പം പാപം ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്താ നമുക്ക് അങ്ങനെ കഴിയാത്തത്? കഴിയും. ഒറ്റ ഓർമ്മയുണ്ട, ജാഗ്രത ഉണ്ടായാൽ മതി. എപ്പോഴാണ് ഞാൻ മരിക്കണമെന്ന് എനിക്ക് അറിയില്ല. അതിന് മുമ്പ് ജഗാത ചതുരക്ഷരം. ഇവിടെയൊക്കെ പ്രകടനത്തിൽ 4 അക്ഷരം പറയുന്നത്. ഏതെങ്കിലും ഭഗവാന്റെ നാമം അശേഷ അധകരമായിട്ടുള്ള വൈകുണ്ഠ നാമഗ്രഹണം ഏതെങ്കിലും ഒന്ന് ഞാൻ പിടിക്കും. അതിലെ 1000 സഹസ്രനാമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ പിടിക്കും, പഠിക്കും. ഞാൻ ചൊല്ലും എന്ന് ഞാൻ ചൊല്ലും സഹസ്രനാമം. ഏതെങ്കിലും ഒന്ന് ഞാൻ പിടിച്ച് കയറി പോകും. അത് ഇനി അതല്ല നാമമല്ല എനിക്ക് കിട്ടുന്നത്, വേറെ ഒന്നാണെന്ന് ഇരിക്കട്ടെ ഒരു വസ്തു. അതിനും നാമമില്ലാത്ത ഒരു വസ്തു ഇല്ലല്ലോ. എന്തെങ്കിലും വസ്തുവിനും ഒരു നാമം കാണും. ആ നാമമാണ് ഞാൻ വിളിക്കുന്നതെങ്കിലും ചൈതന്യം ഇല്ലാത്തതായിട്ട് തോന്നുന്നതാണെങ്കിൽ പോലും അതിനെ വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നത് ചൈതന്യമുള്ള ഭഗവാനാണ്. അതെന്റെ ഉള്ളിലുള്ള ഞാൻ കാണും. എന്നെ എല്ലാത്തിനും നമ്മൾ കണ്ടാൽ നമുക്ക് ആരെങ്കിലും പീഡിപ്പിക്കാൻ പറ്റുമോ? ആരെങ്കിലും ഉപദ്രവിക്കാൻ പറ്റുമോ? ആരെങ്കിലും വഴക്കുകൊള്ളാൻ പറ്റുമോ? ആരുടെ എന്തെങ്കിലും നാം പറ്റിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. ഒരു നാരായണൻ, എന്റെ ഉള്ളിലുള്ള നാരായണൻ വേറൊരാളുടെ ഉള്ളിലുള്ള നാരായണൻ എങ്ങനെ പറ്റിക്കണം? ഇങ്ങനെ മനോഭാവം വളർത്തിക്കണം നമ്മൾ ചേർത്ത്. ഇപ്പോഴേ ഇങ്ങനെയുള്ള യജ്ഞങ്ങളെ കൂടി നമ്മുടെ ഉള്ളിൽ ചൈതന്യം വർദ്ധിപ്പിച്ച് നമ്മൾ കൊണ്ടുപോകണം. ആ വർദ്ധിച്ച് പോയത് കീപ്പോട്ട് പോയിട്ടില്ല എന്തെങ്കിലും. അതാണ് അതിന്റെ ഗുണം. നമ്മൾ വർദ്ധിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന ചൈതന്യം കീപ്പോട്ട് പോയില്ല. ദുർവാസനകൾ പോയിക്കൊണ്ടിരിക്കും. അതാണ് പാപം ചെയ്യാനുള്ള വാസനകളെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ അജാമലന്റെ മരണസമയം അടുത്തെങ്കിൽ പോലും അജാമലന്റെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ മരണം അടുത്തെങ്കിലും മരിക്കുന്നു പറയും. ചില കാര്യങ്ങൾ വേണ്ടതുപോലെ അല്ലെങ്കിൽ, അതായത് എന്താ പറയും, ദുരാചാരം അനുഷ്ഠിക്കുന്ന ആളുകൾ, അതുപോലെ ദേവന്മാരെയും പശുക്കളെയും സജ്ജകളെ നിന്ദിക്കുന്നവര്, അവർക്ക് ധാരാളം കഴിക്കുന്നവര്, അവർക്ക് ആഹാരങ്ങൾ, അവർക്കൊക്കെ മരണസമയത്തിന് മുമ്പേ ഒരു ബഹുമാനം ഒന്ന് കൊണ്ടുപോകും. അവർക്ക് ചിലപ്പോൾ ആയുസ് 10 കൊല്ലം ഉണ്ടെന്നിരിക്കും. എഴുതി വെച്ചിട്ടുണ്ടാവും തലയില്. പക്ഷെ അതൊന്നും നോക്കിയിട്ടില്ല യമധർമ്മം പറഞ്ഞു വിളിച്ചല്ലേ.
അവർ അവർക്ക് ആഹാരം ധാരാളം കഴിക്കുക, എപ്പോഴും തട്ടുകടയിൽ കഴിക്കുക, എപ്പോഴും ബ്രാഹ്മണന്മാരെ പശുക്കളെ അമ്പലം ഒക്കെ നശിപ്പിക്കുക, സഞ്ചരികളെ നിന്ദിക്കുകയാണ് എന്ന് പറഞ്ഞ് സമയത്തിന് മുമ്പേ കൊണ്ടുപോകും. അപ്പം പിന്നെ എങ്ങനെയാണ് നമ്മുടെ സമയം അറിയാൻ പറ്റുക? നമ്മളെ കൊണ്ടുപോകാൻ നേരത്തെ ഒന്ന് തയ്യാറായി നിൽക്കുന്നു ചുരുക്കം. അപ്പം മരണസമയം അറിയാൻ പറ്റില്ല. നരകത്തിൽ പോകേണ്ടി വരുന്ന ഉറപ്പുമാണ് എൻ്റെ അജാബിനെ പോലെ. അത് അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ധാരാളം പാവം. അപ്പം അത് നമുക്ക് അതിൻ്റെ വഴി എന്ന് പറയുന്നത് സർവ്വ നാരായണമയമായി കണ്ടുകൊണ്ട് നാരായണമയമായിട്ടൊന്ന് തമിക്കുക, ഒന്ന് വിഷമിക്കുക. ഒരു ദിവസം വൈകുന്നേരമാകുമ്പോൾ ഒരു മിനിറ്റെങ്കിലും ഒന്ന് കണ്ണു തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞാനിന്ന് ചെയ്തതിൽ എത്ര മനസ്സിലാതെ മനസ്സിൽ വിഷമിച്ചിട്ടുണ്ടാവും, എത്ര പേര് ആവശ്യമില്ലാതെ വെറുതെ വിഷമിച്ചിട്ടുണ്ടാവും എന്ന് ആലോചിക്കുക, ആ തമിക്കുക. അതും ഒരു നാരായണനായിരുന്നല്ലോ. എന്തിനാണ് ഞാൻ ആ നാരായണനെ വിഷമിപ്പിച്ചത്? എന്തിനാ എൻ്റെ ഉള്ളിലുള്ള നാരായണനെ വിഷമിപ്പിച്ചത്? ഇത്ര ചീത്തയാണോ എൻ്റെ മനസ്സേ നീ? അങ്ങനെയാണെങ്കിൽ ആ ചീത്തത്വത്തിൽ നിന്ന് മാറ്റട്ടെ. ചേർന്ന് പറഞ്ഞാൽ നാരായണന്റെ മടി തല ചേർന്ന് പറഞ്ഞ, ഭഗവാന്റെ മടി തല ചേർന്ന് പറഞ്ഞ. അത് രണ്ടാമത്തെ എല്ലാവരും ഈ കാഴ്ചയെ കണ്ടുകൊണ്ട് ഭാഗവതം കേട്ടുകൊണ്ട് നമുക്ക് എത്ര സുഖമായിട്ടുള്ള മരണം നമുക്ക് കേട്ടുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? മരിച്ചില്ല. അദ്ദേഹം തലയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ആയുഷിന്റെ രേഖ, മരണം കുറിച്ചുള്ള രേഖ മാഞ്ഞ് പോയി എന്ന് പറയുന്ന പോലെ തലയിൽ നിന്ന് മാച്ചു കളഞ്ഞു. ആരാണ് മാച്ചു കളഞ്ഞു? 4 അക്ഷരം, ജഗത ചതുരക്ഷരം. അത് മാഞ്ഞുപോയ അവിടെ ഒന്ന് നമസ്കരിക്കണം തോന്നി. വിഷ്ണുദൂതന്മാരെ ഒന്ന് നമസ്കരിക്കണം തോന്നിയെങ്കിൽ അതിനൊന്നും നിന്നില്ല. ഭഗവാന്റെ ആ ഭാഷന്മാര് ഭക്തന്മാരുടെ എന്തെങ്കിലും സമർപ്പണം കിട്ടാൻ വേണ്ടി നിൽക്കില്ലായിരുന്നു. നമ്മളൊക്കെയാണെങ്കിൽ കുറച്ച് നേരം നിന്നിട്ട് നന്ദി വാക്ക് കേട്ടിട്ട് പോകാം എന്ന് വിചാരിക്കും. നിന്നില്ല. അവരപ്രത്യക്ഷമായി. അജാവൻ എഴുന്നേറ്റ് വിട്ടു. പിന്നെ കുട്ടിയെ മറന്നു, ഈ ഭാര്യയെ മറന്നു. ആലോചിച്ചു താൻ പണ്ട് എത്ര വർഷം മുമ്പ് വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഉണ്ടായിരുന്ന ഭാര്യ, പ്രായമായിട്ടുണ്ടായിരുന്ന അച്ഛനമ്മയൊക്കെ കൊണ്ടുവന്നേ അറിയില്ല. അവരെയൊക്കെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് വിഷമിപ്പിച്ചുകൊണ്ട് അവരൊക്കെ അനാഥരാക്കിക്കൊണ്ട് തന്നെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇതെല്ലാം മറന്നല്ലോ. അന്നൊന്നും ഈ നാരായണനെ കുറിച്ച് ഒരു നിമിഷം പോലും ഞാൻ ഓർത്തില്ലല്ലോ. എന്നിട്ടും ഇതെല്ലാം മറന്നുകൊണ്ട് ഇവളുടെ കൂടെ ഇങ്ങനെ കഴിഞ്ഞിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് എല്ലാ ദുഷ്കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ആവശ്യമില്ലാത്ത പല തെറ്റുകൾ ചെയ്തുകൊണ്ട് കഴിഞ്ഞിട്ടും എന്നെ അവസാന സമയത്ത് എന്നെ കാക്കാനായിട്ട് ഈ നാരായണമൂർത്തിയുടെ പാർഷദന്മാർ വന്നെങ്കിൽ അന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് നാരായണ നാരായണ എന്ന് അറിഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നെങ്കിലോ ഓർക്കപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകി തുടങ്ങി. ഗ്രാമാന്തരം കണ്ട് തീർപ്പുമുട്ടി അദ്ദേഹം. പിന്നെ അദ്ദേഹം നാരായണ എന്ന് പറയാൻ തൊട്ടടുത്തുകൊണ്ട് കഴിയാത്ത അവസ്ഥയായി. സത്യം തീവ്രമായിട്ടുള്ള അവസ്ഥ. അങ്ങനെ അദ്ദേഹം ഇറങ്ങി ഗംഗാധരത്തിന് കരുതാറുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഹരേ രാമ ഹരേ കൃഷ്ണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ തിരിച്ചു കൊണ്ട് ഭഗവാന്റെ ലോകത്തേക്ക് പോയി. കണ്ടോ പരീക്ഷത്തെ ഒരു പേര് എന്തിരിക്കുന്നു? ഞാൻ തന്നെയല്ലേ ചോദിച്ചത്. ഇപ്പൊ പറഞ്ഞ കൂട്ടത്തില് ഭാരതഭാഷ ചോദിക്കുന്നതായിട്ട് തനിക്ക് മനസ്സിലായില്ലേ ഒരു പേരിലാണ് എല്ലാം ഇരിക്കുന്നതെന്ന്. ഏതെങ്കിലും ഒരു പേര് പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പേര് പഠിച്ചുകൊണ്ട് തുടർന്ന് ജീവിച്ചു എന്ന് പറഞ്ഞ് ആ അനർത്ഥമായ പ്രകടനത്തിൽ രണ്ടാമത്തെ അധ്യായം പരീക്ഷിച്ചത് കേട്ട് അയ്യേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ലേ. ഈ യമദൂതന്മാര് വെറും കൈയോടെ ആദ്യമായിട്ടൊരു അവസ്ഥയാണെന്ന് ഞാൻ കേട്ടോട്ടത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ധർമ്മരാജാവിൻ്റെ അടുത്ത് ചെല്ലിയാണ് വെറും കൈയായിട്ട്. ഈ യാതനാദേഹം കയ്യിലില്ല അവരുടെ. നരേന്ദ്രട്ട് പീഡിപ്പിക്കേണ്ടതാണല്ലോ ഇതിലേക്ക്. അതിനുള്ള യാതനാദേഹം ഇല്ലാണ്ട് ഓടിച്ചിട്ടാണ് യമദൂതൻ്റെ അടുത്തേക്ക്. ഈ യമൻ എങ്ങനെ പ്രതികരിച്ചു എന്ന് ചോദിക്കണം. അത് പറയും. യമൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ യമദൂതൻ ചോദിക്കും, എന്റെ ആ മഹാഭാഗ്യായുള്ള അജാവളന്റെ യാതനാദേഹം എവിടെ? അദ്ദേഹം കൊണ്ടുവരും. എല്ലാ നരകങ്ങളും സജ്ജമാക്കിയിട്ടേക്കാണ് അവിടെ. എല്ലാ നരകങ്ങളും സജ്ജമാക്കിയിട്ടേക്കാണ്. അതിനോട് പറയും യമദൂതൻ, ധർമ്മരാജാവ് ഇപ്പൊ കൊണ്ടുവരുന്ന ഒരു മഹാഭാവിയെ ഇവിടെ അയാൾ ഒരു നല്ലകർമ്മം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അയാൾക്ക് പുതിയ കുറെ നരകങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണം പീഡിപ്പിക്കാനായിട്ട്. ഇപ്പോൾ ഉള്ളതൊന്നും പോരാ, നമുക്കൊക്കെ വേണ്ടി ഉണ്ടാക്കണമെന്നാ കേട്ടെ. എന്തായാലും നമുക്ക് അപ്പൊ അതുപോലെ കുറെ നരകങ്ങൾ ഉണ്ടാക്കാൻ വേണം കൂടുതലായിട്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും ഇട്ട് പീഡിപ്പിക്കാനായിട്ട് ഒന്നിനും ഒഴിവാക്കണ്ട, ഒന്നിനും വിടുണ്ടാകാൻ പറഞ്ഞിട്ട് എല്ലാവരും ഉത്സാഹം അവർക്ക് അടിച്ച് പരത്തി ചവിട്ടി കുഴച്ചൊക്കെ റോഡ് ഉണ്ടാക്കുന്ന ചവിട്ടി കുഴയൊക്കെ അവിടെ ചവിട്ടി കൂട്ടും. ഈ കരിമ്പ് പോലെ തന്നെ പിഴിയും ചില തരത്തിലൊക്കെ. ഇത് സുഖമാണ്. ഇതൊക്കെ ഇങ്ങനെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്സാഹിപ്പിച്ചിട്ട് അവരെയൊക്കെ. അപ്പോഴാണ് ഈ വെറും കൈയോടെ 3 പേരോട് ചെന്ന് സ്വാമി ക്ഷമിക്കണം, എന്ത് ക്ഷമിക്കണം, എവിടെ പറ്റിയില്ല തരായില്ല കൊണ്ടുവരാൻ. അങ്ങനെ ഉണ്ടാവാറില്ല. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ഞാൻ വിട്ടേക്കനാണ്, നിങ്ങൾ പോയേക്കണാണ്, കൊണ്ടുവന്നേക്കണാണ്, പീഡിപ്പിച്ചേക്കണാണ്. അയാൾ നന്നായിട്ടുണ്ട്. പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ട്. ഇത്തവണ എന്താ അങ്ങനെ ഇത്തവണ എങ്ങനെ പറ്റി പോയി എന്ന് പറയും. എന്താ ഉണ്ടായത്? ഞങ്ങളവിടെ യാതനാദേഹം എടുക്കാനായിട്ട് വരികയും ഒരു 4 പേര് വന്ന്
തടഞ്ഞത് അത് ഞാൻ വിശ്വസിക്കില്ല. ഭാഗ്യകരണങ്ങളായിക്കോട്ടെ, അതെന്താ ഒരു കാരണം പറയണം? ഞാൻ ധർമ്മരാജാവല്ലേ, ഞാൻ ധർമ്മം നടപ്പാക്കണമല്ലേ, പിന്നെന്താ തടയാൻ കാരണം പറഞ്ഞ അവര്? അത് പറഞ്ഞത് അച്ഛാമൻ പാപം ചെയ്ത ആളാണ്, പക്ഷെ അയാൾ അതിനൊക്കെ പ്രാവശ്യം ചെയ്യുന്ന. ഞാൻ ഓല തന്നിട്ടില്ല നിങ്ങളുടെ കയ്യിൽ, കാണിച്ചു കൊടുത്തുകൂടായിരുന്നോ? 10 70 72 പാവങ്ങൾ എഴുതിയിട്ടില്ല, ശേഷം ചിന്തിയും ഇതുവരെ കുറെ എഴുതിയിട്ടെങ്കിൽ ചെയ്തിട്ടൊന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഞങ്ങൾ കാണിച്ചു കൊടുത്തു, കുറെ വായിച്ചു കേൾക്കി. എന്നിട്ടോ അത് പറയണം അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യുന്ന. ചിന്തനെ എവിടെ അവർ പറയണത് അവരെല്ലാം പ്രായശ്ചിത്തമായിട്ട് ഒരു പേര് വിളിച്ചു. എന്ത് പേര് പേടിച്ച് വിളിച്ചാൽ മതിയാ. എന്തായിരുന്നു ആ കുട്ടിയുടെ പേര് എന്ന് നമ്മൾ ചോദിച്ചപ്പോഴത്തേക്കും നാരായണായ നായിരുന്നു എന്ന് പറഞ്ഞില്ല. അതിന് മുമ്പ് അവന്റെ 2 കണ്ണിനും കണ്ണുകൾക്കുള്ളിൽ ഒരു പേര് എഴുതിയിരിക്കുന്നു എന്നാണ് മനസ്സിലായില്ല. ഒരു പേരിലല്ല ഇരിക്കുന്നു എന്ന് പറയും. നന്നായി നിങ്ങൾ പോകുന്നത്. ജ്ഞാനോ മഹേന്ദ്രനോ നിരോധിയോ പുതിയദോസോ സോമൻ അഗ്നി ഇതൊക്കെ ആർക്കും അതുപോലെ മഹിമ അറിയാൻ കഴിയില്ല. ആ നാരായണമൂർത്തി എന്നെ ഇവിടെ ഇരുത്തിരിക്കണത്, ആ നാരായണമൂർത്തി ഒക്കെ ബ്രഹ്മാവിനെ അവിടെ ഇരുത്തിരിക്കണത്, ആ നാരായണമൂർത്തിയാ മഹാദേവനെ അവിടെ ഇരുത്തിരിക്കണത്. എല്ലാം നാരായണമൂർത്തി അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രപഞ്ചം നിലർന്നു പോകുന്നത്. നാരായണമൂർത്തിയുടെ ഒരു കടക്കൺ വഴികളുടെ ചെറിയ പുതിയ ചലിക്കുമ്പോഴാണ്, ചെറിയൊരു പുതിയ ചലനം കൊണ്ടാണ് പ്രപഞ്ചം നടന്നു പോകുന്നത് തന്നെ. അങ്ങനെയുള്ള നിങ്ങൾ അവിടുന്ന് പോകുന്നത് നന്നായി. നാമോച്ചാരണ മഹാത്മ്യം ഹരേ പുത്രകാന. ഹരിയുടെ നാമം ചൊല്ലിക്കണത് കേട്ട് അതിന്റെ മഹാത്മ്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയില്ലേ എന്ന് ചോദിക്കുക. നാമോച്ചാരണ മഹാത്മ്യം ഹരേ പുത്രക, അല്ലെങ്കിൽ എന്റെ പുത്രന്മാരെ പല സ്നേഹിക്കണം. അധ്യാപകരെ നാമോച്ചാരണ മഹാത്മ്യം കേട്ടില്ലേ നിങ്ങളത് പറയാം. അവർക്ക് വല്ലാണ്ടായി. എന്ത് ചെയ്യും? ഒരുപാട് ആൾക്കാർ, ഒരുപാട് യന്ത്രങ്ങളെ പുതിയ സ്ഥാപിച്ചിട്ട് ഇയാളെ പീഡിപ്പിക്കാനായിട്ട്, അധ്യാപകന്റെ യാതന അദ്ദേഹത്തെ ഒരുപാട് തരത്തിൽ വേദനിപ്പിക്കാനായിട്ട്. അതൊക്കെ ഈ പണി മുടക്കി ഇട്ടേക്കട്ടെ എന്നുള്ള ഭാവത്തിൽ അവർ നിൽക്കുമ്പോൾ അവർ പറയുക, അവന്റെ ആ വികാരം നോക്കൂ. അവൻ പറയും പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്, എന്നിട്ട് പോയി കൊണ്ടുവരൂ. ജിഹ്വാഭക്തി ഭഗവൻ കൂടെ നാമധേയം ചേതശന സ്മരതി തച്ചർണാരവിന്ദം കൃഷ്ണായ നോ നമതി തെച്ചിര ഏകതാവി താൻ ആനയത്വം അസുഖങ്ങളുടെ വിഷ്ണു നിത്യാണ്. ആരാണോ ഭഗവതിയുടെ മുമ്പിൽ ഒരിക്കലും കുഴപ്പാത്ത കൈയുമായി നിൽക്കുന്നത്? ആരാണ് ഭഗവാന്റെ മുമ്പിൽ ഒരിക്കലും മനസ്സ് സമർപ്പിക്കാത്തത്? കൃഷ്ണായ നോ നമതി. ആരാണ് കൃഷ്ണന്റെ മുമ്പിൽ ഒരിക്കലും നമിക്കാത്ത ശിരസ്സുമായി നിൽക്കുന്നത്? പിടിച്ചോണ്ട് വാ അവരുടെ ഇങ്ങോട്ട്. അവർ വേറെ പുണ്യം ചെയ്തിട്ടുണ്ടോ പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കണില്ല. ഇത് പീഡിപ്പിക്കുക എല്ലാ നരകത്തിൽ കൂടി അവരെന്ന് പറയാം. നോക്കൂ അവന്റെ അധികാരം. ആരാണ് ഭഗവതിയുടെ മുമ്പിൽ, ആരാണ് ഭഗവാന്റെ മുമ്പിൽ? ഒരിക്കലെങ്കിലും അമ്മയുടെ മുമ്പിൽ ഒന്ന് നമസ്കരിക്കൂ. എല്ലാ ഐശ്വര്യം തേടിയിരിക്കുന്നത്, എല്ലാം ബന്ധുബലമുണ്ട്, സ്വത്തുണ്ട്, ആരോഗ്യമുണ്ട്, പൈസയുണ്ട്, സാമ്പത്തികമുണ്ട്, എല്ലാം തേടിയിരിക്കുമ്പോൾ ഇടത്ത് ഭഗവതിയുടെ മുമ്പിൽ വന്നുകൊണ്ട് വെട്ടിട്ടോരങ്ങ് വീണം. അമ്മേ എന്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അസ്ഥിരൻ. എല്ലാം നശിച്ച് എല്ലാം പോയി കഴിയുമ്പോൾ ഒരു ഗതി പലഗതിയിലാണ് വരുമ്പോൾ അമ്മേ എന്ന് പറഞ്ഞിരിക്കുന്ന ആളല്ല ധീരൻ. എല്ലാം ഉള്ള സമയത്ത് നമസ്കരിക്കണം. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും കൃഷ്ണായ നമതി ഏകതാതി താനാനയത്വം അസുഖമാകുന്ന കൃഷ്ണകൃത്യ എന്ന അവരുടെ വലിച്ചു കൊണ്ടുപോവാ അവരെ പീഡിപ്പിക്കുന്നു. അവർക്കുള്ളതായി നരകം എന്ന് പറയാ. എത്ര മനോഹരമായുള്ള ആഖ്യാനം നോക്കൂ അല്ലേ? നമുക്ക് തോന്നും ഇതൊക്കെ പറയുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് അവസാന സമയത്ത് വിചാരിച്ചാൽ പോലെ നമുക്ക് വിചാരം വരില്ലെന്നൊന്നും വരില്ല. പ്രയാസമാണ്, ദുർവാസനകളോട് പ്രയാസമാണ്. അതാണ് ദുർവാസനകൾ കൂടി കടന്നുകൊണ്ട് നമുക്ക് പ്രയാസം വരികയാണ്. ആ സമയത്ത് വേറെ എന്തിലെങ്കിലും മനസ്സ് പോയിട്ട് അത് വിളിക്കും, നമ്മൾ അതായിട്ട് പിന്നെ ജനിക്കും. അതിന്റെ കഥ പറഞ്ഞതുപോലെ ആ സമയത്ത് നമുക്ക് അതിന്റെ ഉള്ളിലുള്ള ചൈതന്യം ഭഗവാനാണെന്നോ നാരായണനാണെന്നോ ചിന്ത വരികയില്ല. അതാണ് കുഴപ്പം. ഭഗവാനാണെന്ന് ചിന്ത വന്നാൽ നമുക്ക് ആ സ്മൃതി ഉണ്ടായേനെ, ഭഗവാന്റെ ആ അനുഗ്രഹം ഉണ്ടായേനെ. ആ വരില്ല, അത് വേറൊരു വസ്തുവാണെന്ന് നമ്മൾ ചിന്തിക്കും. അത് വരാതിരിക്കണമെങ്കിൽ അതിലൊരു കഥകളെ പറഞ്ഞ് നമ്മൾ സമർപ്പിക്കുകയാണ്. അത് കഥയായതുകൊണ്ട് അതിനെ പറഞ്ഞ് സമർപ്പിക്കുകയാണ്. ഒരു തിരുമേനിക്ക് ഇതുപോലെ പ്രായമായ ബ്രാഹ്മണന്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ടാകും. പ്രായമായി വരികയാണ് ഒരു ബ്രാഹ്മണൻ. അദ്ദേഹം പ്രായമായി വിശേഷ അനുഭവിക്കുന്ന ആഗ്രഹം വർദ്ധിച്ച് വരുമ്പോൾ അദ്ദേഹത്തിന് അവിടെ സഹായിയായിട്ട് നിൽക്കുന്ന ഒരു നാരായണി എന്ന് പറയുന്ന ഒരു കളിക്കാരിയൊക്കെ ഉണ്ട്. ഒരു പ്രേമം എപ്പോഴൊക്കെ പറയാം, നാരായണി നാരായണൻ നിന്റെ മുഖാരവിന്ദ മാലാസനത്തിനെ വരച്ചിടുന്നു. നേരാണോ നിൻ ചിന്തയിൽ ഈ ശരീരം നാരായണന്റെ മരകണക്കായി കയ്യിലേക്ക് ഉണ്ടാക്കി പാടി നടന്നിരുന്നു. അങ്ങനെ പറയാൻ നടന്നിരിക്കുമ്പോൾ നാരായണൻ സൂര്യനെടുക്കാൻ നോക്കുന്ന പ്രാവശ്യം, എന്നാലും എന്താ ചെയ്യാൻ തിരുമേനിയല്ലേ തന്നെയാണ്.
നടന്ന ഒരു ദിവസം അദ്ദേഹത്തിന് തോന്നി വയസ്സായവരാണല്ലോ, പണ്ടത്തെ പോലെ നാരായണനോട് ശൃംഗരിക്കാൻ കഴിയില്ല, എന്താ വഴി, ചെറുപ്പമാരുടെ വഴിയുണ്ടെന്ന് പലരോടും ചോദിച്ചു. ഒരാൾ പറഞ്ഞൊരു വൈദ്യുണ്ട് അവിടെ, അദ്ദേഹം ചെറുപ്പം ഉണ്ടാകാനാണ് എന്നെ മരുന്നുണ്ടെന്ന് പറഞ്ഞു. ചെറു വൈദ്യുതി എടുത്ത് ചെന്ന് പറഞ്ഞു എനിക്കിങ്ങനെ ചെറുപ്പമാണ്. അപ്പൊ അങ്ങനെ എത്ര വയസ്സുണ്ട്? ഒരു 75. എത്രയാവണം? ഒരു 25. 30 കുഴപ്പമില്ല. വൈദ്യുതി പറഞ്ഞു അത്ര ചെറുപ്പാക്കാൻ പറ്റുമെന്നറിയില്ല, എങ്കിലും 35 ആക്കാമെന്ന് ഞാൻ നോക്കാം. അതിന് ഞാനൊരു മരുന്ന് കൂട്ട് തരാം, ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടോ, ഇത് കൊണ്ടുപോയിട്ട് ഒരു സാധനം എൻ്റെ കയ്യിലില്ല, അതാണ് ചേർക്കണം കേട്ടോ. അതെന്താ ഞാൻ ചേർത്തോളാം, എന്ത് വേണമെങ്കിലും ചേർത്തോളാം, നാരായണനെ കൊണ്ട് ജീവിക്കാനുള്ള മോഹം കാരണം എന്ത് ചേർക്കാം, വിഷം ഒഴിക്കരുത്. അത് വേട്ടാവളയും കൂടി ചേർക്കണം. അത് നിരന്തരാമണ്ണം എന്ന് പറയും, പഴയ കൊട്ടാരത്തിൻ്റെയൊക്കെ മുകളിലിരിക്കുക, പഴയ വീടിൻ്റെയൊക്കെ മുകളിൽ നിരന്തരാമണ്ണം എന്നാണ് പറയുന്നത്, വേട്ടാവളയും കൂടെ. അത് ഈ മരുന്ന് ചേർത്ത് തന്നെ ദേഹത്ത് തേച്ച് കുളിക്കുക, കുറച്ച് വായിൽ കഴിഞ്ഞാൽ ചെറുപ്പമായി വരണം തരും. 30, 45, 40, 35, 35 ഇതാവും നോക്കിക്കോളും. അത് പിന്നെ കുറഞ്ഞു കുറഞ്ഞ് കൊച്ചായി മാറും. 5 വയസ്സൊക്കെയായി മാറിയ കഷ്ടമല്ലേ, നാരായണി എടുത്ത് വരുന്നത് അത് വേണ്ട. 30 വയസ്സാകുമ്പോൾ നിർത്തിക്കോളെന്ന് പറഞ്ഞ് ബാക്കി മരുന്ന് കൊടുത്ത് വിട്ട് കഴിഞ്ഞ് രാവണൻ വീട്ടിൽ നടക്കുന്ന എപ്പോഴും നോക്കി തുടങ്ങി. പെട്രോളിൽ കൂടെ വീട്ടിൻ്റെ മുകളിലായിരിക്കണം, താഴെയല്ലോ നിരന്തരാമണ്ണം തട്ടി വീട് തുടങ്ങിയിരുന്നു. എപ്പോഴും കാരണം നടന്ന് പറഞ്ഞിട്ട് തോന്നി ഏതായാലും വയസ്സായി വരിക, മരിക്കുന്ന ഉറപ്പായി. ചെയ്ത പാപങ്ങൾ എത്രയോ സപ്താഹം, എത്രയോ യജ്ഞങ്ങൾ ഇതെടുക്കാൻ പോയിട്ടില്ല, മരിക്കുന്ന ഉറപ്പുമായി. അവരുടെ കഥ കേട്ടിട്ടുണ്ട്. അത് ഇരിക്കുമ്പോഴാണ് എവിടെ പോയപ്പോൾ ഇതുപോലെ മഴയ്ക്ക് കയറിയിരുന്നപ്പോൾ സത്രത്തിൽ നരസിംഹാവതാരം കേട്ടു, മനോഹരമായിട്ട് വർണ്ണിക്കാൻ കേട്ടു. അതിൻ്റെ നരസിംഹമൂർത്തി കണ്ടാൽ തരക്കില്ലാന്ന് അദ്ദേഹം തോന്നി. നെറ്റിയിൽ ഏതായാലും മരിക്കുന്ന സമയത്ത് ഒരു മണി നരസിംഹമൂർത്തി കാണുന്ന മണി. അപ്പൊ അതിൻ്റെ വഴി ആലോചിച്ചത് വില്ലുവങ്കൽ സ്വാമിയാർ വന്നിട്ടുണ്ട് അടുത്ത കണ്ട സ്ഥലത്ത്. സ്വാമിയാർ ചെന്ന് കണ്ട് എൻ്റെ ആഗ്രഹം പറഞ്ഞു, സ്വാമിയാർ എനിക്കൊരാഗ്രഹമുണ്ട്, സ്വാമിയാർ ഗുരുവായൂരപ്പൻ്റെ ഭക്തനല്ലേ, എനിക്ക് നരസിംഹമൂർത്തി കാണിച്ചു തരുമെന്ന് പറയാമോ? ഞാൻ ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞു സ്വാമിയാർ. പിന്നെ ഗുരുവായൂരെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഒരു സിനിമയ്ക്ക് വലിയ ആഗ്രഹമാണ്, ഒന്ന് സാധിച്ചു കൊടുക്കാവോ? കൃഷ്ണാവതാരം ഞാൻ കൊടുക്കാം, വേറെ പറ്റില്ല. അങ്ങനെ പറയുന്നത് സ്വാമി ഭഗവാൻ ഒരു പ്രാവശ്യം മതി, ഒരു പ്രാവശ്യം മതി എന്ന് പറഞ്ഞു. ആ സ്വാമിയാർ പറയുക 8 പ്രാവശ്യം ഞാൻ കൊടുക്കാം, ഒരു പ്രാവശ്യം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ തിരുവേലിയെടുത്തെന്ന് പറഞ്ഞു, തിരുവേലി നാളെ 4 മണിക്ക് അങ്ങനെ ഇന്ന സ്ഥലത്ത് വന്നോളൂ, ഞാൻ ഭഗവാൻ കാണിച്ചു തരാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നോ. രാവണൻ അതനുസരിച്ച് വല്ലാതെ അദ്ദേഹത്തിന് ഗ്രഹത്തിൽ കിടക്കാണ്, അദ്ദേഹത്തിന്റെ ഗ്രഹത്തിൽ കിടക്കുന്ന വിഷമിച്ച് കിടക്കാനുള്ള വയസ്സായല്ലോ. സ്വാമിയാർ അവിടെ ചെന്നു. ഭഗവാൻ ഏതായാലും 4, 5, 5:30 മണിയായപ്പോൾ തൂണ് ആ ഭഗവാൻ എന്തും ചെയ്താലും ഭംഗിയാക്കി ചെയ്യുള്ളൂ, നാടകം ആയാലും മനോഹരമാകും. അത് ആദ്യം പരിവേഷ കൊട്ടാരം പോലെ ഒരു അവസ്ഥ രാവണൻ കിടന്നുകൊണ്ട് ഞാൻ കാണാം. അത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കി കഴിഞ്ഞ് വലിയ കൊട്ടാരത്തിന് വലിയ തൂണ്, അതിനെ മെല്ലെ 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 പൊളിഞ്ഞ് മോൾ ഭാഗങ്ങൾ പൊളിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ മോളിൽ കുറ്റു വരുന്ന സാധനം ഇട്ടുണ്ട്. അത് താഴേക്ക് വീണത് എന്റെ നാരായണീ എന്നും പറഞ്ഞ് അങ്ങ് മരിച്ചു. വില്ലുവങ്കൽ സ്വാമിയാർ കൈ പിടിച്ചേക്ക് പറഞ്ഞു, രാമനായിട്ട് നരസിംഹമൂർത്തി. സ്വാമിയാർ കൈയിട്ട് പിടിച്ചിട്ട് പറഞ്ഞു, കഷ്ടം, ഭഗവാന്റെ അപ്പകളിലേക്ക് നോക്കി നാരായണ വിളിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ വൈകുണ്ഠമുണ്ടായിരുന്നു. ഇനി എത്രയോ ജന്മം മണ്ണായിട്ട്, മണ്ണിനായിട്ട്, ഗോഹാമ്പായിട്ട്, പ്രക്രിയ ജനിച്ച് എന്തെങ്കിലും മനുഷ്യനെ കിട്ടണമെന്നോ അറിയില്ല, കഷ്ടം എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ അവസാന സമയത്ത് അതേ നാരായണ സ്മൃതിക്ക് പകരം ഇതെല്ലാം വെട്ടി വെച്ചിട്ടുണ്ടെങ്കിലും മനസ്സ് കൈമായിട്ട് പോകുമെന്ന് മനസ്സിലാക്കുക. ഭക്സനയായിട്ടുള്ള പകുതിയിലിരുന്നുകൊണ്ട് നടയിലിരുന്നുകൊണ്ട് കുറച്ചു നേരം സജ്ജനങ്ങളുടെ ഇടയിലിരുന്നുകൊണ്ട് ആചാര്യന്മാരുടെ ഇടയിലിരുന്നുകൊണ്ട് എന്തെങ്കിലും അനുസ്മരിക്കാൻ കഴിയുന്നത് മുൻജന്മ സുഹൃതം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കൽ സർക്കാർ നടത്താനുള്ള കഴിയുന്നവരൊക്കെ സുഹൃതമായിട്ട് കണ്ടുകൊണ്ട് എല്ലാം ആശ്രിത ദേവിയുടെ പാതകളുടെ ആശ്രിത ആദരപൂർവ്വ